പ്രൈസ് ദ ലോർഡ്. അരോമ ടി വിയിലെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. നിങ്ങളോട് ഒരുമിച്ച് വീണ്ടും ഒരു പ്രാവശ്യം കൂടി ഇപ്രകാരം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവവും സാക്ഷ്യവും ദൈവവചന ചിന്തകളുമായി ദൈവസന്നിധിയിൽ നിങ്ങളോടൊപ്പം ആയിരിക്കുന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വ്യത്യസ്തമായ ജീവിതാനുഭവം, അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവും വചനചിന്തകളും ഒക്കെ നിങ്ങളുടെ അടുക്കൽ എത്തിക്കുവാൻ, നിങ്ങളോടൊപ്പം സമയങ്ങളെ വേർതിരിക്കുവാൻ, ദൈവത്തിൻ്റെ ആ വചനത്തിൻ്റെ പദ്ധതികൾ, ദൈവത്തിൻ്റെ ഹിതം എന്താണെന്ന് നിങ്ങളുമായി പങ്കിടുവാൻ അവസരങ്ങളെ ദൈവം നൽകി തന്നുകൊണ്ടിരിക്കുന്നു. അത് നിങ്ങൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അത് വലിയ സ്വാധീനം ചെലുത്തുവാൻ ദൈവം സഹായിച്ചുകൊണ്ടിരിക്കുന്നു എന്നറിയുന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഇന്നും അതുപോലെ തന്നെ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യവും ദൈവവചന ചിന്തകളും ജീവിതാനുഭവവുമായിട്ട് നമ്മോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു വ്യക്തി കടന്നു വന്നിട്ടുണ്ട്. ആ വ്യക്തിയെ നിങ്ങളുടെ മുൻപാകെ പരിചയപ്പെടുത്താൻ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. അയാൾ ശ്രദ്ധയോടെ, പ്രാർത്ഥനയോടെ ആദ്യാവസാനം ഈ വീഡിയോ നിങ്ങൾ കാണുക, സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇതിൽ ഏതെങ്കിലും ഒരു ഭാഗമായിരിക്കാം നിങ്ങളെ സ്വാധീനിക്കുവാൻ, നിങ്ങളെ സ്പർശിക്കുവാൻ, നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരുവാൻ മുഖാന്തരമായി തീരുക. അയാൾ പ്രാർത്ഥനയോടെ, ശ്രദ്ധയോടെ ആയിരിക്കുമ്പോൾ ഇന്നത്തെ അതിഥിയെ നമ്മൾ സ്വാഗതം ചെയ്യുകയാണ്. നെടുമ്പാശ്ശേരിയിൽ നിന്നും അസംബ്ലി ഓഫ് ഗോഡ് സഭയുടെ സീനിയർ ശുശ്രൂഷകന്മാരുടെ ഒരാളായ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ബാബു ജോർജ് അവരുടെ സഹധർമ്മിണിയും സിസ്റ്റർ ലൂസി ബാബു ആണ് ഇന്ന് നമ്മോടൊപ്പം, നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം കടന്നു വന്നിരിക്കുന്നത്. കർത്താവിന്റെ ദാസിയെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടി വിയിലെ പ്രേക്ഷകരോടൊപ്പം ഞങ്ങൾ ക്ഷണിച്ചു കൊള്ളുന്നു. പ്രൈസ് ദി ലോർഡ് മാമേ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമായിരിക്കുന്നു. ഓക്കെ മാമ, ഒന്ന് പരിചയപ്പെടുത്താമോ? വീട്ടിൽ ആരൊക്കെയുണ്ട്? എവിടെ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നതെന്ന് പറയാമോ? എന്റെ പേര് ലൂസി ബാബു. ഹസ്ബൻഡിന്റെ പേര് പാസ്റ്റർ ബാബു ജോർജ്. എനിക്ക് 2 കുഞ്ഞുങ്ങള്, ടോംസന്റെ വൈഫ് ബിയൂല, ഒരു മോൾ ഹേസൽ, ഇളയ മകൻ സാംസൺ. ഓക്കെ, പരിചയപ്പെടുത്തിയത് വളരെ സന്തോഷമുണ്ട്. ദീർഘവർഷങ്ങളായി കർത്താവിൻ്റെ വേലയിലായിരിക്കുന്ന അനുഗ്രഹീതമായ ഒരു കുടുംബമാണ് കർത്താവിൻ്റെ ദാസൻ എന്ന് എനിക്കറിയാം. ആമേൻ. ആ കുടുംബത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അരോമ ടി വിയിലെ പ്രേക്ഷകരോടൊപ്പം വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യമാണ് ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത്. അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ എന്താണ് അരോമ ടി വിയിലെ പ്രേക്ഷകരോടൊപ്പം ഇന്ന് അമ്മാമ പങ്കിടുവാൻ ആഗ്രഹിക്കുന്ന ബാല്യകാല ആത്മീയ അനുഭവങ്ങളെക്കുറിച്ചും ചില കുട്ടിക്കാലത്തെ ഓർമ്മകളും ഒക്കെ ഒന്ന് പങ്കുവയ്ക്കാമോ? ബാല്യം മുതൽ, അമ്മയുടെ ഉദരം മുതൽ എന്റെ ദൈവം എന്നെ കണ്ടുകൊണ്ടിരുന്നു. അന്ന് എന്റെ ദൈവത്തെ കുറിച്ച് എനിക്ക് വലിയ അറിവൊന്നുമില്ല. എന്നാൽ പടിപടിയായി, ഘട്ടം ഘട്ടമായി യേശുക്രിസ്തു ജീവനുള്ള ദൈവമാണെന്നും അവൻ പ്രവൃത്തിയിൽ ഭയങ്കരനാണെന്നും ദൈവവചനത്തോട് ചേർത്ത് പറഞ്ഞാൽ എന്റെ താഴ്ചയിൽ എന്നെ ഓർത്തവന് അവന്റെ ദയ എന്നേക്കുമുള്ളത്. എന്റെ വൈരിയുടെ കയ്യിൽ നിന്ന് എന്നെ വിടിവിച്ചവന് അവന്റെ ദയ എന്നേക്കുമുള്ളത്. സ്തോത്രം. ബലവാന്മാരിലെ ജീവിപ്പാൻ ദൈവം ലോകത്തിൽ ബലഹീനവും നികൃഷ്ടവുമായത് തിരഞ്ഞെടുത്തു. ബാല്യം മുതൽ എന്റെ ദൈവം തന്റെ ഹിതത്തിനായിട്ട് എന്നെ തിരഞ്ഞെടുത്തു. അതാണ് എന്റെ ജീവിതത്തിലെ ഒരു വലിയ ഭാഗ്യം. ഓക്കെ, മാതാപിതാക്കന്മാരെ കുറിച്ചും സഹോദരങ്ങളെ കുറിച്ചും വിദ്യാഭ്യാസ കാലയളവിനെ കുറിച്ചും ഒക്കെ ഉള്ളതായ നല്ല ഓർമ്മകൾ ചുരുക്കം വാചകങ്ങളൊന്നും പരിചയപ്പെടുത്താമോ? എന്റെ അപ്പച്ചൻ മരിച്ചു, അമ്മച്ചി മരിച്ചു, മൂത്ത സഹോദരൻ മരിച്ചു, മൂത്ത സഹോദരന്റെ ഭാര്യ ജോളി, മൂത്ത സഹോദരന് 2 മക്കൾ, ലിജോ, ലിൻസ്, വേറൊരു സഹോദരൻ കുടുംബമായി വർഗീസ്, ഭാര്യ മോളി, 3 ആൺകുഞ്ഞുങ്ങൾ. വേറെ ആനീസ് എന്ന് പറഞ്ഞൊരു ചേച്ചി റോമില്, അവളുടെ ഹസ്ബൻഡ് മരിച്ചു, 3 കുഞ്ഞുങ്ങൾ. വേറെ എൽസി എന്ന് പറഞ്ഞൊരു ചേച്ചി ആലുവയിൽ താമസിക്കുന്നു, അവൾക്ക് 3 കുഞ്ഞുങ്ങൾ. 4 കുഞ്ഞുങ്ങൾ. 3 പേരും വിദേശത്താണ്. ഒരു മോൻ ബാംഗ്ലൂർ പഠിക്കുന്നു. മാതാപിതാക്കന്മാരെ കുറിച്ചും സഹോദരങ്ങളെ കുറിച്ചും ഒക്കെ നൽകി തന്ന പരിചയത്തിന് വളരെ നന്ദി. എവിടെയാണ് സ്ഥലം, സ്വദേശം എന്നൊന്ന് പറയാമോ? സ്വദേശം കോതമംഗലത്തിനപ്പുറം. ഞാൻ ജനിച്ചത് ചെങ്കര എന്ന് പറഞ്ഞ സ്ഥലത്താണ്. വളർന്നത് വടാട്ടുപാറ, ഒരു ഗ്രാമപ്രദേശം, ഒരു വനപ്രദേശം. അവിടെയാണ് ഞാൻ വളർന്നത്. ഓക്കെ, അവിടുത്തെ നല്ല ഓർമ്മകൾ ചിലത് ഒന്ന് പറയാൻ പറ്റുമെങ്കിൽ ഒന്ന് പറയാം. എന്റെ അപ്പച്ചൻ നല്ല കൃഷിക്കാരനായിരുന്നു. അമ്മച്ചി അതുപോലെ തന്നെ അധ്വാനിക്കും. പിന്നെ ഗ്രാമപ്രദേശമായതുകൊണ്ട് വാഹന സൗകര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. മൈലുകൾ നടന്നാണ് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നത്. അതൊക്കെ എൻ്റെ സ്കൂൾ ജീവിതത്തെ ബാധിച്ചു.
എനിക്ക് നന്നായിട്ടൊന്നും പഠിക്കാനൊന്നും കഴിഞ്ഞില്ല. പിന്നെ സ്കൂൾ ജീവിതത്തില് എനിക്ക് ഈ മാത്സ്, കണക്കിന് എനിക്ക് മാർക്കില്ലായിരുന്നു. എത്ര ശ്രമിച്ചിട്ടും എനിക്ക് കണക്കിന് ജയിക്കാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പൊ മാർക്കുമായിട്ട് വരുമ്പോൾ അമ്മച്ചി എന്നെ ഒത്തിരി അടിച്ചതായിട്ടൊക്കെ എൻ്റെ ഓർമ്മയിലുണ്ട്. പിന്നെ ബസ് സൗകര്യം ഒന്നും ഇല്ലായിരുന്നു. പിന്നെ കലാപരമായിട്ടായിരുന്നു എനിക്ക് ഭയങ്കര കഴിവുകൾ. മത്സരിച്ച് ഫസ്റ്റ് മേടിക്കണം. അങ്ങനെ ഡാൻസ്, പാട്ട്, മോണോ ആക്ട്, ഫാൻസി ഡ്രസ്, കഥാപ്രസംഗം, ഇതിനൊക്കെ എനിക്ക് ഫസ്റ്റ് കിട്ടുമായിരുന്നു. അന്ന് എൻ്റെ പേര് PR ലൂസി എന്നാണ്. റിസൾട്ട് പറയുമ്പോൾ ഈ PR ലൂസി എന്ന് കേൾക്കാനുള്ളായിരുന്നു. അങ്ങനെ കലയായിരുന്നു. പാടാൻ നല്ല കഴിവുണ്ടായിരുന്നു. അന്നൊക്കെ സിനിമാ പാട്ട് ഒരു റേഡിയോ ഒക്കെയാണ് വീട്ടിലുള്ളൂ. ആ റേഡിയോയിലൂടെ ഞാനിങ്ങനെ സിനിമാ പാട്ട് നന്നായി പഠിച്ചിട്ട് ലളിതഗാനമൊക്കെ പഠിച്ച് ഞാൻ മത്സരിക്കും. എനിക്ക് ഫസ്റ്റ് കിട്ടും. അതുപോലെ ഡാൻസ് ഒന്നും അന്നും ആരും പഠിപ്പിച്ചതൊന്നുമല്ല, തന്നെ സ്റ്റെപ്പ് ഇട്ട്, പിന്നെ സിനിമാ ഗാനങ്ങൾക്ക് സ്റ്റെപ്പ് ഇട്ട് ഞാൻ മത്സരിച്ച് എനിക്ക് ഫസ്റ്റ് കിട്ടുമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ച, ഭാരമായി കിടന്ന വിഷമം എനിക്ക് കണക്കിന് മാർക്കില്ല. കണക്ക് സാറ് ക്ലാസ്സിൽ വരുന്നതേ എനിക്ക് ഭയമാണ്. അപ്പൊ എൻ്റെ തൊട്ടിപ്പുറത്തിരിക്കുന്ന എൻ്റെ കൂട്ടുകാരി, അവൾക്ക് കണക്കിന് നല്ല മാർക്കാണ്. അപ്പൊ അവളിങ്ങനെ കണക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അവളുടെ ബുക്കിലേക്ക് ഇങ്ങനെ ഒളിഞ്ഞു നോക്കും. അന്നേരം അവളാണെങ്കിൽ ബുക്ക് അടച്ചു പിടിക്കും. അതൊക്കെ ഒരു ഭയങ്കര വിഷമമായിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ കുഞ്ഞിലെ ഒത്തിരി അനർത്ഥങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. എൻ്റെ മൂത്ത ചേച്ചി പ്രസവിച്ച് കിടന്നപ്പോ അന്ന് അമ്മച്ചി എന്നോട് പറഞ്ഞു, തൊട്ടടുത്തൊരു കനാലുണ്ട്, ആ കനാലിലാണ് ഞങ്ങൾ അലക്കുകയും കുളിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പൊ അമ്മച്ചി എന്നോട് പറഞ്ഞു, മോള് പോയി കുഞ്ഞിന്റെ തുണി കഴുകിക്കൊണ്ട് വരാൻ പറഞ്ഞ് എനിക്ക് തുണി തന്നു. ഞാൻ ചെറുപ്രായമാണ് പാസ്റ്റർ, എനിക്കൊരു വലിയ അത്ര അറിവൊന്നും ആയിട്ടില്ല. ഞാൻ ഈ തുണിയുമായിട്ട് കനാലിൽ ചെന്ന് തുണി, അപ്പൊ ഈ കനാല് വിട്ടിട്ട് ഇങ്ങനെ കുറച്ച് സ്ഥലം മണ്ണെടുത്തിട്ടേക്കുവാണ്, അവിടെ കല്ലിട്ടിരിക്കുക തുണി കഴുകാനായിട്ട്. ഞാൻ അവിടെ ചെന്ന് കുഞ്ഞിന്റെ തുണിയൊക്കെ കഴുകി ഇങ്ങനെ ബേസിനിൽ വെച്ചിട്ട് ഞാൻ പതുക്കെ നടന്ന് വലിയ കനാലിന്റെ അരികത്തേക്ക് അങ്ങ് ചെന്നു. കനാലിലോട്ട് പോയി ഞാൻ ഒഴുകി പിന്നെ ചെല്ലുന്നത് 3 ഈ പാലത്തിന്റെ ഇങ്ങനെ പില്ലറിന്റെ ഉള്ളിലൂടെ വെള്ളം ശക്തമായിട്ടാണ് ഒഴുകുന്നത്. ആ ഒഴുക്കിൽപ്പെട്ടാൽ ഞാൻ മരിക്കും. എന്നാൽ അതിനു മുൻപായിട്ട് ഞാനൊരു ചുഴിയിൽ കിടന്ന് കറങ്ങി. അപ്പൊ കുഞ്ഞിലെ അറിയാവുന്നത് കൊണ്ട് ഞാൻ നീന്തി കരയ്ക്കടുത്തിട്ട് കുറ്റിച്ചെടികളും ഒക്കെ നിൽക്കുന്നു. അതിൽ കയറി പിടിക്കുന്ന ചെടിയെല്ലാം പറഞ്ഞു പോരുകയാണ്. അങ്ങനെ വളരെ പരിശ്രമിച്ച് ഞാൻ കരയിൽ കയറി. അങ്ങനെ ആ മരണത്തിൽ നിന്ന് എൻ്റെ കർത്താവിനെ വിടുവിച്ചു. മറ്റൊരു സന്ദർഭത്തില് എൻ്റെ അമ്മച്ചിയാണെങ്കിൽ രോഗിയാണ്. അപ്പൊ കുഞ്ഞിലേ ഞാൻ നന്നായിട്ട് അമ്മച്ചിക്ക് സന്തോഷിപ്പിക്കാൻ വേണ്ടി തന്നെ കുഞ്ഞുപ്രായത്തിലേ ഞാൻ നന്നായിട്ട് കഠിനാധ്വാനം ചെയ്യും. കാരണം മറ്റുള്ളവർ നോക്കുമ്പോൾ നല്ല കൊച്ചാന്ന് പറയണം. ആങ്ങളമാരും ചേച്ചിമാരൊക്കെ വരുമ്പോ, ഓ ലൂസിയാണോ അത് ചെയ്തത് എന്ന് നമുക്ക് അത്രയ്ക്കുള്ള അറിവല്ലേ ഉള്ളൂ. അപ്പൊ അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി തന്നെ ഞാൻ കഠിനാധ്വാനം ചെയ്യും, അടുക്കളപ്പണി. അങ്ങനെ ഒരു ദിവസം അപ്പച്ചനും അമ്മച്ചിയും കൃഷി സ്ഥലത്താണ്. അന്നേരം ആരും വീട്ടിലില്ല. അന്ന് നമുക്ക് മോട്ടറൊന്നും ഇല്ല. കിണറ്റിൽ നിന്ന് വെള്ളം കോരി ഞാൻ വലിയ കലം എല്ലാം തേച്ച് കഴുകി മുകളിലൊരു ചെറിയ കലം, ആ വെള്ളം കൂടെ കോരാൻ വേണ്ടി കിണറ്റിലോട്ട് ചെന്ന് വെള്ളം കോരിക്കൊണ്ടിരിക്കുമ്പോൾ ശരീരം തളർന്ന് ഞാൻ കിണറിലേക്ക് പോയി. കിണറ് കുഴിച്ച സമയത്ത് ഇങ്ങനെ ഒരു പാറക്കല്ല് ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ ഒരു കസേര പോലെ, അത് എനിക്ക് വേണ്ടി വെച്ചിരുന്നാന്ന് എനിക്ക് തോന്നണേ, കസേര പോലെ ഇങ്ങനെ ഉണ്ട്. ഞാൻ നീന്തി ചെന്ന് ആ കസേര കയറി അവിടെ അങ്ങ് ഇരുന്നു. അപ്പൊ തൊട്ടടുത്ത് ചേച്ചി ഞങ്ങളുടെ കിണറ്റിൽ നിന്നാണ് വെള്ളം കോരുന്നത്. ചേച്ചി വെള്ളം കോരാൻ വേണ്ടി വന്നപ്പോ ഞാൻ കിണറ്റിലിരിക്കുക. ചേച്ചി ഉറക്കം നിലവിളി കേട്ടോണ്ട് എൻ്റെ അപ്പച്ചനും അമ്മച്ചിയും എല്ലാം ഓടി വന്നപ്പോ ഞാൻ ഈ പാറക്കല്ലിൽ ഇരിക്കുന്നു. അപ്പച്ചൻ എന്നെ കിണറ്റിൽ നിന്ന് കയറ്റി. അങ്ങനെ മരണത്തിൽ നിന്ന് എൻ്റെ ദൈവം എന്നെ അത്ഭുതകരമായിട്ട് വിടുവിച്ചു. ചെറുപ്രായം സമാധാനമില്ലായിരുന്നു. അപ്പച്ചനും അമ്മച്ചിയും തമ്മിൽ ഒരു ഐക്യതയില്ല. നിസ്സാര കാര്യത്തിന് അപ്പച്ചനും അമ്മച്ചിയും തമ്മിൽ വഴക്കാണ്. അത് നിമിത്തം ഞങ്ങൾക്ക് 6 മക്കൾക്ക് സമാധാനമില്ല. ഞങ്ങൾ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നില്ല. പക്ഷെ അത് ഞങ്ങളെ അങ്ങ് വല്ലാതെ, ഞങ്ങളെ 6 മക്കളെ അസ്വസ്ഥമാക്കിക്കൊണ്ടിരുന്നു. അമ്മച്ചിയാണെങ്കിൽ ഭയങ്കര മെടുക്കിയ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിക്കാൻ. അമ്മച്ചി എല്ലാത്തിനും ഇങ്ങനെ ജയിച്ച് സംസാരിക്കും. അത് അപ്പച്ചന് ഇഷ്ടപ്പെടത്തില്ല. അപ്പച്ചൻ പിന്നെ എന്തെങ്കിലും കാരണം ഉണ്ടാക്കി അമ്മച്ചി അടിക്കും, തലയ്ക്ക് അടിക്കും. അടിച്ച് തന്നെ പല്ലുകളൊക്കെ ഇളകിപ്പോയതായ സന്ദർഭങ്ങളുണ്ട്. അങ്ങനെ സമാധാനമില്ലായിരുന്നു. ഇങ്ങനെ ഈ സമയത്ത് എനിക്ക് SSLC ആയി. അപ്പൊ മൂത്ത സഹോദരൻ, അവിടെ തൊട്ടടുത്ത് ടീച്ചർ വന്ന്, വിജയമ്മ എന്ന് പറഞ്ഞ ടീച്ചർ ഞങ്ങളുടെ വീടിനടുത്ത് വന്ന് താമസിച്ചു. അപ്പൊ സഹോദരൻ പറഞ്ഞു, ലൂസി നീ കണക്കിന് അവിടെ ട്യൂഷന് പോകാൻ പറഞ്ഞ് ഞാൻ ടീച്ചറിന്റെ അടുത്തോട്ട് ട്യൂഷന് പോവുകയാണ്.
അപ്പൊ എന്റേന്ന് പറഞ്ഞാൽ എനിക്ക് സൗന്ദര്യം കുറവാണെങ്കിലും എനിക്ക് ഒരുക്കം ഭയങ്കരമാണ്. എനിക്ക് പൊട്ട് മസ്റ്റാണ്, ഒരുക്കം ഭയങ്കരമാണ്. അപ്പൊ ഞാനിങ്ങനെ ഒരുങ്ങിയൊക്കെ ടീച്ചറിന്റെ അടുത്ത് ചെന്നു. ട്യൂഷൻ ഫസ്റ്റ് ഡേ ഞാൻ നോക്കുമ്പോൾ ടീച്ചറിന് ഓർണമെന്റ്സ് ഒന്നും ഇല്ല. അങ്ങനെ അങ്ങ് പോവാം. ഇങ്ങനെ ട്യൂഷൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ടീച്ചർ എന്നെ ട്യൂഷൻ പഠിപ്പിക്കാൻ തുടങ്ങി. എനിക്ക് കണക്കെളുപ്പമായി. അപ്പൊ ഈ ട്യൂഷൻ തുടങ്ങുന്നതിന് മുൻപ് ടീച്ചറിനോട് ലൂസി ഒന്ന് പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു ടീച്ചർ ഇങ്ങനെ. അപ്പൊ അതൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. നമ്മൾ റോമൻ കാത്തലിക് ബാക്ക്ഗ്രൗണ്ട് ആണല്ലോ. അപ്പൊ ഇങ്ങനെ പ്രാർത്ഥിക്കും. അപ്പൊ ടീച്ചർ സ്തോത്രം പറഞ്ഞ് പ്രാർത്ഥിക്കും. അങ്ങനെ ട്യൂഷൻ തുടങ്ങി. എനിക്ക് കണക്ക് എളുപ്പമായി. ഇതിനിടയിൽ തന്നെ ടീച്ചർ എനിക്ക് സുവിശേഷം പറയാനായിട്ട് തുടങ്ങി. തിരുവചനം എടുത്ത് വായിച്ച് കേൾപ്പിക്കാനായിട്ട് തുടങ്ങി. ചില കാര്യങ്ങൾക്കൊക്കെ ഞാൻ ടീച്ചറെ തർക്കിക്കും. ഒരറിവൊന്നുമില്ല, ബൈബിൾ ഒന്നും അറിയത്തില്ലെങ്കിൽ പോലും ടീച്ചർ പറയുമ്പോൾ തർക്കിക്കും. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ റേഡിയോയിലൂടെ ഒരു പാട്ട്, റേഡിയോ പ്രോഗ്രാം ശ്രദ്ധിക്കാൻ പറഞ്ഞു എന്നോട്. അപ്പൊ റേഡിയോയിൽ സുവിശേഷ പരിപാടിയുണ്ട്. അപ്പൊ ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുമ്പോൾ ഞാൻ സമയത്തൊക്കെ ഈ റേഡിയോ പ്രോഗ്രാം ശ്രദ്ധിക്കും. അപ്പൊ അതിനകത്തൊരു പാട്ടാണ്, യേശുവിൻ നാമം എന്നേശുവിൻ നാമം, സമാധാനമില്ലാതെ ഞാൻ അലഞ്ഞു, യേശു സമാധാനമായി എൻ്റെ അരികിൽ വന്നു. പക്ഷെ ഇതെനിക്ക് ഇങ്ങനെ കുറച്ച് കേൾക്കുന്ന ഞാൻ ഗ്രാസ്പ് ചെയ്ത് മൂളിപ്പാട്ട് പാടിക്കൊണ്ട് ഇങ്ങനെ നടക്കുക. അപ്പൊ ഒരു ദിവസം ക്ലാസ് കഴിഞ്ഞപ്പോ ടീച്ചറോട് ഞാൻ ചോദിച്ചു, ടീച്ചറെ നിങ്ങളുടെ പാട്ട് യേശുവിൻ നാമം എന്നുള്ള പാട്ടൊന്ന് പഠിപ്പിക്കാവോ എന്ന് ചോദിച്ചു. അപ്പൊ ടീച്ചർ എനിക്ക് ഷീല ചേച്ചിയും കൂടെ വിളിച്ചിട്ട് എനിക്കൊരു പേപ്പർ എഴുതി തന്നു. ഞാൻ അവിടെ ഒരു ബെഞ്ചിൽ ഇരുന്നിട്ട് ഇവര് രണ്ടുപേരും പാടുവാനായിട്ട് തുടങ്ങി. സമാധാനമില്ലാതെ ഞാൻ അലഞ്ഞു, യേശു സമാധാനമായി എൻ്റെ അരികിൽ വന്നു എന്നുള്ള വരികൾ പാടിയപ്പോൾ അന്ന് എനിക്കിതൊന്നും അറിയത്തില്ല. ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നു, പരിശുദ്ധാത്മാവിന്റെ ശക്തമായ പ്രവർത്തനം എൻ്റെ മേൽ വന്നു. ഞാൻ കരയുവാനായിട്ട് തുടങ്ങി. അപ്പച്ചനെയും അമ്മച്ചനെയും കാര്യമാണ് ചിന്തിക്കുന്നത്. എന്നാണ് ഒരു സമാധാനം എൻ്റെ അപ്പച്ചനും അമ്മച്ചയും തമ്മിൽ ഒന്ന് സ്നേഹത്തോടെ സംസാരിച്ച് കാണുന്നതെന്നാണ്. ഒരു ക്രിസ്മസോ ഒരു ഈസ്റ്ററോ ഒന്നും ഞങ്ങളുടെ വീട്ടിൽ സമാധാനമായിട്ട് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ പല ഓർമ്മകൾ ഇങ്ങനെ കരഞ്ഞ് എനിക്ക് നിർത്താൻ പറ്റുന്നില്ല. അതുപോലെ കരഞ്ഞ് അവസാനം ഞാൻ പിടിച്ച് നിർത്തിയപ്പം വിജയം ടീച്ചർ എന്നോട് പറഞ്ഞു, ലൂസി യേശുവിനെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കാൻ പറഞ്ഞു. അതൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ ടീച്ചർ പറഞ്ഞതുകൊണ്ട് നമ്മൾ കേൾക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. ടീച്ചർ എനിക്ക് പറഞ്ഞു തന്നെല്ലാം ഞാൻ ചൊല്ലി എൻ്റെ യേശുവിനെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ച് ഞാൻ ആ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഒരു സ്കൂൾ ഗ്രൗണ്ടിലൂടെ യാത്ര ചെയ്ത് ഒരു മൈതാനമുള്ള സ്ഥലത്തൂടെ കുറച്ച് നടന്നു വേണം എനിക്ക് വീട്ടിലെത്താൻ. സ്തോത്രം ചെയ്യുന്നു. അന്നൊന്നും നമുക്ക് വചനം അറിയത്തില്ല. ഇന്ന് ഇല്ലേ ശൗലിന്റെ ഭവനത്തിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഒരാൾ മാറിയ അനുഭവം. അതെ, സ്തോത്രം. എൻ്റെ യേശുവിനെ സ്വീകരിച്ചു കഴിഞ്ഞ് എനിക്ക് ഒരാൾ മാറിയ അനുഭവമായി. അതിനുശേഷം ആ സമയത്ത് എൻ്റെ മൂത്ത ചേച്ചി മോളി രോഗിയാണ്. യൂട്രസിന്റെ ഓപ്പറേഷന് ശേഷം, യൂട്രസ് ക്യാൻസർ ആയിരുന്നു. അതിന്റെ ഓപ്പറേഷന് ശേഷം അവള് രോഗകിടക്കയിലാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ കരിസ്മാറ്റിക് ധ്യാനം വന്നു. മൂവാറ്റുപുഴ ജീവജ്യോതി എന്ന് പറയുന്ന സ്ഥലത്ത് കരിസ്മാറ്റിക് ധ്യാനം, അഗസ്റ്റിൻ പള്ളിക്കുന്നൻ എന്ന് പറയുന്ന അച്ഛന്റെ നേതൃത്വത്തില്. അപ്പൊ ഞങ്ങളുടെ വീടിനടുത്തുള്ള ചാക്കോച്ചൻ ഇടയാറിൽ കുട്ടിയച്ഛനെ പാസ്റ്റർ കേട്ടിട്ടുണ്ടാവും, പാട്ടുകാരൻ. കുട്ടിയച്ഛൻ ചേട്ടനും ചാക്കോൻ ചേട്ടനും കരിസ്മാറ്റിക്ക് പോയി പങ്കെടുത്ത് അവർക്ക് ഭയങ്കര സ്വഭാവ മാറ്റമായി, ഉണർവായി. അങ്ങനെ ചാക്കോച്ചൻ ചേട്ടൻ വീട്ടിൽ വന്ന് അപ്പച്ചനോട് പറഞ്ഞു, പുരമചേട്ടാ മോളി കരിസ്മാറ്റിക്കിന് കൊണ്ടുപോയ എന്ന് പറഞ്ഞു. അപ്പച്ചന് ഇതൊന്നും മനസ്സിലാവില്ല. അപ്പച്ചന് അങ്ങനെ ഒന്നും മനസ്സിലാക്കാനുള്ള ഇതൊന്നുമില്ല. അങ്ങനെ ചാക്കോഞ്ചേട്ടൻ പറഞ്ഞനുസരിച്ച് വല്യേച്ചിയെ കരിസ്മാറ്റിക് ധ്യാനത്തിന് കൊണ്ടുപോയി. ശരീരത്തിന് ഒട്ടും സുഖമില്ലാത്ത അവസ്ഥയിൽ കരിസ്മാറ്റിക് ധ്യാനത്തിൽ പങ്കുകൊള്ളു. 5-ാമത്തെ ദിവസം അഗസ്റ്റിൻ പള്ളിക്കുന്നച്ചൻ ഇങ്ങനെ അനൗൺസ് ചെയ്തു, ഇന്ന് പരിശുദ്ധാത്മ അഭിഷേകത്തിനുള്ള ദിവസമാണ്. അതുകൊണ്ട് നിങ്ങളുടെ ചെറുപ്രായം തൊട്ട് അറ്റൻഡ് ചെയ്യുന്ന സമയം വരെയുള്ള പാപങ്ങൾ ദൈവത്തോട് ഏറ്റുപറയാൻ പറഞ്ഞു. അങ്ങനെ അങ്ങ് പറഞ്ഞതോടുകൂടി ഓഡിറ്റോറിയത്തിൽ ഭയങ്കര കരിസ്മാറ്റിക്കിന്റെ അനുഭവം അങ്ങനെയാണ്, ഭയങ്കര നിലവിളി ഉയർന്നപ്പോൾ എൻ്റെ ചേച്ചിക്ക് ആ സമയത്ത് ശരീരത്തിൽ ഭയങ്കരമായ ക്ഷീണം ഉണ്ടായിട്ട് അവൾക്ക് കിട്ടിയ റൂമിൽ പോയി അവള് കിടക്കുമ്പോൾ പെട്ടെന്ന് അവളുടെ ശരീരത്തിന്റെ ബലം നഷ്ടപ്പെട്ടു. അവൾക്കുണ്ടാകുന്ന അനുഭവം ഇങ്ങനെയാണ്, ഒരു വെള്ള പഞ്ഞി, തണുപ്പോട് കൂടിയ ഒരു പഞ്ഞി ഇങ്ങനെ വന്ന് യൂട്രസിന്റെ ഭാഗത്ത് തൊട്ടു. അപ്പൊ ഒരു തണുപ്പ് പോലെ തോന്നി. പിന്നെ ബെഡിൽ നിന്ന് ചാടി എഴുന്നേക്കുകയായിരുന്നു. സ്പീഡിൽ നടക്കുവാനോ ഒരു ജോലിയോ ചെയ്യാൻ കഴിയാതിരുന്ന എൻ്റെ ചേച്ചി അത്ഭുതകരമായിട്ട് സൗഖ്യമാക്കുന്നു.
ആ പഞ്ഞി യൂട്രസിനെ അവിടെ ചെന്ന് തൊട്ടു. അവള് ചാടി എഴുന്നേറ്റ് ഓഡിറ്റോറിയത്തിലേക്ക് ചെല്ലുകയാണ്. തുള്ളിച്ചാടി. നമ്മൾ ദൈവവചനത്തോട് ചേർന്ന് പറഞ്ഞ ദൈവാലയ ഗോപുരത്തിന്റെ വാദം എന്ന് പറഞ്ഞ പോലെ തുള്ളിച്ചാടി ഓഡിറ്റോറിയത്തിൽ എന്നപ്പോൾ അഗസ്റ്റിൻ പള്ളിക്കുന്നിനച്ഛൻ എന്റെ ചേച്ചിയുടെ പേരെടുത്ത് അനൗൺസ് ചെയ്തു. മോളിയെ സൗഖ്യമാക്കിയ അങ്ങനെ അനൗൺസ് ചെയ്തു. അങ്ങനെ കസ്മാറ്റിക് ധ്യാനം കഴിഞ്ഞ് വലിയ മാറ്റത്തോടെയാണ് മൂത്ത ചേച്ചി വന്ന് വീട്ടിൽ വരുന്നത്. സ്തോത്രം ചെയ്യുന്നു. അതിനുശേഷം പിന്നെ അവള് പള്ളി പോയില്ല. കുറച്ച് എത്രയോ ആഴ്ച കൂടെ പള്ളി പോയി. അതിനുശേഷം അവള് പള്ളി പോക്ക് നിർത്തി വീട്ടിലിരിപ്പായി. പെന്തക്കോസ് ഹോൾ കുറച്ച് അപ്പുറത്തായിട്ട് ഒരു പെന്തക്കോസ് ഹോളുണ്ട്. പക്ഷെ ചേട്ടൻ സമ്മതിക്കത്തില്ല, ചേട്ടൻ അനുവദിക്കത്തില്ല. അങ്ങനെ അവള് വീട്ടിൽ കഴിയുകയാണ്. ഇങ്ങനെ ഇരിക്കുമ്പോ ഞാനും കസ്മാറ്റിക് ധ്യാനത്തിന് പോയി. ഇതുപോലെ 5ാമത്തെ ദിവസം അച്ഛൻ പറഞ്ഞു, ഇന്ന് പരിശുദ്ധാത്മാഭിഷേകത്തിനുള്ള ദിവസമാണ്. അപ്പൊ എല്ലാവരും എഴുന്നേറ്റ് നിൽക്കും. ലൈനായിട്ട് എഴുന്നേറ്റ് നിന്ന് അഗസ്റ്റിൻ പള്ളിക്കുന്നിനച്ഛൻ ഓരോരുത്തരുടെയും തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കും. എന്റെ അടുത്ത് നിന്ന് ഒരു പ്രായമുള്ള ഒരു വെല്ലുമ്മ, ചട്ടയും മുണ്ടൊക്കെ എടുത്തൊരു വെല്ലുമ്മ എന്റെ അടുത്ത് നിന്നത്. അപ്പൊ ഇങ്ങനെ പ്രാർത്ഥിച്ചു വന്നപ്പോ എനിക്കാണെങ്കിൽ ഒന്നും കിട്ടിയില്ല. ഒന്നും കിട്ടിയില്ല. അപ്പൊ തൊട്ടപ്പുറത്ത് പോയി അഭിഷേകം എന്ന് പറഞ്ഞാൽ അന്യഭാഷ അങ്ങോട്ടും ശക്തി അങ്ങ് വെളിപ്പെട്ടിട്ട് ഓഡിറ്റോറിയത്തിൽ അന്യഭാഷ പറഞ്ഞ ആരാധന വെളിപ്പെടുക. അതിനുശേഷം ഈ വെല്ലുമ്മയുടെ തലയിൽ കൈ വെച്ചപ്പോ ഈ വെല്ലുമ്മ അന്യഭാഷ പറയുക. എനിക്ക് തോന്നുന്നു കർത്താവിന്റെ വരവിനെ പറ്റിയൊക്കെ എന്തുവാണോ ഭയങ്കര അന്യഭാഷ പറയുക. അങ്ങനെ അങ്ങ് പ്രാർത്ഥിച്ചു പോയപ്പോ എനിക്കൊന്നും കിട്ടിയില്ല. എനിക്ക് ഭയങ്കര സങ്കടമായി. എനിക്കൊന്നും കിട്ടിയില്ലല്ലോ എന്നോർത്ത് ഞാനങ്ങ് ഹൃദയം കീറി കരഞ്ഞു. അടുത്ത പ്രാവശ്യം കൂടെ ഇങ്ങനെ റൗണ്ട് ചെയ്ത് എന്റെ തലയിൽ കൈവച്ചപ്പോ എനിക്ക് പരിശുദ്ധാത്മാവിന്റെ ശക്തി കിട്ടി. അന്യഭാഷ കിട്ടിയില്ല. സ്തുതി പറയുമ്പോ ഇങ്ങനെ ചുണ്ടങ്ങ് പറിച്ചു. അല്ലേലിയ പറയുമ്പോ നമ്മൾ ഈ തണുപ്പത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അങ്ങ് പറയും. അയ്യോ, എനിക്കെന്തോ ഭയങ്കര കാര്യം കിട്ടിയതുപോലെയാണ്. ഭയങ്കര സന്തോഷമായി. എനിക്കും കിട്ടിയല്ലോ. അങ്ങനെ ഞാൻ സന്തോഷമായിട്ട് അപ്പൊ കസ്മാറ്റിക് ധ്യാനത്തിന് പോയാ ഇങ്ങനെ എന്തൊക്കെയോ കിട്ടുമെന്നാ നാട്ടിൽ പറച്ചില്. എന്തുവാന്നൊന്നും ഒന്നും അറിയത്തില്ലല്ലോ. എനിക്കും അറിയത്തില്ല, വചനം അറിയത്തില്ല, ഒന്നും അറിയത്തില്ല. അങ്ങനെ വീട്ടിൽ വന്ന് ഇങ്ങനെ നിൽക്കുമ്പോൾ ഞാൻ അന്ന് ഇടവക പള്ളിയിലെ കുർബാനയ്ക്ക് പാട്ട് പാടുമായിരുന്നു. അതുകൊണ്ട് അച്ഛന്മാരും സിസ്റ്റേഴ്സിന് എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഏത് അച്ഛൻ വന്നാലും ഈ പാടുന്നത് കൊണ്ട്, സിസ്റ്റേഴ്സ് വന്നാലും ഇടവകയിലുള്ളവർക്കും ഈ പാടുന്നത് കൊണ്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോ വടാട്ടോറയിലേക്ക് ഒരു ബ്രാഞ്ച് മഠം, ധർമ്മഗിരിയുടെ ബ്രാഞ്ച് മഠം വന്നു. അപ്പൊ 2 സിസ്റ്റർമാർ, ജോർജിയമ്മ സിസ്ലിയമ്മ എന്ന് പറഞ്ഞ 2 സിസ്റ്റർമാർ ആ മഠത്തിൽ വന്നു. അപ്പൊ ഒത്തിരി വിശദീകരിക്കുന്നില്ല, പറഞ്ഞു പോവുക. അപ്പൊ സിസ്റ്റർമാർ ഒരു ദിവസം വീട്ടിൽ വന്നിട്ട് പറഞ്ഞു, കുഞ്ഞപ്പനേട്ടാ ഞങ്ങൾക്ക് ലൂസിയ മഠത്തിലേക്ക് വേണമെന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് മഠം എന്തുവാ, എന്റെ കാര്യം ഞാൻ ചിന്തിച്ചത് ഇത്രയേ ഉള്ളൂ. ഈ വീട് വിട്ടങ്ങ് പോവാമെങ്കിൽ കുറെ ജോലിയിൽ നിന്നൊക്കെ അങ്ങ് എപ്പോഴും കുഞ്ഞു പ്രായം തൊട്ടേ ജോലിയാ പാസ്റ്റേ. കൃഷി കുടുംബമായതുകൊണ്ട് ഇച്ചിരി ഇന്റർവെൽ ഇല്ല, എന്തെങ്കിലും ഇന്റർവെൽ വന്നാൽ അപ്പച്ചനമ്മ ഒരു ജോലി കണ്ടുപിടിക്കുക. അപ്പൊ ഞാൻ ചിന്തിച്ചത് ഇങ്ങനെയാ, ഇനി ഒത്തിരി ജോലിയൊന്നും ചെയ്യണ്ടല്ലോ, വെള്ള ഉടുപ്പൊക്കെ ഇട്ട് നല്ല കാലയിലൊക്കെ അഴുക്കാകാതെ ചെരുപ്പൊക്കെ ഇട്ട് ഇങ്ങനെ നടക്കാം. അല്ലാതെ മഠം എന്തുവാ, ഇതൊന്നും എനിക്കറിയത്തില്ല. അതുപോലെ മഠത്തിൽ പോകാനുള്ള ഒരു സമർപ്പണമൊന്നും എനിക്കില്ല. ഞാൻ കലാപരമായിട്ട് ഇങ്ങനെ സിനിമ കാണണം, ഇങ്ങനെ ഈ ജഡത്തിനൊന്നും എനിക്കൊരു ശുദ്ധീകരണം ഇല്ല, നമുക്കറിയാമല്ലോ, ഒന്നുമില്ല. അങ്ങനെ ഇതാന്ന് പറഞ്ഞ പോലെ അപ്പച്ചൻ ചോദിച്ചു, ഞാൻ പോവാന്ന് പറഞ്ഞു. എനിക്ക് മഠത്തിലേക്ക് പോകാനുള്ള സാധനങ്ങളെല്ലാം മേടിച്ചിരുന്നു. സെയിന്റ് ജോസഫ് കോൺവെന്റ് ധർമ്മഗിരി എന്ന് പറഞ്ഞ സ്ഥാപനത്തിലേക്ക് കന്യാസ്ത്രീയാകാനായിട്ട് ചേർന്നു. അവിടെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ രക്ഷിക്കപ്പെട്ടതാണ്. പരിശുദ്ധാത്മാവിന്റെ ശക്തി അന്യഭാഷയിലും ഞാൻ പ്രാപിച്ചതാണ്. വിഗ്രഹാരാധന തെറ്റെന്നുള്ള കാര്യം എന്റെ ഹൃദയപ്പലകയിൽ എഴുതി എന്നെ കൊണ്ട് ദൈവം എഴുതിപ്പിച്ചു, കറക്റ്റ് ചെയ്തു എന്ന് വേണം പറയാം. അതുപോലെ ഞാൻ വിഗ്രഹാരാധനയോട് വിട പറഞ്ഞു. മഠത്തിൽ ചെന്നപ്പോ ഇത് വല്ലതും ഉണ്ടോ, പിന്നെ കൊന്ത തുടങ്ങി, കുർബാന തുടങ്ങി, എല്ലാം തുടങ്ങി, ഇങ്ങനെ മുൻപോട്ട് പോകുന്നു. അപ്പൊ ഞാൻ മഠത്തിലായിരുന്ന സന്ദർഭത്തില് എന്നെ രക്ഷയിലേക്ക് നടത്തിയ വിജയമ്മ ടീച്ചറും കൊച്ചമ്മ എന്ന് പറയും, ഞങ്ങൾ വടാട്ട് പറയാം, അമ്മാമ്മയുടെ കല്യാണം കഴിക്കാതെ കർത്താവിന് വേണ്ടി വേല ചെയ്യുന്ന ഒരു ദൈവദാസിയാണ്. ഞാൻ മഠത്തിലായിരിക്കുമ്പോൾ ഇവർ രണ്ടുപേരും എന്റെ വിടുതലിന് വേണ്ടി 7 ദിവസം ഉപവസിച്ചു. പിന്നീടാണ് ഞാനത് അറിയുന്നത്. ഇനി അന്നേരമാണോ എന്റെ ജീവിതത്തിലെ അനുഭവം ഉണ്ടായതെന്ന് എനിക്ക് അറിയത്തില്ല. മഠത്തിൽ വെച്ച് ഭയങ്കരമായ ദൈവ സന്ദർശനം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായി. വ്യാഴാഴ്ച ദിവസം റിക്രിയേഷൻ ഡേ ആണ്. അപ്പൊ ബ്രാഞ്ച് മഠകളിൽ നിന്നൊക്കെ കന്യാസ്ത്രീമാര് വരാൻ പറ്റുന്നവരൊക്കെ വരും. അങ്ങനെ കൂടി വന്നിട്ട് ഈ പറഞ്ഞ പോലെ ഡാൻസ്, പാട്ട്, ഫാൻസി ഡ്രസ്, ഇങ്ങനെ എന്തൊക്കെ കലയുണ്ടോ അതൊക്കെ അവതരിപ്പിച്ച് എല്ലാവരും ചിരിച്ച് കളിച്ച് ഇറങ്ങണ സമയമാണ്. അപ്പൊ അന്ന് ഡാൻസിനൊക്കെ പാട്ട് പാടി കൊടുക്കുന്നത് ഞാനാണ്. അതുകൊണ്ട് അന്ന് ഈ മൈക്ക് പാടി കൊടുക്കുക ഡാൻസ് ചെയ്യാനായിട്ട്. അപ്പൊ ആ പാട്ടൊക്കെ മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെട്ടല്ലോ എന്നുള്ള രീതിയിൽ ഞാൻ ഇങ്ങനെ വലിയ അഹങ്കാരത്തോടൊക്കെ ഇങ്ങനെ റിക്രിയേഷൻ കഴിഞ്ഞ് ഗ്രൗണ്ടിലോട്ട് ഇറങ്ങുമ്പോ വടാട്ട് പറയുന്ന സിസ്റ്റർ ജോർജിയമ്മ എന്നെ വിളിച്ചു, ലൂസി എന്ന് വിളിച്ചു. ഞാൻ കൈകൂപ്പി നിന്നു.
കാരണം എൻ്റെ വീട്ടിൽ നിന്ന് വരുമല്ലേ, അപ്പൊ എൻ്റെ വീടിനെ കുറിച്ച് എന്തോ പറയാൻ പോവുക. കാരണം വീട് വിട്ട് ആദ്യം മാറി നിൽക്കുകയാണ്. അപ്പച്ചൻ്റെ അമ്മച്ചയും സഹോദരങ്ങളെയൊക്കെ വിട്ട് ആദ്യം മാറി നിൽക്കുക. ഞാൻ കഴിയുമ്പോൾ സിസ്റ്ററെ എന്ന് പറഞ്ഞു. ജോർജിയ മാസ്റ്റർ ഭയങ്കര ഗൗരവത്തില്, ലൂസി ചേച്ചി മോളി പള്ളി വരുന്നില്ല, കമ്മലും മാലയും ഊരി, നിങ്ങളുടെ വീട്ടിൽ ഭയങ്കര പ്രശ്നം. ഒന്നാമത് പ്രശ്നമാണല്ലോ. അപ്പൊ ഇതും കൂടെ പറഞ്ഞപ്പോഴത്തേന് ഈ ചങ്കിന് ഭയങ്കര വിഷമം. ഞാൻ നടന്ന് സ്റ്റെപ്പ് കയറി എൻ്റെ ബെഡേ ചെന്നു. എങ്ങനെയോ ഞാൻ എൻ്റെ ബെഡേ ചെന്നു, എന്തൊക്കെയോ ചിന്തിച്ചു. അന്ന് രാത്രിയും പരിശുദ്ധാത്മാവിന്റെ മറ്റൊരു പ്രവർത്തനം എൻ്റെ ശരീരത്തിലേക്ക് അയക്കാൻ ദൈവത്തിന് പ്രസാദം. ഞാൻ ചെന്നു എൻ്റെ ബെഡിലിരുന്ന് കരയുവാനായിട്ട് തുടങ്ങി. കരഞ്ഞ് നമുക്ക് നിർത്താൻ പറ്റുന്നില്ല. കിടന്നതിന് ശേഷവും കരയുകയാണ്. കരഞ്ഞ് ഞാനങ്ങ് ഉറങ്ങി. ഉറക്കത്തില് എൻ്റെ ആസ്പിറൻസി ബാച്ചിലെ ഹോള് 3 ലൈൻ ബെഡാണ് ഇങ്ങനെ ഇട്ടിരിക്കുന്നത്. ഓരോ ബെഡിനിടയ്ക്കും ഡിസ്റ്റൻസ് ഉണ്ട്. ഞാൻ ഏറ്റവും അരികത്തുള്ള ബെഡില് ആണ് കിടക്കുന്നത്. ഞാൻ ഉറങ്ങി നല്ല ഉറക്കത്തിൽ. പ്രൈസ് ലോർഡ്. പരിശുദ്ധാത്മാവിന്റെ ശക്തി എൻ്റെ മേൽ വന്നിട്ട് ഒരു കല്ലെടുത്ത് എറിയുന്നത് പോലെ എൻ്റെ ശരീരം വലിച്ചെറിഞ്ഞു എന്ന് പറയാം. ഞാനിങ്ങനെ തെറിച്ചു പോകുന്ന സമയത്ത് ഒരു കാറ്റ് പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുള്ളൂ, ശരീരം ഇല്ല. എനിക്ക് തെറിച്ചു എന്നതിന് ശേഷം ഈ 2 ബെഡിനിടയ്ക്കുള്ള സ്ഥലത്ത് കൊണ്ടുവന്ന് മുട്ടുകുത്തി നിർത്തി ഈ ശക്തി. അത് ഇന്ന് നമുക്ക് പരിശുദ്ധാത്മാവിന്റെ ശക്തി, അന്നൊന്നും ഇതൊന്നും അറിയത്തില്ലല്ലോ, എല്ലാവരും ഭയം, വചനം അറിയത്തില്ല. ആ ബെഡിനിടയ്ക്ക് കൊണ്ടുവന്ന് നിർത്തി. അതിനുശേഷം എൻ്റെ ശരീരം ഫുൾ പരിശുദ്ധാത്മാവിൽ പൂർണ്ണതയുള്ളവളാക്കി മാറ്റി ദൈവം. തിരുവനന്തപുരത്തിൽ പറയുന്ന പോലെ താഴ്ചയുള്ള ശരീരത്തെ, കർത്താവിന്റെ വരവിനെ കുറിച്ചാണ് പറയുന്നതെങ്കിലും ഈ താഴ്ചയുള്ള ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. ചില മിനിറ്റുകൾ ഞാൻ ആ വചനത്തിന്റെ അത് ഞാൻ അനുഭവിച്ചവളാണ്. മുട്ടുകുത്തി നിന്നു. പിന്നെ എൻ്റെ കൈ ഇങ്ങനെ മുകളിലേക്ക് ഉയരുന്നു. ഞാനല്ല ഉയർത്തുന്നത്, ഒരു ഇലക്ട്രോണിക് ഉപകരണം നമ്മൾ പ്രവർത്തിക്കില്ല അതുപോലെ എൻ്റെ കരം മുകളിലേക്ക്. എന്നാൽ എൻ്റെ കയ്യിൽ നിന്ന് വിടുന്നു പറയാൻ പറ്റത്തില്ല. ഈ കൈ ഒരു ശക്തിക്കുള്ളിലായി. അങ്ങനെ കരം പൂർണ്ണതയിൽ ഉയർന്നു കഴിയുമ്പോൾ ഞാൻ അലറി വിളിക്കുകയാണ്, ഹല്ലേലൂയ. അതിനുശേഷം എനിക്ക് കരം താത്താൻ പറ്റത്തില്ല. കേൾക്കുന്ന ദൈവജന വീണ്ടും കരം സ്ലോല് താഴേക്ക് വരുന്നു, ഇങ്ങനെ 3 പ്രാവശ്യം അലറി. എനിക്ക് എത്രയോ ശബ്ദമുണ്ടോ അതിന്റെ കൂടെ കുറച്ച് ശബ്ദം കൂടെ ദൈവം ഇട്ടു എന്ന് എനിക്ക് തോന്നുന്നു. അത്ര ശബ്ദത്തിൽ ഹല്ലേലൂയ എന്ന് ഞാൻ പറഞ്ഞു. അതിനുശേഷം എൻ്റെ ശരീരം നോർമൽ സ്റ്റേജായി. ഇപ്പൊ മുട്ടയെന്ന് എഴുന്നേറ്റു, എൻ്റെ ബെഡിൽ ചെന്നു. പെട്ടെന്ന് ഞാൻ ചിന്തിച്ചു, ദൈവമേ, മഠത്തിൽ നിയമം തെറ്റിച്ചാ പറഞ്ഞു വിടുമെന്നുള്ളതിന് ഒരു സംശയമില്ല, ഒരു എക്സ്ക്യൂസ് അവിടെ ഇല്ല. അപ്പൊ അന്നേരത്തെ എൻ്റെ ചിന്ത, ഇതെല്ലാവരും കേട്ടതാ ഈ പറഞ്ഞ ശബ്ദം. താഴെ മഠമാണ്, കോതമംഗലം നർമ്മരിയുടെ ഡോക്ടേഴ്സ് അടക്കം സിസ്റ്റേഴ്സ് ഉറങ്ങുന്ന മെയിൻ മഠമാണത്. ഞാൻ ഭയപ്പെട്ടു. ബെഡിൽ ചെന്നിരുന്ന് ഇങ്ങനെ ചിന്തിച്ചു, നാളെ അപ്പച്ചനോടോ മൂത്ത ആങ്ങളോടോ വരാൻ പറയും, ലൂസിയെ കൊണ്ടുപോകോളാൻ പറയും എന്നിങ്ങനെ ചിന്തതിന് ശേഷം കിടന്നു. ഞാൻ ഉറങ്ങി. എന്ത് സംഭവം ഉണ്ടായാലും പാസ്റ്റർ എൻ്റെ ദൈവം എന്നെ ഉറക്കും. ദൈവം അപ്പോഴേ ഉറക്കി, അല്ലാതെ ഉറങ്ങാൻ പറ്റത്തില്ല. നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്ന ഉറങ്ങി. മോർണിംഗ് പ്രയറിന് ബെല്ലടിച്ചപ്പോ പല്ല് തേക്കാൻ വേണ്ടി പോയപ്പോ എൻ്റെ കൂട്ടുകാരോടും ചോദിച്ചു, എടി നീ ഒരു ശബ്ദം കേട്ടോ? ഞാൻ ഒരു ശബ്ദം ഹല്ലേലൂയ പറഞ്ഞത് കേട്ടോ എന്നാ ചോദിക്കുന്നത്. കേട്ടില്ല. എന്നെ സന്ദർശിച്ചത് അവരെ കേൾപ്പിക്കാനല്ലല്ലോ, എൻ്റെ ദൈവം എന്നെ സന്ദർശിച്ചത്. പക്ഷെ അതിനുശേഷം എനിക്ക് ഭയങ്കര മാറ്റമായിരുന്നു. ഓരോ ഡ്യൂട്ടിയൊക്കെ ചെയ്യുമ്പോഴൊക്കെ എന്തോ ഒരു അശരീരി പോലെ, നീ ഇവിടെ നിൽക്കേണ്ടവളല്ല എന്നിങ്ങനെ ഒരു അങ്ങനെയല്ല, ഒരു അശരീരി പോലെ ഒരു ശബ്ദം. അപ്പൊ ഞാൻ എൻ്റെ ഹൃദയത്തിൽ എഗൻസ്റ്റ് ചെയ്യും, പിന്നെ ഇവിടെ നിൽക്കാതെ ഞാൻ എങ്ങോട്ട് പോവാനാ എന്നിങ്ങനെ എഗൻസ്റ്റ് ചെയ്യും. അങ്ങനെ 6 മാസത്തിന് ശേഷം 10 ദിവസത്തെ അവധിക്ക് വന്നു, വീട്ടിലേക്ക് പോവുകയാണ്. മഠത്തിൽ നിന്ന് പോകുമ്പോഴൊക്കെ ഞാൻ ഇനി മഠത്തിലേക്ക് വരില്ല എന്നുള്ള ചിന്തയോട് തന്നെ എൻ്റെ സിസ്റ്റേഴ്സിനെ എല്ലാം നോക്കി. എനിക്കറിയാമായിരുന്നു ഞാൻ മഠത്തിലേക്ക് വരികയില്ലെന്ന്. എൻ്റെ മൂത്ത സഹോദരൻ്റെ കൂടെ പെട്ടിയൊക്കെ എടുത്തു വെച്ച് ഞാൻ മഠത്തോട് വിട പറഞ്ഞു. അതിനുശേഷം വടാട്ടൂടെ ബസ് എന്ന് ഇറങ്ങുന്നത് ബസ് സ്റ്റോപ്പിലാണ് ഈ മൂത്ത ചേച്ചി താമസിക്കുന്നത്. മൂത്ത ചേച്ചിയുടെ വീട്ടിൽ കയറിയിട്ടാണ് ഞങ്ങൾ താഴെ വീട്ടിലോട്ട് പോകുന്നത്. അവിടെ ചെന്നപ്പോ മൂത്ത ചേച്ചി എന്നെ കാത്തിങ്ങനെ നിൽക്കുക. ചേച്ചി പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയാ, ലൂസി മോളെ മഠത്തിൽ പോവില്ലേ എന്ന് പറയുകയാണ്. അങ്ങനെ 10 ദിവസത്തിന് ശേഷം പിന്നെ മഠത്തിൽ പോയില്ല. അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ, പ്രതികൂലങ്ങളൊക്കെ ഉണ്ടായെങ്കിലും തീരുമാനം എടുക്കാൻ ദൈവം കൃപ ചെയ്തു. അതിനുശേഷം ഞാൻ വീട്ടിൽ നിൽക്കുമ്പോൾ അവിടെ ചർച്ച കൊണ്ട് ഒരു പ്രവർത്തനമുണ്ട്. രാജൻ എബ്രഹാം എന്ന് പറഞ്ഞ പാസ്റ്റർ അവിടെ പ്രവർത്തിക്കുന്നത്. ഈ പാസ്റ്റർ നമ്മുടെ വീടിന്റെ മുമ്പിലൂടെ ഇങ്ങനെ പോകും, കടയിൽ പോകുന്നതും ഒക്കെ പോകും. അങ്ങനെ ഇപ്പൊ ഞങ്ങളെ കുറിച്ചുള്ള വാർത്തകളെല്ലാം പാസ്റ്റർ കയ്യിൽ കിട്ടുന്നുണ്ട്. പക്ഷെ ഞങ്ങളുടെ വീട്ടിൽ കയറില്ല, അപ്പച്ചനെ പേടിച്ചിട്ട്. ഇങ്ങനെ ഇരിക്കുമ്പോ ഒരു ദിവസം
എൻ്റെ അപ്പച്ചന് അങ്ങേയറ്റത്ത് പറമ്പിൽ നിന്ന് കൃഷി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ പാസ്റ്റർ ഞങ്ങളുടെ വീട്ടിലേക്ക് കയറി വന്ന് അവിടെ മുൻവശത്ത് ഇട്ടായിരുന്ന ഒരു കസരയിൽ അവിടെ ഇരുന്നു. ഞാനും എൻ്റെ ചേച്ചി അങ്ങ് ഭയപ്പെട്ടു എന്ന് പറഞ്ഞു. കാരണം അപ്പച്ചന്റെ സ്വഭാവം അനുസരിച്ച് അപ്പച്ചൻ വെട്ടു എന്നുള്ളതിന് ഒരു സംശയം. അപ്പച്ചൻ കയറി, അപ്പച്ചൻ അവിടുന്ന് വേഗത്തിൽ ഇങ്ങ് വന്നിട്ട് വിരല് ചൂണ്ടിട്ട് പറഞ്ഞു, നീ എൻ്റെ വീട്ടിൽ കയറി എന്നെ വയറ് ഞാൻ ചവിട്ടി പൊട്ടിക്കുമെന്ന് പറഞ്ഞു. എൻ്റെ ദൈവമേ. അപ്പൊ ഞങ്ങൾ പാസ്റ്റർ കൊടുക്കാനും പതുക്കെ അടുക്കളയിൽ ഇച്ചിരി വെള്ളമൊക്കെ എടുത്തോണ്ട് നിൽക്കുക. പക്ഷെ എൻ്റെ പൊന്നോ, വെള്ളം കൊടുത്തില്ല, ഒന്നും കൊടുത്തില്ല. പാസ്റ്റർ വളരെ പക്ഷെ അപ്പച്ചൻ പറഞ്ഞിട്ട് സ്പീഡിൽ അങ്ങോട്ട് പോയി. പാസ്റ്റർ എഴുന്നേറ്റ് പോയില്ല. പാസ്റ്റർ ചില മിനിറ്റുകളും കൂടെ അവിടെ ഇരുന്ന്, എനിക്ക് തോന്നുന്നു നമ്മുടെ വീടിനെ അവകാശമാക്കി എന്ന് എനിക്ക് തോന്നുന്നത്. സ്തോത്രം. ഇച്ചിരി മിനിറ്റും കൂടെ അവിടെ ഇരുന്നതിന് ശേഷം പാസ്റ്റർ അങ്ങ് പോയി. പിന്നീട് പാസ്റ്റർ ഇങ്ങനെ നമ്മുടെ വീടിന്റെ ഫ്രണ്ടിൽ കിടക്കും. അതിനുശേഷം ഒരു പുതിയ വീടിന്റെ പണി നടക്കുമ്പോൾ പാസ്റ്റർ ഇങ്ങനെ നടന്നു പോയി. അപ്പച്ചൻ പുറകെ ചെന്നിട്ട് പാസ്റ്ററോട് പറഞ്ഞു, ഇങ്ങനെ നമ്മുടെ ഈ ഉത്തരമെപ്പിന് ഒരു ഫംഗ്ഷൻ ഉണ്ടല്ലോ, അപ്പൊ പാസ്റ്റർ ചെന്ന് വിളിച്ചു, പാസ്റ്റർ ഞങ്ങളുടെ വീട് വരെ ഒന്ന് വരണമെന്ന് പറഞ്ഞു. ഏതാ വിടൂരെന്ന് പറഞ്ഞ് പാസ്റ്റർ ആ ഫംഗ്ഷൻ എന്ന് വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അപ്പച്ചനുമായിട്ടൊരു സ്നേഹമായി. പിന്നീട് അപ്പച്ചനുമായിട്ട് ഇങ്ങനെ നടക്കുമ്പോൾ അപ്പച്ചൻ ആ മുറ്റത്തൊക്കെ നിൽക്കുകയാണെങ്കിൽ പാസ്റ്റർ വന്ന് ഇച്ചിരി നേരം വർത്താനൊക്കെ പറയും. അപ്പൊ ആ കൂടെ അപ്പച്ചന് അന്ന് ഞാൻ മടത്തിന്ന് വന്നിങ്ങനെ നിൽക്കുകയാണ്. വർഷവും ഡേറ്റും ഒന്നും കറക്റ്റ് പറയാൻ പറ്റുന്നില്ല പാസ്റ്ററെ. അപ്പച്ചനോട് പറഞ്ഞു, അപ്പച്ച ഇങ്ങനെ കത്തോലിക്കർക്കൊക്കെ പഠിക്കാവുന്ന ഒരു ബൈബിൾ കോളേജ് ഇതുപോലെ ചങ്ങനാശ്ശേരിയിലുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അപ്പച്ചനെ ഇത് വല്ലതും അറിയാവോ? അപ്പച്ചൻ പറഞ്ഞു, ഉണ്ടോ പാസ്റ്ററെ, കത്തോലിക്കർക്ക് പഠിക്കാവുന്നതാണോ എന്ന് പറഞ്ഞു. എന്നാൽ എൻ്റെ ഈ മോളെ ഒന്ന് കൊണ്ടുപോ പാസ്റ്ററെ എന്ന് പറഞ്ഞു. അങ്ങനെ പെർമിഷൻ കിട്ടി. മൂത്ത ആങ്ങള എന്നെ കൊണ്ട്, വിശദീകരിക്കുന്നില്ല, മൂത്ത ആങ്ങള എന്നെ കൊണ്ട് ബൈബിൾ സ്കൂളിൽ ചെന്നു. ബൈബിൾ സ്കൂളിൽ ചെന്ന് ഇന്റർവ്യൂ നടക്കുക. അപ്പൊ പ്രിൻസിപ്പൽ ഡോക്ടർ എബ്രഹാം ഫിലിപ്പ് എന്നോടാ ചോദിക്കുന്നത്, പക്ഷെ ഉത്തരം പറയുന്നത് മൂത്ത ആങ്ങളെയാ. എനിക്ക് എൻ്റെ യേശുവിനോടുള്ള സ്നേഹം നിമിത്തം എനിക്കങ്ങ് ബൈബിൾ സ്കൂളിൽ ചെന്ന് ഇരുന്നപ്പോ എനിക്ക് ഒന്നും അറിയത്തില്ല പാസ്റ്ററെ, എൻ്റെ യേശുവിനോട് എനിക്ക് ഭയങ്കര സ്നേഹമാണ്. അപ്പൊ ചോദിച്ചതിനെല്ലാം മൂത്ത ആങ്ങളെയാ മറുപടി പറഞ്ഞെ. അപ്പൊ മൂത്ത ആങ്ങള് പറഞ്ഞു, സാറേ ഇങ്ങനെ മടത്തി പോയിട്ട് അവള് വന്നു. അങ്ങനെ ഇന്റർവ്യൂ കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോഴത്തേനും ആരോ ഒറ്റി, ഞാൻ വേറെ രീതിയിലുള്ള പോയെന്നും പറഞ്ഞ് അപ്പച്ചൻ വൈകിട്ട് മദ്യപിച്ച് വന്നിട്ട് മൂത്ത സഹോദരനെ തെറിവിളി തുടങ്ങി. നിന്റെ പെങ്ങളെ നീ എങ്ങോട്ടാടാ, എന്നെ പറഞ്ഞ് വേണ്ടാത്ത വാക്കുകളൊക്കെ പറഞ്ഞ് തെറി പറഞ്ഞു. അപ്പൊ മൂത്ത സഹോദരൻ പറഞ്ഞു, ലൂസി ആ കാര്യം അങ്ങ് വിട്ടേക്ക്, നിനക്ക് എന്തെങ്കിലും അവസരം തന്നാൽ നീ അങ്ങനെ പഠിച്ചോളാൻ പറഞ്ഞു. അയ്യോ, ഇതുപോലെ സങ്കടമില്ല. അറിയാവുന്ന പോലെ പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കുക. അപ്പൊ ഈ തിങ്കളാഴ്ച ഇന്റർവ്യൂവിന് പോയെങ്കിൽ അടുത്ത തിങ്കളാഴ്ച എനിക്ക് ബൈബിൾ സ്കൂളിൽ ചെല്ലേണ്ടത്. മൂത്ത സഹോദരൻ ഒന്നും പറയുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ എന്റെ മൂത്ത സഹോദരൻ ചിട്ടി വരുവാണ് ജോലി. അപ്പൊ ഈ ചിട്ടി പിരിച്ച് നടക്കുമ്പോൾ ഈ കൊച്ചമ്മയെ പരിചയപ്പെട്ടു. കൊച്ചമ്മ അറിയാം, എങ്കിലും കൊച്ചമ്മയെ കണ്ടു. അപ്പൊ കൊച്ചമ്മയോട് ഇങ്ങനെ എന്നെ ബൈബിൾ സ്കൂളിൽ കൊണ്ടുപോയ കാര്യം, ഇന്ന ദിവസം പോകണ്ടെന്നൊക്കെ മൂത്ത സഹോദരൻ കൊച്ചമ്മയോട് പറഞ്ഞു. എന്നിട്ടും എന്നോട് പറയുന്നില്ല. അപ്പൊ ഞായറാഴ്ച രാത്രി എനിക്ക് ഭയങ്കര സങ്കടം, നാളെയല്ലേ തിങ്കളാഴ്ച. അപ്പൊ ഇതുപോലെ കരഞ്ഞ് ദൈവമേ എനിക്ക് ബൈബിൾ സ്കൂളിൽ പോകാൻ പറ്റുന്നില്ലോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പ്രാർത്ഥിച്ച് അമ്മച്ചി കിടക്കുന്നു, എൻ്റെ ചേച്ചി, ഞങ്ങൾ 3 പേരും കൂടെ ഒരു ബെഡിൽ റൂമിൽ കിടക്കുന്നു. ഒരു 11 മണിയായിരുന്നു. എനിക്ക് 11 മണിയൊക്കെ കഴിഞ്ഞെന്നാ തോന്നണേ. മൂത്താങ്ങളെ വന്നിട്ട് ചോദിച്ചു, ലൂസി നിനക്ക് നാളെയല്ലേ പോകേണ്ട ദിവസം എന്ന്. എന്നാ ഇതിനിടയ്ക്കെങ്കിലും ഒന്ന് പറയണ്ടേ, നിനക്ക് നാളെയല്ലേ പോകേണ്ടത്? അയ്യോ അതെ, നാളെ പോകേണ്ട ദിവസം എന്ന് പറഞ്ഞു. എന്നാ നീ ഒരുങ്ങിക്കോ, രാവിലെ കൊച്ചമ്മ വരും, കൊച്ചമ്മയുടെ കൂടെ. അപ്പൊ തിരുവനന്തപുരം റൂട്ടിൽ ഒരു ബസ്, എടമലയാറിൽ നിന്ന് ഒരു ബസ് തിരുവനന്തപുരത്തേക്ക് പോകുന്നുണ്ട് 4 മണിക്ക്. ഈ ബസ് കിട്ടണമെങ്കിൽ മൈലുകൾ നടന്നാലേ നമുക്ക് ആ ബസ് കിട്ടും. കൊച്ചമ്മ വരുന്നു. ഞാൻ പെട്ടെന്നില്ല മടത്തിൽ പോകാൻ മേടിച്ച പെട്ടിയും എനിക്ക് എന്താണ്ടൊക്കെ കിട്ടി, അതെല്ലാം ഞാൻ എൻ്റെ പെട്ടിയിൽ ശബ്ദം ഉണ്ടാക്കാതെ പെറുക്കിയിട്ട് 4 മണി കഴിഞ്ഞപ്പോ കൊച്ചമ്മ വന്ന് കുറേ ഒന്ന് മുട്ടി പേടിച്ച്. അതിനിടയിൽ ഒരു സംഭവം ഉണ്ട്. ഈ ഞങ്ങൾ വിശ്വാസി വന്നതിന്റെ പേരിൽ നമ്മൾ തണ്ടി തേങ്ങയും മറവൊക്കെ വാരി ഇടാനിടണ ഒരു തണ്ടിയാ. അങ്ങോട്ടാണ് അപ്പച്ചൻ മാറി താമസിക്കുന്നത്, ഞങ്ങളോടുള്ള പിണക്കം നിമിത്തം. ഏതാ പെന്തക്കോസിൽ പോയതുണ്ട്, അവിടെ താമസിക്കും. കൊച്ചമ്മ വന്ന് വാരും. ഞാൻ പെട്ടിയൊക്കെ എടുത്തു. ഞാൻ മുറ്റത്തോട്ട് ഒരുങ്ങി ഇറങ്ങിയപ്പോ മൂത്ത ആങ്ങളയുടെ ഓർഡർ, ലൂസി പോകുന്നത് കൊള്ളാം, അപ്പച്ചനോട് പറഞ്ഞിട്ടേ പോകാവോളെന്ന്. അങ്ങനെ ഞാൻ പെട്ടിയൊക്കെ എടുത്തു വെച്ചു. അമ്മച്ചി ഇറങ്ങി നിന്നു, കുഞ്ഞേച്ചി ഇറങ്ങി നിന്നു, മൂത്ത ഞങ്ങളെ അവിടെ നിൽക്കുന്നു. എൻ്റെ അപ്പച്ചൻ, ഞാൻ പറഞ്ഞില്ലേ ആ ഷെഡിലാണ് ഉറങ്ങുന്നത്, എൻ്റെ അപ്പച്ചനോട് എനിക്കറിയാം പോവാന്ന് പറയുമ്പോഴേ വാക്കെത്തി എടുക്കും, പെട്ടിയും വെട്ടും, എന്നെയും വെട്ടും, അവിടെ നിൽക്കണവരെയും വെട്ടും. അങ്ങനത്തെ സ്വഭാവം എൻ്റെ അപ്പച്ചൻ്റെ. അങ്ങനെയൊക്കെ ചിന്തിച്ച് കുറെ ചെന്നിട്ട് ഞാൻ അപ്പച്ചന്റെ കയ്യിൽ ഇങ്ങനെ ശരിക്ക് ഇങ്ങനെ അടിച്ചു. അപ്പച്ചാ ഞാൻ പോവാ എന്ന് പറഞ്ഞു. അപ്പൊ അപ്പച്ചനൊന്ന് മൂളി.
രണ്ടാമത്, കാരണം എന്റെ മൂത്ത സഹോദരൻ പിന്നീട് പറയരുത് അപ്പച്ചന്റെ പെർമിഷൻ ഇല്ലാതെ പോയെന്ന് പറയരുത്. രണ്ടാമത് ഞാൻ അടിച്ചു പാസ്റ്റർ, അപ്പച്ചാ ഞാൻ പോവാ. മൂന്നാമത് എന്റെ അപ്പച്ചനെ ഞാൻ വിളിച്ചു പാസ്റ്റേ, എന്റെ അപ്പച്ചന് ഗാഢ നിദ്ര എന്ന പ്രഭാതത്തിൽ ദൈവം കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. എന്റെ അപ്പച്ചൻ എഴുന്നേറ്റില്ല. അങ്ങനെ ഞാൻ കൊച്ചമ്മയുടെ കൂടെ ഇടമലയാർ റൂട്ടിൽ ചെന്ന് ബസ്സിന് കയറി തിരുവല്ലയിൽ ചെന്നു. തിരുവല്ലയിൽ ചെന്നപ്പോ അപ്പൊ ചെറിയ കമ്മൽ ഓർണമെന്റ്സ് ഉണ്ട്. അപ്പോ ബൈബിൾ കോളേജിൽ ചെന്നു. മടത്തി പോയിട്ട് വന്നതെന്ന് പറഞ്ഞതോടുകൂടി എല്ലാവർക്കും എന്നോട് ഭയങ്കര സ്നേഹം. പ്രിൻസിപ്പളിനും സ്നേഹവും, തോമസ് സാറിനും സ്നേഹവും, അതാ പേരുക്കാവിൽ ആനിമാമയ്ക്കും സ്നേഹം, എല്ലാവർക്കും സ്നേഹം, ഭയങ്കര റെസ്പെക്റ്റും സ്നേഹവും ഒക്കെ കിട്ടുക. അങ്ങനെ പക്ഷെ ഈ ഓർണമെന്റ്സ് ഇട്ടേക്കുന്നത് കൊണ്ട് എല്ലാവരും എന്നെ ഒരു രക്ഷിക്കപ്പെടാത്ത രീതിയിലൊക്കെ എന്നെ കാണുന്നത്. എന്റെ രക്ഷ എന്ന് പറഞ്ഞാൽ ഇവരെക്കാൾക്ക് ഭയങ്കര രക്ഷ, അവരെ പറയാൻ പറ്റും. അങ്ങനെ ബൈബിൾ സ്കൂളിൽ സ്റ്റഡി തുടങ്ങി. ഞാൻ ഫസ്റ്റ് ഇയർ BTS ക്ലാസ്സിലിരിക്കുമ്പോൾ ചാക്കോ സാർ ക്ലാസ്സിൽ വന്നിട്ട് പറഞ്ഞു, ലൂസി സ്റ്റാൻഡപ്പ് എന്ന് പറഞ്ഞു. ഞാൻ എഴുന്നേറ്റു. എന്നോട് ചാക്കോ സാർ ചോദിച്ചു, ലൂസി, ചാക്കോ സാർ അമേരിക്കയിലുണ്ട് കേട്ടോ, ചാക്കോ സാർ കേൾക്കട്ടെ. ചാക്കോ സാർ എന്നോട് ചോദിച്ചു, ലൂസി ഏലിയാണോ പെണ്ണോ എന്ന് ചോദിച്ചു. ചേട്ടാ, കോതമംഗലത്ത് ഒത്തിരി ഏലി ചേട്ടത്തിമാരുണ്ട്, എന്റെ ഇടവപ്പള്ളിയിൽ തന്നെ ഉണ്ട് ഏലി വെല്ലുമ്മമാരൊക്കെ. പിന്നെ ഇത് മിനിറ്റ് ഇങ്ങനെ ചിന്തിച്ചിട്ട്, അപ്പൊ ബോയ്സ് ഒരു 40 താഴെ ബോയ്സ് റൈറ്റ് സൈഡില്, ഗേൾസും അത്രയൊക്കെ തന്നെ ഉണ്ട്. പെണ്ണ് എന്ന് പറഞ്ഞു. പെണ്ണ് എന്ന് പറയലും ബോയ്സ് ഭയങ്കര ചിരി. അപ്പൊ നിയമം പറഞ്ഞ കൂട്ടത്തിൽ വാർഡൻ പറഞ്ഞു, നമ്മൾ ബൈബിൾ കോളേജ് സ്റ്റുഡൻസ് ആരെയും പെണ്ണ ഇടിയെന്നൊന്നും പറയരുത്, ഒന്നുമല്ല സഹോദരി അല്ലെങ്കിൽ സിസ്റ്റർ ഇങ്ങനെ പറയുള്ളൂ. അപ്പൊ ഞാൻ സോറി എന്നുണ്ട്, സഹോദരി എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചിന്തിച്ച എന്തുവാ, പെണ്ണെന്ന് പറഞ്ഞതുകൊണ്ടാ ഏലി പുരോഹിതനെ കുറിച്ചായി പറയുന്നത് എന്ന് പറഞ്ഞാൽ ബൈബിൾ ഒന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു ദേവദാസിനെ. എനിക്ക് ബൈബിൾ ഒന്നും അറിയത്തില്ലായിരുന്നു. ഏതാ പള്ളിയിൽ പോകും, കുർബാന കാണും, പാട്ടുപാടും, വീട്ടിൽ പോരും, നല്ല നല്ല ജ്ഞാനമുള്ള വൈദികരൊക്കെയാണ് പ്രസംഗിച്ചിരുന്നതെങ്കിലും ഒരു വചനം പോലും എനിക്ക് ഗ്രഹിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഒരു വചനം ഞാൻ ഗ്രഹിച്ചത് എന്റെ ടീച്ചർ എന്നോട് പറഞ്ഞ വചനമാണ്. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം, ഒരു വിഗ്രഹം ഉണ്ടാക്കരുത്, മീതെ സ്വർഗത്തിലെങ്കിലും താഴെ ഭൂമിയിലെങ്കിലും, ഭൂമിക്ക് താഴെ വെള്ളത്തിലെങ്കിലുമുള്ള യാതൊന്നിന്റെയും പ്രതിമ ഉണ്ടാക്കുകയോ നമസ്കരിക്കുകയോ സേവിക്കുകയോ ചെയ്യരുത്. ഈ വചനം എനിക്ക് മനഃപ്പാഠമാണ്, വേറൊന്നും എനിക്ക് അറിയത്തില്ല. അതിനുശേഷം ക്ലാസ് കഴിഞ്ഞ് ഗ്രൗണ്ടിലോട്ട് ഇറങ്ങിയപ്പം ബോയ്സിന് കമന്റ് പറയുന്നു, ഏലിയാണോ വേണോ? അപ്പോഴും ഏതാ പിന്നെ ഓൾഡ് ടെസ്റ്റ്മെന്റ് പറഞ്ഞ അന്ന് പഠിക്കുമ്പോഴൊന്നും എനിക്ക് ഒന്നും, ചുമ്മാ കാണാപ്പാടം പഠിച്ച് മാർക്ക് മേടിക്കും. അങ്ങനെ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് ഭയങ്കര ദുഃഖമാണ് പാസ്റ്റർ. അവിടെ ബൈബിൾ സ്കൂളിൽ അന്നത്തെ ആഹാര രീതിയൊക്കെ വളരെ ലഘുവായിട്ടുള്ള ആഹാര രീതിയാണ്. 4 മണി കഴിയുമ്പോഴൊക്കെ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് നമ്മൾ വീട്ടിലാണെങ്കിൽ നല്ല കപ്പ പുഴുക്കും, കൃഷി ആയതുകൊണ്ട് ഇഷ്ടം പോലെ പഴവും എല്ലാം തിന്നാനുണ്ട് നമുക്ക് വീട്ടിൽ. സമാധാനമില്ലെങ്കിലും തിന്നാൻ ഇഷ്ടം പോലെ ഉണ്ട്. എൻ്റെ അപ്പച്ചൻ അതുപോലെ അധ്വാനിക്കുന്നത് കൊണ്ട് ബൈബിൾ സ്കൂളിൽ ഇതുകൊണ്ടോ 4 മണി കഴിയുമ്പം അയ്യോ ഒരു കട്ടൻ കാപ്പി ആണുള്ളത്. അതിന്റെ കൂടെ ഒന്നുമില്ല, ഒരു റസ്ക് പോലും ഇല്ല, എനിക്ക് മേടിക്കാൻ പൈസയും ഇല്ല. റൂമിൽ ചെന്ന പുസ്തകം വെച്ചിട്ട് ഡ്യൂട്ടി ഇല്ലാത്ത സമയങ്ങളിലൊക്കെ കരഞ്ഞ് എന്റെ വിശപ്പ് കൊണ്ട് കരയുന്ന, അല്ലാതെ ആത്മഭാരം കൊണ്ട് കരയുന്നൊന്നുമല്ല. 6:30 ആക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ടെറസിന്റെ മുകളിൽ ഒരു കോർണറുണ്ട് എനിക്ക് പ്രാർത്ഥിക്കാനായിട്ട്. ഞാൻ അവിടെ പോയി മുഴുവൻ കാലും മടക്കി ഒക്കെ പ്രാർത്ഥിക്കും. ആ കാലങ്ങളിൽ ഞാൻ ദൈവത്തോട് ഇങ്ങനെ പറയാൻ തുടങ്ങി, യേശുവേ, ഞാൻ ഇനി ആകാശത്തിലേക്ക് നോക്കിയിട്ട് ഞാൻ പറയും, യേശുവേ, നീ മരിച്ചു ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് പോയല്ലോ യേശുവേ, എന്നോട് സംസാരിക്കുക യേശുവേ, നിന്റെ ശബ്ദം എന്നെ കേൾപ്പിക്കേ. അപ്പോഴും ദൈവം സംസാരിച്ച ഒരു വ്യക്തിയെ കുറിച്ചോ ഒന്നും എനിക്ക് അറിയാൻ പാടില്ല, പഠിച്ചു വരുന്നതേ ഉള്ളൂ. അങ്ങനെ ദൈവത്തിന്റെ കരുണയാൽ പെട്ടെന്ന് പോകട്ടെ, യേശുവിന്റെ ശബ്ദം ബൈബിൾ സ്കൂളിൽ വെച്ച് ഞാൻ നേരിട്ട് കേട്ടു. അതാണ് എൻ്റെ ജീവിതത്തിന്റെ അനുഭവം. 9:30 വരെയാണ് പഠിക്കുന്ന സമയം. അതിക്ക് മുമ്പ് എൻ്റെ ജീവിതത്തിൽ ഒരു സംഭവം ഉണ്ടായി. ഒരു കൂട്ടുകാരി, എൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരി ബൈബിൾ സ്കൂളിൽ വെച്ച് തന്നെ ദൈവഹിതമല്ലാത്ത ഒരു വഴിയിലോട്ട് പോയി. അത് നിമിത്തം വാർഡൻ എന്നെ ചോദ്യം ചെയ്തു, ടീച്ചർ എന്നെ ചോദ്യം ചെയ്തു. അതെനിക്ക് ഭയങ്കര പ്രയാസമായി. അങ്ങനെ ആ ഒരു പ്രയാസത്തിലൂടെ കടത്തിവിട്ടതിന് ശേഷം ഒരു ദിവസം സ്റ്റഡി നടന്നു. 9:30 വരെയാ സ്റ്റഡി കഴിഞ്ഞ് ഞാനിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് എന്തോ എൻ്റെ പോയ കൂട്ടുകാരിയെ കുറിച്ച് ഇങ്ങനെ ഓർത്ത്, ഏകദേശം ഒരു 100 CTH DTH BTH ആയിട്ട് ഒരു 100 താഴെ ഗേൾസ് ഇരുന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ കാര്യങ്ങൾ ഓർത്ത് ഞാൻ പൊട്ടി അങ്ങ് കരഞ്ഞു ആ പഠിക്കുന്നിടത്തിരുന്ന്. അപ്പൊ വാർഡൻ എന്ന് പറഞ്ഞു, ലൂസി പഠിക്കുന്നില്ലെങ്കിൽ റൂമിൽ പൊക്കോളാൻ പറഞ്ഞു. ഞാൻ എൻ്റെ പുസ്തകമൊക്കെ എടുത്തോണ്ട് ഗേൾസ് ഡോർമെട്രിയിലെ 9-ാം നമ്പർ റൂമിൽ ഞാൻ റൂമിലേക്ക് ചെന്ന് അപ്പൊ ശരീരത്തിന്റെ ബലം നഷ്ടപ്പെട്ട് ഞാൻ ചെന്ന വഴിയാ ബെഡേ കിടന്നൊന്ന് ഉറങ്ങി. അതിനുശേഷം 9:30 സ്റ്റഡി കഴിഞ്ഞ് എല്ലാവരും സംസാരിച്ചുകൊണ്ട് റൂമിലേക്ക് കയറി വന്നപ്പോൾ എൻ്റെ ഉറക്കം പോയി. അതിനുശേഷം കുറച്ചു നേരം പ്രാർത്ഥിച്ചിട്ട് ഉറങ്ങാമെന്ന് ഓർത്ത്
ഞാൻ എൻ്റെ ബെഡിന് താഴെ മുഴങ്കാല് മടത്തി പോയതുകൊണ്ട് മുഴങ്കാല് മടക്കി പ്രാർത്ഥിക്കുന്ന, ഒത്തിരി സമയമല്ല എങ്കിലും മുഴങ്കാല് മടക്കി പ്രാർത്ഥിക്കുന്നതിനോടാണ് എനിക്ക് താല്പര്യം. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചിരുന്നു തന്നെ ഞാനൊന്ന് ഉറങ്ങി, ഇരുന്നിടത്തിരുന്നൊന്ന് ഉറങ്ങി. അതിനുശേഷം എൻ്റെ ഉറക്കം തെളിഞ്ഞതിന് ശേഷം ഉറങ്ങാമെന്നോർത്ത് എൻ്റെ ബെഡിൽ കയറി ശാന്തമായി കിടക്കുന്നു. നീണ്ടു നിവർന്ന് ഞാൻ ഉറങ്ങുവാനായിട്ട് കിടക്കുന്നു. പെട്ടെന്നാണ് സംഭവങ്ങളെല്ലാം. എനിക്ക് ആദ്യം അനുഭവപ്പെടുന്ന എൻ്റെ ബെഡിന് ചുറ്റും ഒരു തണുത്ത കാറ്റടിക്കുവാനായിട്ട് തുടങ്ങി. പെട്ടെന്ന് ഞാൻ ഇങ്ങനെ ഓർത്തു, അയ്യോ ഇതെന്നെ എൻ്റെ ബെഡിന് ചുറ്റും തണുത്ത കാറ്റടിക്കുന്നത് എന്നോർത്തു. ഇങ്ങനെ കിടക്കുമ്പോൾ എൻ്റെ ശരീരത്തിന്റെ പുറമെയുള്ള പ്രവർത്തനങ്ങളെല്ലാം നിലച്ചു. കണ്ണ് തുറക്കാൻ നോക്കുന്നു, കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല. സ്തോത്രം പറയാൻ നോക്കിയപ്പോൾ അങ്ങ് വായ പ്രവർത്തിക്കുന്നില്ല, കൈ അനങ്ങുന്നില്ല, കാലനങ്ങുന്നില്ല. എൻ്റെ പുറമെയുള്ള അവയവങ്ങളുടെ പ്രവർത്തനങ്ങളെല്ലാം നിലച്ചു. ഇങ്ങനെ കിടക്കുമ്പോൾ എൻ്റെ അപ്പച്ചൻ ഒരു ദിവസം എന്നോട് ഇങ്ങനെ പറഞ്ഞായിരുന്നു, ഞാൻ നിന്റെ അപ്പനും അല്ല, നീ എൻ്റെ മോളും അല്ല. അതായത് കത്തോലിക്ക സഭയിൽ നമ്മളെ ഇറങ്ങി തിരിച്ചതിന്റെ അപ്പനൊക്കെ കൊണ്ടല്ല. അത് അപ്പച്ചനെ എന്നെ ഭയങ്കര ഇഷ്ടമാണ്, എനിക്കും അപ്പച്ചനെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് അമ്മച്ചേക്കാളും ഇഷ്ടം എൻ്റെ അപ്പച്ചനെയാണ്. ഞാൻ എൻ്റെ വീട്ടിലെ ഏറ്റവും ഇളയതാണ്. പക്ഷെ നമ്മൾ ഈ ദൈവത്തെ അന്വേഷിച്ചുള്ള ഇറങ്ങിത്തിരക്കിലൂടെ ഉണ്ടായ സംഭവങ്ങളാണ് ഇതെല്ലാം. ഞാനിങ്ങനെ കിടക്കുമ്പോൾ പെട്ടെന്ന് ഹാർട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഞാൻ ചിന്തിക്കുന്നു, സ്ട്രോങ് ആയിട്ടൊരു ചിന്ത, ദൈവമേ ഞാൻ തളർവാദ രോഗിയായി, ഇനി എൻ്റെ അപ്പച്ചൻ എന്നെ പറ്റി എന്ത് പറയും? ഈ ഒറ്റ ചിന്ത അതങ്ങ് കഴിയുകയും ലെഫ്റ്റ് സൈഡില് ഞാൻ കേൾക്കുന്നു, മകളെ ഞാനാകുന്നവൻ ഞാനാകുന്നു. ഈ ശബ്ദമാണ് കേൾക്കുന്നത്. അതോടുകൂടി ഒരു ദൈവം എന്നൊരു ഭീതി. പിന്നെ അതാണ് ശരീരത്തിലേക്ക് ദൈവ ഭയം അങ്ങോട്ട് വ്യാപരിച്ചു. ഇങ്ങനെ ഞാൻ കിടക്കുമ്പോൾ റൈറ്റ് സൈഡിൽ നിന്ന് പതുക്കെ ദൈവം സംസാരിക്കാൻ പോകുന്നു. 2 പ്രാവശ്യം. അപ്പൊ അതും കൂടെ കേട്ടപ്പോൾ ഞാൻ ഭയപ്പെടുകയാണ്. എൻ്റെ ഹൃദയത്തിൽ ഭയപ്പെടുന്നു. ഹൃദയത്തിൽ ഭയപ്പെട്ടുകൊണ്ട് ഞാനിങ്ങനെ ചിന്തിക്കുന്നു, ദൈവമേ, ദൈവം സംസാരിക്കാൻ പോകുന്നോ? ദൈവം സംസാരിച്ചാൽ അത് എങ്ങനെയായിരിക്കും എന്നെൻ്റെ ഹൃദയത്തിൽ ചിന്തിക്കുന്ന സമയത്ത് ഇതുപോലെ ഭിത്തികൾ തമ്മിൽ കൂട്ടിമുട്ടുന്ന ആ കോർണറിൽ നിന്ന് പിന്നെ കേൾക്കുന്നത് 3 ഇടിയുടെ ശബ്ദമാണ്. 3 ഇടി എന്ന് പറഞ്ഞാൽ ഞാൻ അതുപോലൊരു, ജനിച്ചതിന് ശേഷം ഒത്തിരി ഇടിയുടെ ശബ്ദം കേട്ടിട്ടുണ്ട്, പക്ഷെ അതുപോലൊരു ഇടിയുടെ ശബ്ദം കേട്ടിട്ടില്ല. ഇടി എന്ന് പറഞ്ഞാൽ നമ്മൾ മരിക്കുകയാണ്. ആദ്യത്തെ ഇടി വെട്ടപ്പം മരിച്ചു എന്നാണ്. 3ാമത്തെ ഇടി വെട്ടിത്തീരുകയും പുരുഷ സ്വരത്തിൽ എന്നോട് ചോദിക്കുന്നു, മകളെ നിന്റെ ആത്മീയ ആരാധന എവിടെ എന്നൊരു ചോദ്യം. അപ്പൊ ഞാൻ ബൈബിൾ സ്കൂളിൽ വന്നെങ്കിലും എനിക്ക് അന്യഭാഷയൊന്നുമില്ല. ബൈബിൾ സ്കൂളിലെ ആരാധന എന്ന് പറഞ്ഞാൽ ഗേൾസ് ഡോമറ്ററിയിലും അതുപോലെ ക്ലാസ് കഴിയുമ്പം ഭയങ്കര എല്ലാവരും ആരാധിക്കുമ്പോൾ എനിക്ക് അന്യഭാഷയില്ല. ശക്തിയുണ്ട്, ആ ശക്തി മാത്രം. അതുകൊണ്ട് എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. ആ സങ്കടം എൻ്റെ ദൈവം അന്ന് രാത്രി തീർത്തു. ദൈവശബ്ദം കേട്ടു, ഞാൻ കിടന്നു, ഞാൻ ഉറങ്ങി. എന്ത് സംഭവം ഉണ്ടായാലും ഉടനെ എൻ്റെ ദൈവം ഉറക്കും. അന്നും ഉറക്കും, ഇന്നും ഉറക്കും. സംഭവങ്ങളൊക്കെ ഒത്തിരി കടന്നുപോയിട്ടുണ്ട് പാസ്റ്ററെ. അവിടെ എല്ലാം ദൈവത്തിന്റെ മഹാകരുണയും കൃപയും അത് ഇന്ന് വരെ എന്നെ പിന്തുടർന്നുകൊണ്ടേയിരിക്കുന്നു. മാനുഷികമായ യോഗ്യതകളൊന്നും അല്ല. ദൈവം എന്നെ കണ്ടു, ദൈവം എന്നെ തിരഞ്ഞെടുത്തു. ദൈവശബ്ദം കേട്ട് ഞാൻ കിടന്നുറങ്ങി. 5 മണിക്കാണ് മോർണിംഗ് പ്രയറിന് ബെല്ലടിച്ചപ്പോൾ ചാടി എഴുന്നേറ്റു. എനിക്ക് പ്രയർ ഹോളിലേക്ക് പോകാൻ പോകുന്നില്ല, കാരണം ദൈവശബ്ദം കേട്ട് എൻ്റെ ശരീരം ഇങ്ങനെ വല്ലാത്ത അവസ്ഥയായിരുന്നു. അപ്പൊ ഞാൻ എൻ്റെ ബെഡിൽ തന്നെ ഇങ്ങനെ ഇരിക്കുകയാണ്, കാല് താഴേക്കിട്ട് ഇങ്ങനെ ഇരിക്കുക. അപ്പൊ ജെസ്സി, ഇന്ന് അവൾ എവിടെയാണെന്ന് എനിക്കറിയത്തില്ല, ഈ സാക്ഷി അവൾ കേൾക്കാൻ ഇടയായി തീരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ജെസ്സി ഓടി വന്ന് എൻ്റെ കൈക്ക് പിടിച്ചു ചോദിച്ചു, ലൂസ്മാമേ, രാത്രി ലൂസ്മാമയുടെ ദൈവം ഇടപെട്ടു അല്ലേ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പതുക്കെ ചോദിക്കുക, മോളെ ഇടിവെട്ടി ശബ്ദം നീ കേട്ടോ എന്ന്. അപ്പൊ എന്നോട് പറയാ, ലൂസ്മാമ ഇടിവെട്ടി ശബ്ദം ഞാൻ കേട്ടില്ല, ലൂസ്മാമയുടെ ദൈവം ഇടപെടുന്ന ഒരു വെളിപ്പാട് കിട്ടിയെന്ന്. അഥവാ എൻ്റെ അഹങ്കാരം നിമിത്തം ഇടിവെട്ടിന്റെ ശബ്ദം അഥവാ ഞാൻ മറന്നാലും ജെസ്സി പറഞ്ഞ വാക്ക് വിട്ട് എനിക്ക് പോകാൻ പറ്റത്തില്ലല്ലോ. എൻ്റെ ദൈവം എന്നെ ഉറപ്പിച്ചു. അന്ന് രാവിലെ ഞാനും മുഴങ്കാലും അടക്കി. ഇന്ന് പാപ്പസ്തോനായ പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഈ അത്യന്ത ശക്തി എന്തെന്ന് ഞാൻ
എന്തെന്നറിയേണ്ടതിന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ തിരുവചനത്തോട് ചേർന്ന് പരിശുദ്ധാത്മാവിന്റെ ശക്തി എന്റെ മൺകൂടാരങ്ങളിലേക്ക് ഇറങ്ങി. അല്ലെ, ഞാൻ കൈയടിച്ച് മോർണിംഗിൽ പ്രയർ ഹോളിൽ ആരാധിക്കുന്നതോടൊപ്പം ഞാൻ മുഴങ്കാലിൽ നിന്ന് ആരാധിക്കുവാനായിട്ട് തുടങ്ങി. അന്യഭാഷ പറഞ്ഞു എന്റെ ശരീരത്തിന്റെ ബലം നഷ്ടപ്പെട്ട് ആത്മീയരാധനയുടെ പൂർണ്ണത അന്ന് രാവിലെ എന്റെ ശരീരത്തിൽ വെളിപ്പെടുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അന്യഭാഷ പറയുന്ന ശരീരത്തിന് വെയിറ്റ് ഇല്ല, ഒരു കരിയില കാറ്റിൽ പറക്കുന്ന പോലെ ഞാൻ ആത്മനിറവിലായി. അതോടുകൂടെ ചില കൃപാവര ശുശ്രൂഷകളും ദൈവം എനിക്ക് തന്നു. പ്രവചനം, രോഗികളുടെ മേൽ കൈവച്ചാൽ സൗഖ്യമാകും, ഭൂതങ്ങൾക്ക് എന്റെ മുൻപാകെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായി. അങ്ങനെ ഒത്തിരി എന്റെ ദൈവം എന്നെ ഉപയോഗിച്ചു. രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ വളരെ ശാന്തമായി തന്നെ കരം വെച്ച് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. തലയിൽ കൈവയ്ക്കത്തില്ല, ശരീരത്തിൽ എവിടെയെങ്കിലും കൈവച്ച് പ്രാർത്ഥിക്കും. ആമേൻ പറയുമ്പോൾ സൗഖ്യമാണ്. അങ്ങനെ എന്റെ ദൈവം എന്നെ ആ കാലങ്ങളിൽ ഭയങ്കരമായിട്ട് ഉപയോഗിച്ചു. പ്രവചനം പറയും. പ്രവചനം അതുവരെ ഞാൻ ഗേൾസ് ഡോമിറ്ററി പോലും ആരും പ്രവചിക്കുന്നത് ഞാൻ കേട്ടിട്ടില്ല വാസ്റ്ററെ. എന്ന് കേട്ടിട്ടുണ്ടെങ്കിലല്ലേ നമുക്കൊന്ന് ഇതെന്തുവാന്ന്. ചാപ്പൽ സർവീസിനും ആരും വന്ന് ആരുടെയും തലയിൽ കൈവച്ച് ഇങ്ങനെ പ്രവചിക്കുന്നു ഞാൻ കണ്ടിട്ടില്ല ആ സമയം വരെ. അതിനുശേഷം അഭിഷേകം പ്രാപിക്കാത്ത, ടെറസിന് മുകളിലാണ് ഞങ്ങളുടെ കൂട്ടായ്മ, അഭിഷേകം പ്രാപിക്കാത്തവരൊക്കെ എൻ്റെ ചുറ്റും വന്നിരിക്കും, ആരാധിക്കും. അപ്പൊ ഇങ്ങനെ പറയും, എന്നോട് പറയാം, അമ്മേ എനിക്ക് അഭിഷേകം പ്രാപിക്കാൻ പ്രാർത്ഥിക്കണം. എവിടെയെങ്കിലും ഈ കയ്യേലോ ഈ മുട്ടയിലോ എവിടെയെങ്കിലും കൈ വെക്കും, ഓട്ടൻ അന്യഭാഷയാണ്, കേട്ട് പൊട്ടി. അത് എങ്ങനെ അഭിഷേകം പ്രാപിച്ചവരൊക്കെ ലോകത്തിന്റെ പല സ്ഥലങ്ങളിലും ഉണ്ട് കേട്ടോ വാസ്റ്റേ, പല സ്റ്റേറ്റുകളിലും പല രാജ്യങ്ങളിലൊക്കെ ഉണ്ട്. സ്തോത്രം ചെയ്യുന്നു. അന്ന് പ്രവചനം പറഞ്ഞതിന്റെ ഫുൾഫിൽമെന്റ് ഇന്ന് നടന്നതിനെ കുറിച്ച് ഭയങ്കരമായ സംഭവങ്ങളുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്റെ കൂട്ടുകാരി ശലോമി, അവൾ ഗുജറാത്തിൽ പ്രവർത്തിക്കുന്നു. അവൾക്ക് അലർജിയെ, ഉച്ച കഴിയുമ്പോൾ അവൾക്ക് അലർജിയാണ്, ശരീരം മൊത്തം നല്ല സുന്ദരി, നല്ല കളറുള്ള ആണ്. അപ്പൊ അവളിങ്ങനെ അലർജി ആയി കഴിയുമ്പോൾ ഇങ്ങനെ ശരീരം അങ്ങോട്ട് പൊങ്ങി. എന്നിട്ട് സാഹിബിന്റെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പം പറഞ്ഞു പറ്റത്തില്ല, കൊണ്ടുപോകാൻ പറഞ്ഞു. അവൾക്ക് മരുന്ന് വലിക്കാത്ത അവസ്ഥയായി. അപ്പൊ ഡോക്ടർ എബ്രഹാം ഫിലിപ്പ് പറഞ്ഞു, ഇവിടെ പറഞ്ഞു വിട്ടേക്കാൻ പറഞ്ഞു, വീട്ടിലേക്ക് വിട്ടേക്കാൻ പറഞ്ഞു. ശലോമിക്കാണെങ്കിൽ വീട്ടിൽ പോകാൻ ഇഷ്ടമല്ല, വീട്ടിൽ ഭയങ്കര ദാരിദ്ര്യം. അവൾക്ക് ഇവിടത്തെ ഫുഡ് കിട്ടി ജീവിക്കാന്ന് ഓർത്ത് അവളിങ്ങനെ സുന്ദരിയാണെങ്കിലും വീട്ടിൽ ഭയങ്കര ദാരിദ്ര്യം. അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞു, ലൂസി ഒന്ന് എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുന്നു പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഫ്രീ ആയി കിടക്കുന്ന റൂമിൽ ചെന്ന് മുഴങ്കാലും മടക്കി ഞാനിങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ശലോമിനോട് ചോദിക്കുക, എടി നീ ഫെയർ ആൻഡ് ലവ്ലി ഉപയോഗിക്കുവോ എന്ന് ചോദിച്ചു. ഉപയോഗിക്കും ലൂസി. നീ കാരണം ഇവള് ഭയങ്കര സുന്ദരിയാ, ഭയങ്കര കളറാ, ഇവള് ഭയങ്കര ദാരിദ്ര്യം, എന്തോ ദൈവത്തിന് ഫെയർ ആൻഡ് ലവ്ലി ഉപയോഗിക്കുന്നതിന്റെ എല്ലാ ദൈവത്തിന് എന്തോ തോന്നി. ഞാൻ പറഞ്ഞു, നീ അത് പോയി എടുത്തോണ്ട് വരാമെന്ന് ചോദിച്ചു. അവള് പോയി എടുത്തോണ്ട് വന്നൊരു വലിയ കോൾഗേറ്റിന്റെ പേസ്റ്റ് പോലെ. സത്യം പറഞ്ഞാൽ അന്ന് എനിക്ക് ഫെയർ ആൻഡ് ലവ്ലി എന്നാന്ന് ഞാൻ പഠിച്ചു വരുന്നത്, ദൈവാത്മാവ് ഫെയർ ആൻഡ് ലവ്ലി എന്ന് പറഞ്ഞതാ, അല്ലാതെ എനിക്ക് അതിന് ശേഷമായി ഫെയർ ആൻഡ് ലവ്ലി എന്നാന്ന് ഞാൻ അപ്പോഴെടുത്തു. ഞാൻ പറഞ്ഞു, ശലോമി നീ അത് കൊണ്ടുപോയി വേസ്റ്റ് വഴി കൊണ്ടുവന്നിട്ടിട്ട് വന്നിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇവളത് കൊണ്ടുപോയി വേസ്റ്റ് വഴി കൊണ്ടുവന്നിട്ടിട്ട് വന്നു. ഞങ്ങൾ രണ്ടുപേരും പ്രാർത്ഥിച്ചു. ആമേൻ, അവൾക്കൂടെ അലർജി പോയി. അതിനുശേഷം അവളോട് ദൈവം പ്രവചനാത്മാവിൽ ആലോചന പറയുകയാണ്, വിവിധ ഭാഷക്കാരുടെയിൽ ഞാൻ നിന്നെ അയക്കും, രാജ്യങ്ങളിൽ ഞാൻ നിന്നെ അയക്കും. അത് ഇതെന്തുവാ രാജ്യം എന്നാന്ന് പോലും എനിക്ക് ശരിക്കറിയത്തില്ല, ആത്മാവ് തരുന്ന നമ്മളെ പറയുന്നതൊക്കെ. ഈ ഗുജറാത്തിൽ നിന്ന് ദൈവം അവളെ അതിനുശേഷം ഗുജറാത്തിൽ അയച്ചു. ഇന്ന് അവള് ഭയങ്കര ഉന്നത നിലവാരത്തിലാണ്. അവള് പല സ്റ്റേറ്റുകളിൽ ശുശ്രൂഷയ്ക്ക് പോയി, പല രാജ്യങ്ങളിൽ ശുശ്രൂഷയ്ക്ക് പോയി. ദൈവം നമ്മളെ മാനിച്ചു. കഴിഞ്ഞിടയ്ക്ക് മരിച്ച ജാനറ്റ്, അവള് നോർത്ത് ഇന്ത്യയിലാണ്. ജാനറ്റിന് ഇതുപോലെ ഈ കാലിന്റെ അസ്ഥി ഒന്ന് പെട്ടയ്ക്കും. ഇങ്ങനെ ചില സമയത്ത് ഈ നമ്മളിങ്ങനെ ഒത്തിക്കി പിടിച്ചാലും നമ്മുടെ കൈ ഇങ്ങനെ തെറിപ്പിക്കും, അതുപോലെ അവസ്ഥ. അതിന് പെട്ടെന്ന് പറയട്ടെ, ഒരു ദിവസം അന്ന് ഞാൻ പഠിപ്പിക്കുവാണ്, ഞാനും മേരി അമ്മണിയും ഞങ്ങൾ മൂന്നുപേരും കൂടെ തീരുമാനിച്ചു നമുക്ക് ജാനറ്റിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ് ഞങ്ങളുടെ റൂമിലേക്ക് കൊണ്ടുവന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കാം രാത്രി. അയ്യോ, ആത്മതോളം ഞങ്ങളുടെ ശരീരത്തിലേക്ക് അങ്ങ് വെളിപ്പെട്ടു എന്ന് പറഞ്ഞാൽ ശരീരം പൊട്ടിത്തെറിച്ചു പോകുന്ന ആത്മവ്യാപാരം അമ്മയുടെ മേലും മേരിയുടെ മേലും എൻ്റെ മേലും വ്യാപരിച്ചിട്ട് ഞങ്ങൾ ഈ ജാനറ്റിനെ കാര്യം വെളിപ്പെട്ടു. ആ വെളിപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ 4 പേരും ചേർന്നങ്ങ് അത്സിച്ചു ആ ശക്തിയെ. 12-ന് ശേഷമാണ് ജാനറ്റിനെ അത് ബാധിച്ചുകൊണ്ടിരുന്നത്. ശാസിച്ചു, ജാനറ്റ് സൗഖ്യമായി. അതിനുശേഷം ജാനറ്റിനോട് ഇതുപോലെ പറയുക, എനിക്ക് അന്നങ്ങനെ ശരിക്കും ഒന്നും പറയാനൊന്നും അറിയത്തില്ല പാസ്റ്ററെ, ദൈവാത്മാവ് തരുന്ന ഞാനങ്ങ് പറയുക, നിന്നെ ഇതുപോലെ വിവിധ രാജ്യങ്ങൾ, സ്റ്റേറ്റുകൾ, ഭാഷക്കാരുടെ അയക്കുന്നു പറഞ്ഞ് പ്രവചനം പറയുകയാണ്. അതെല്ലാം സംഭവിച്ചു പാസ്റ്ററെ. അവള് മരിച്ചു എങ്കിലും അവള് നന്നായിട്ട് ദൈവത്തിന്റെ നാമത്തിന് വേണ്ടി പ്രവർത്തിച്ചതിന് ശേഷം കഴിഞ്ഞിടയ്ക്ക് ജാനറ്റ് നിത്യതയിലോട്ട് പോയി. അങ്ങനെ ഒത്തിരി അനുഭവങ്ങളുണ്ട്, ഇന്ന് പറഞ്ഞാൽ തീരത്തില്ല.
അങ്ങനെ ബൈബിൾ സ്കൂളിലുണ്ടായ അനുഭവമൊക്കെ അതാണ്. അതിനുശേഷം ഗ്രാജുവേഷൻ വന്നപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് എല്ലാം ഓരോ ഗ്രൂപ്പിലൊക്കെ ചേരുവായി. എനിക്കിതൊന്നും ചേരാൻ പറ്റത്തില്ല. കാരണം അപ്പച്ചനെ മൂത്താങ്ങളോടൊക്കെ ചോദിക്കാതെ എനിക്ക് എന്തോ ചേരാൻ കരച്ചിൽ മാത്രം. ഞാൻ ഇങ്ങോട്ട് പോകും. ചർച്ചിന്റെ മുകളിൽ എനിക്കൊരു കോർണർ ഉണ്ട് പ്രാർത്ഥിക്കാനായിട്ട്. അവിടെ പോയിരുന്നു ഇങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞ കർത്താവേ. ഗ്രാജുവേഷന് ചില ദിവസങ്ങൾക്ക് മുൻപ് പ്രിൻസിപ്പൾ എന്നെ റൂമിൽ വിളിച്ചിട്ട് പറഞ്ഞു, ലൂസിയെ സ്ഥാപനത്തിൽ എടുത്തിരിക്കുന്നു, ലൂസി പോകണ്ടെന്നു. ഞാൻ എന്നെ ആ സ്ഥാപനത്തിൽ എടുത്തു. ഗ്രാജുവേഷൻ സമയത്തുണ്ടായ അത്ഭുതം. എൻ്റെ മൂത്ത സഹോദരൻ ചെറുതായിട്ട് മദ്യപിക്കും, പുകവലിക്കും. ഗ്രാജുവേഷൻ സമയത്ത് എൻ്റെ മൂത്ത ആങ്ങളെ പറഞ്ഞു, ലൂസി സാരിയൊക്കെ ഞാൻ മൂത്ത ആങ്ങളെ കൊണ്ടുവന്നോളാം. അപ്പൊ എൻ്റെ മൂത്ത ചേച്ചി തയ്യക്കാരിയാ, ചേച്ചിയാ ബ്ലൗസ് തയ്ക്കുന്നത്. അപ്പൊ കൊണ്ടുവന്ന് നീ വിഷമിക്കണ്ടെന്ന് പറഞ്ഞു. ഗ്രാജുവേഷൻ അപ്പൊ 9 മണിക്ക് എന്നെ റാലി ഇറങ്ങുമ്പോൾ പാട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞേക്കുന്നത് എന്നോടാണ് പ്രിൻസിപ്പൾ. ഹാവ് ദൈൻ ഓൺ വേ എന്നുള്ള പാട്ട് സ്റ്റാർട്ട് ചെയ്യണം. 9 മണിയാ കഴിഞ്ഞു. മൂത്ത സഹോദരനെ കാണുന്നില്ല. എല്ലാവരും ഒരുങ്ങി, പുതിയ സാരിയെ കൊടുത്തു. ഒരുങ്ങാവുന്നതിന്റെ അപ്പുറം എല്ലാവരും ഒരുങ്ങി. എനിക്ക് സാരിയില്ല. ഞാൻ പെട്ടെന്ന് താഴെ സിറ്റി മാസാറിന്റെ കോട്ടേഴ്സിൽ ഓടി ചെന്നിട്ട് പറഞ്ഞു, അമ്മ എനിക്കൊരു സാരി തട്ടാം എന്ന് പറഞ്ഞു. വെള്ള സാരി തന്നു. ഞാൻ ഓടി വന്നൊക്കെ ഉടുത്തു വെച്ചു. ഉടുത്തപ്പോ സാരിക്ക് ഒരു കളറ്, ബ്ലൗസിന് വേറൊരു കളറ്. എനിവേ അതിനുശേഷം ഓടി വന്ന് ഹൗ ദൈൻ വൺ വേ തുടങ്ങി. റാലി ചെന്ന് ചാപ്പലിൽ ചെന്ന് 3 സെക്ഷൻ DTH, CTH, BTH ഗ്രാജുവേറ്റ്സ് എല്ലാം ഇരുന്നു. ഞാൻ ഫ്രണ്ടിലുള്ള അരികിലുള്ള കസേരയിരുന്നു. എല്ലാവരും കരയാതൊക്കെ ഇരിക്കുകയാണ്. എൻ്റെ കണ്ണിൽ നിന്ന് ഞാൻ കരഞ്ഞു. അന്ന് കൊച്ചു പ്രായമല്ല. എൻ്റെ സഹോദരന് സാരി കൊണ്ടുവന്നില്ലല്ലോ. ആ വിഷമം കൊണ്ട് ഞാൻ കരഞ്ഞ് ഇങ്ങനെ ഇരിക്കുമ്പോൾ ചില അവാർഡുകളൊക്കെ എനിക്ക് കിട്ടി. കോളേജ് ഗ്രൗണ്ടിൽ ഏറ്റവും നന്നായിട്ട് വർക്ക് ചെയ്ത സിസ്റ്റർ PR ലൂസി. പിന്നെ സുവിശേഷീകരണത്തിൽ മുൻപോട്ട് നിന്നത് എനിക്ക് ഒരു ബുക്ക് അതും മേടിച്ചുകൊണ്ടൊന്ന് മടിയിൽ വെച്ചു. എനിക്ക് ഫസ്റ്റ് കിട്ടി. അതും മേടിച്ച് മടിയിൽ വെച്ചു. അപ്പൊ ഗ്രാജുവേഷൻ എന്ന് പറഞ്ഞ പ്രോഗ്രാം ഒക്കെ നേരത്തെ പറഞ്ഞിട്ടല്ലേ ഗ്രാജുവേഷൻ ശരിയാക്കുന്നത്. ഇത് കഴിഞ്ഞ് ഇങ്ങനെ കരഞ്ഞിരിക്കും. അപ്പൊ എന്റെ മൂത്താങ്ങളെ വന്ന് ഇരിപ്പുണ്ട്. മൂത്താങ്ങളെ താമസിച്ചാടയിലും ഒക്കെ വന്ന് അവിടെ വന്ന് ഇരുന്നു. എബ്രഹാം ഫിലിപ്പ് എഴുന്നേറ്റിട്ട് പറഞ്ഞു, കഴിഞ്ഞ 3 വർഷം അനേക കുട്ടികൾ പഠിച്ചെങ്കിലും അവരിൽ നിന്നൊക്കെ തികച്ചും വ്യത്യസ്തമായി ജീവിച്ച ഒരു കുട്ടിയുടെ ഉണ്ട്, സിസ്റ്റർ PR ലൂസി. ഇപ്പൊ മുൻപോട്ട് വന്നത് എന്റെ സാക്ഷ്യം പറയുന്നു പറഞ്ഞു. അപ്പൊ എന്തോ അവിടെ ചെന്ന് ഇതുപോലെ കരഞ്ഞ് പ്രിൻസിപ്പളിനെ പറ്റിയും തോമസ് സാറിനെ പറ്റിയൊക്കെ എന്തൊക്കെയോ പറഞ്ഞു. ആ വാക്കുകളാണ് എൻ്റെ സഹോദരന്റെ മാനസാന്തരത്തിന് കാരണമായത്. എൻ്റെ സഹോദരൻ ഓഡിറ്റോറിയത്തിൽ ഇരുന്ന് യേശുവിന് വേണ്ടി ജീവിക്കുവാനായിട്ട് തീരുമാനിച്ചു. ഗ്രൗണ്ടിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങിയപ്പോ എൻ്റെ സഹോദരൻ എനിക്കറിയത്തില്ല എന്തോ സ്നേഹം എന്നെ എടുത്തുകൊണ്ടുപോകാൻ തുടങ്ങിയാണ്. അതിനുശേഷം സായിപ്പ്മാരൊക്കെ അന്ന് മീറ്റിങ്ങിനുണ്ട്. അപ്പൊ ഓഫീസിൽ ചെന്നപ്പോ തന്നെ എല്ലാവരും സിസ്റ്റർ PR ലൂസിയുടെ ബ്രദർ എന്നൊക്കെ പറഞ്ഞ് എനിക്ക് എന്തോ ഒരു യോഗ്യതയില്ല വാസ്. ദൈവം പകർന്ന കൃപ, ദൈവം പകർന്ന ആത്മശക്തി, നാം ചോദിക്കുന്നതിലും നിരയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ദൈവശക്തി. അതിനുശേഷം കോളേജിൽ നിന്ന് പോന്നു. പിന്നെ കോളേജില് 84 തൊട്ട് 90 വരെ കോളേജിൽ ഉണ്ടായിരുന്നു. അപ്പൊ ഓരോരുത്തരെയും വിവാഹങ്ങൾ നടക്കുകയാണ്. എല്ലാം സുന്ദരി സഹോദരിമാരല്ലേ. എൻ്റെ ചിന്ത, എന്നെ ആര് വിവാഹം കഴിക്കും? എനിക്ക് വിവാഹമൊന്നുമില്ല. അപ്പൊ എൻ്റെ കൂട്ടുകാരിമാരുടെ കമന്റ് പറയും, നിങ്ങൾക്കൊക്കെ നല്ല ചെറുക്കന്മാരെ കിട്ടും, എനിക്കൊന്നും നല്ല ചെറുക്കനെയൊന്നും കിട്ടത്തൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പൊ എൻ്റെ കൂട്ടുകാരി അപ്പടെ പറഞ്ഞു, ലൂസി ഇങ്ങനെ പറയുന്നുണ്ട്, ലൂസിക്കായിരിക്കും ഏറ്റവും നല്ല ചെറുക്കൻ എന്നൊക്കെ പറയും. ദൈവത്തിന്റെ മഹാകരുണയാൽ പാസ്റ്റർ എനിക്കും ആലോചന വന്നു. പത്തനാപുരത്ത് നിന്ന് ആലോചന വന്നു. വീട്ടിൽ വന്നപ്പോഴും എൻ്റെ ചിന്ത ഇഷ്ടമല്ലെന്ന്. കാരണം കളർ കുറവാണ്, ഒന്നും ഇല്ല, കളർ കുറവാണ്. അപ്പം ഇവരിങ്ങനെ കണ്ടിട്ട് പോകും, എന്നിട്ട് പിന്നെ വേണ്ടെന്ന് പറയും. ഇതൊക്കെയാണ് ചിന്ത. അപ്പൊ അച്ഛനും അമ്മയും വന്നു, പൊന്നച്ചാനും സുശീലമ്മ അമ്മയും പാസന അറിയാലോ വന്നു. ഇങ്ങനെയൊക്കെ ചോദിച്ചു പറഞ്ഞ് ഇറങ്ങാൻ നേരത്തെ എൻ്റെ അമ്മ പത്തനാപുരത്ത് അമ്മ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ തൊട്ട് പറഞ്ഞു, മക്കളെ ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ ആ മക്കളെ ഇവര് പോയി കഴിഞ്ഞപ്പോ ഞാനിങ്ങനെ ചിന്തിക്കുന്നു, അമ്മ എന്നെ മക്കളെ എന്ന് വിളിച്ചല്ലോ, അപ്പൊ വിവാഹം നടക്കുമായിരിക്കും. ആ മാതാവിന്റെ അനുഗ്രഹം എൻ്റെ വിവാഹ ജീവിതത്തിന്റെ ആരംഭം തൊട്ട് അതിങ്ങനെ പിന്തുടർന്നുകൊണ്ടേ ഇരിക്കുക. സ്തോത്രം ചെയ്യുന്നു, കരയുകയും. അതിനുശേഷം പിന്നെ ശുശ്രൂഷയിലായിരുന്നു. അസംബ്ലീസ് ബോർഡിന്റെ പല സ്ഥലങ്ങളിൽ താമസിച്ച്
ശുശ്രൂഷ ചെയ്തു. ദേവദാസിന് എൻ്റെ ഹസ്ബൻഡ് പാസ്റ്റർ ബാബു ജോർജിന് ശക്തമായിട്ട് കരങ്ങൾ ഉപയോഗിച്ചു. അപ്പൊ ശുശ്രൂഷ തുടങ്ങുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ അച്ഛൻ ഒരു ചെറിയ പുസ്തകമൊക്കെ എഴുതിയിട്ടുള്ളൂ. പക്ഷെ എനിക്കെന്ന് പറഞ്ഞാൽ എൻ്റെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നല്ലൊരു ഡ്രസ്സും ഇല്ല, ടോംസമോന് പാൽ കൊടുക്കാൻ ഒരു പാൽക്കുപ്പി പോലും നല്ലതില്ലാത്ത ആ കാലഘട്ടത്തിൽ എൻ്റെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അങ്ങ് വിശ്വാസത്തോടെ അങ്ങ് അവകാശമാക്കി പ്രാർത്ഥിച്ചതെല്ലാം പിന്നത്തേതിൽ ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ട് തന്നു. ദേവദാസിനെ കരങ്ങൾ ഉപയോഗിക്കുവാനും നല്ല പ്രസംഗിതനാക്കുവാനും എല്ലാ വിഷയം ഓർത്ത് പ്രാർത്ഥിച്ചതുപോലെ പാസ്റ്റർ ബാബു ജോർജിനെ ദൈവം അനുഗ്രഹിച്ചു. പുസ്തകങ്ങൾ പിന്നീട് ധാരാളമായിട്ട് എഴുതി. ആ പുസ്തകങ്ങൾ മുഖാന്തരം ഒത്തിരി പേര് രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു. പ്രസംഗിക്കാനുള്ള വരം സ്തോത്രം ചെയ്യുന്നു. പാസ്റ്ററിന് അറിയാമല്ലോ, ദൈവം ഒത്തിരി ഇടങ്ങളില് പ്രസംഗിക്കാൻ ദൈവം ഉപയോഗിച്ചു. അനേക ദേവദാസന്മാരെ അതിനായിട്ട് കരങ്ങളിൽ ഉപയോഗിച്ചു. സ്തോത്രം ചെയ്യുന്നു. ദേവദാസനെ ഉയർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് അത്രമാത്രം സ്നേഹം. അതുപോലെ പെനിയിൽ ബൈബിൾ സെമിനാരിയിൽ പഠിപ്പിക്കാനായിട്ട് അവസരം ലഭിച്ചു. അതൊക്കെ ദൈവം ചെയ്ത ഒരു മഹാ അത്ഭുതങ്ങളാണ്. നീണ്ട വർഷം പെനിയിൽ ബൈബിൾ സെമിനാരിയിൽ ദൈവത്തിന്റെ വചനം പഠിപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം ചെയ്ത എല്ലാ നന്മകൾക്ക് ഉപകാരങ്ങൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഇപ്പോൾ നെടുമ്പാശ്ശേരിയിലായിരിക്കുന്നു. ഇവിടെ വന്നതിന് ശേഷവും ഞങ്ങൾ വളരെ ഒരു ഇല്ലായ്മയല്ല, മക്കന്റെ ശുശ്രൂഷയിലേക്കൊക്കെ പോയപ്പോ ദൈവം നമുക്ക് തന്ന ഒരു ചെറിയ ധനം നമ്മുടെ കയ്യിലുണ്ടായിരുന്നു. അത് വെച്ചുകൊണ്ട് തന്നെ സ്ഥലം വാങ്ങുവാനും വീട് വെക്കുവാനും ദൈവമായ കർത്താവ് കരുണ ചെയ്തു. നമ്മുടെ ഈ വീട്ടിലുള്ള ഞാൻ ഇരിക്കുന്ന ആ ഹോളിലാണ്. ഈ ഹോളിൽ 18 വർഷം ദൈവത്തെ ആരാധിക്കുവാൻ ദൈവമായ കർത്താവ് കൃപ ചെയ്തു. അപ്പൊ റോഡ് വിട്ട് ഇച്ചിരി ഉള്ളിലാണ് ഈ വീടിരിക്കുന്നത്. അപ്പൊ ഞാൻ ഓർത്തു, ദൈവമേ ഇവിടെ ആരാധനയ്ക്ക് വരാനാ, ഇവിടെ ഇനിയെങ്ങും ആരും വരത്തില്ല എന്ന് ഓർത്തു ആരംഭത്തിൽ. പക്ഷെ ദൈവദാസനെ എത്രമാത്രം ദൈവമക്കള്, ദൈവജനം, പാസ്റ്റേഴ്സ്, എൻ്റെ ഒരു കൂട്ടുകാരി ജോലിയേറ്റ് ഇവിടെ വന്ന് ആരംഭത്തിൽ പോകാതെ നേരത്ത് അന്നൊരു വാഹന സൗകര്യം ഇല്ല. അപ്പൊ ഓട്ടോ വിളിക്കാൻ നോക്കിയിട്ട് അതും പറ്റുന്നില്ല. അപ്പൊ ജോലിയേറ്റ് അവിടെ നിന്ന് ഒരു ആലോചന എന്നോട് പറഞ്ഞു, ഈ മുറ്റത്ത് ഒത്തിരി കാറുകൾ വരും, വേഴ്സ് തെറ്റിയോന്ന് എനിക്ക് അറിയത്തില്ല, കാറ് വരും എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ സംഭവിച്ചു പാസ്റ്ററെ. നമ്മുടെ മുറ്റത്ത് എത്രയോ ദേവദാസന്മാരുടെ ഉള്ള അവസ്ഥയിൽ സൽക്കരിപ്പാനും ശുശ്രൂഷിപ്പാനും ഒക്കെ ദൈവമായി കർത്താവ് കൃപ ചെയ്തു. കുഞ്ഞുങ്ങളെ ദൈവം അനുഗ്രഹിച്ചു. ഒത്തിരി അനർത്ഥങ്ങളൊക്കെ ഉണ്ടായി. അവിടെ നിന്നൊക്കെ ദൈവം വിടുവിച്ചു. ശുശ്രൂഷയിലായിരുന്ന കാലയളവിൽ ഒത്തിരി അനർത്ഥം ഉണ്ടായി. വാഴക്കുളത്തിരിക്കുമ്പോൾ ദേവദാസിന് ഭയങ്കരമായ സ്കൂട്ടർ ആക്സിഡന്റ് ഉണ്ടായത്. സ്കൂട്ടർ ബസ്സിന്റെ അടിയിലോട്ട് പോയി. ദേവദാസൻ തീർച്ച അപ്പുറത്തോട്ടും പോയതുകൊണ്ട് സ്കൂട്ടർ ബസ്സിന്റെ അടിയിലോട്ട് പോയി. അപകടത്തിൽ നിന്ന് വിടുവിച്ചു. വാഴക്കുളത്ത് ശുശ്രൂഷയിലായിരിക്കുമ്പോൾ ബോംബ് സ്ഫോടനം. ഒരു ജോൺസൺ എന്ന് പറഞ്ഞ ഒരു സഹോദരൻ, നോക്കിക്കോണം, ഓൺലൈൻ സർവീസ് നടക്കുമ്പോൾ അവൻ 4 തോട്ട് 8 തോട്ട കുഴച്ച്, അതിനകത്ത് ആണികൾ വെച്ച് കുഴച്ച്, ഒരെണ്ണം ചങ്കിലും വെച്ച് കെട്ടി, ഒരെണ്ണം കയ്യിലും പിടിച്ച് 12 മണി കഴിഞ്ഞപ്പോൾ അവൻ രണ്ടാം നിലയിലാണ് സഹോദരിമാര് കയറി വരുന്ന സ്റ്റെപ്പിന്റെ അവിടെ വന്ന് 20 തല മൂർച്ചയുള്ള ഒരു വാള് കൊണ്ടുവന്ന് അവിടെ വെച്ചിട്ട് 12 മണി കഴിഞ്ഞപ്പോഴാണ് സംഭവം. അപ്പൊ ഇതിന് തൊട്ട് മുൻപ് അപ്പൊ ഉറച്ചിയാണ് എല്ലാവർക്കും. അപ്പൊ കട്ടൻ കാപ്പി താഴെ ഇങ്ങനെ ചെരുവത്തിൽ ഇങ്ങനെ തിളപ്പിച്ചിട്ടേക്കുവാ ഞാന്. അപ്പൊ ഇവൻ കയറുന്നതിന് തൊട്ട് മുൻപ്, അത് ഞാൻ വിടിവിച്ച കാര്യം പറയാ, തൊട്ട് മുൻപ് ഞാൻ പോയി ആ വിറകൊക്കെ ഒന്ന് കൂട്ടി വെച്ച് ചോട്ടി കയറി വന്നാലോ എന്ന് വിചാരിച്ചു. ഇറങ്ങിയായിരുന്നെങ്കിൽ ഇവൻ ആ വാളുമായിട്ട് ആ സ്റ്റെപ്പേ നിൽക്കുകയാണ്. അപ്പൊ എല്ലാത്തിലും ദൈവത്തിന്റെ ആ സൂക്ഷിപ്പ് അല്ലെ. തിരുവചനത്തോട് ചേർന്നാൽ നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യങ്ങളാകുന്നു, അവ എല്ലാറ്റിൽ നിന്നും യഹോവ അവനെ വിടുവിക്കുന്നു. അല്ലാതെ എന്തോ പറയാൻ. അതിനുശേഷം അവന് ഈ തോട്ടയ്ക്ക് തീ കൊളുത്തി, 1 സ്റ്റെപ്പിന്റെ അവിടെ വെച്ചു, 2 ചങ്കിന് തീ കൊളുത്തിക്കൊണ്ടിരിക്കുമ്പോൾ താഴെ ഇരുന്നത് പൊട്ടി, എല്ലാം അവന് തന്നെ പറ്റി. അവന്റെ ശരീരത്തിൽ തന്നെ ആണിയെല്ലാം കയറി, അവന്റെ കാലിന്റെ പത്തി മുറിഞ്ഞു പോയി. അങ്ങനെ ദൈവം അത്ഭുതകരമായിട്ട് വിടുവിച്ചു. സ്തോത്രം ചെയ്യുന്നു. ക്രിസ്തീയ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷം ഒത്തിരി പ്രതികൂലങ്ങൾ ഞാനും അനുഭവിച്ചിട്ടുണ്ട്. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഞാൻ സ്കൂട്ടർ ഓടിക്കുമായിരുന്നു. ഞാൻ ആലുവയിൽ ഒരു സഹോദരിമാരുടെ മീറ്റിംഗ് നടത്താനായിട്ട് സ്കൂട്ടറിൽ പോകുമ്പോൾ എപ്പോഴും ഈ റൈറ്റ് ഹാൻഡ് പിടിക്കുന്നത്, ലെഫ്റ്റ് ഹാൻഡ് പിടിച്ച് അങ്ങനെ ഒരു ഇതില്ല, എപ്പോഴും ഈ റൈറ്റ് ഹാൻഡ് പിടിച്ചു പോയി, ഓടിപ്പോയി റൈറ്റ് ഹാൻഡ് അങ്ങ് ലൂസായി. NH-ലാണ് നടന്നത്. വണ്ടി പെടച്ച് വണ്ടി അടിച്ച് മറിയുന്ന സമയത്ത് എൻ്റെ ഈ ഞരമ്പ് ഇങ്ങനെ വലിഞ്ഞു പോകുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അതിനുശേഷം തൊട്ടുപുറയിൽ വന്ന ഒരു ലോറിയിൽ വന്ന ക്ലീനർ ഓടി വന്ന് എന്നെ എഴുന്നേൽപ്പിച്ച് സ്കൂട്ടർ അങ്ങ് ലെഫ്റ്റ് സൈഡിലേക്ക് വെച്ച് ഞാൻ കാല് വലിച്ചു തന്നു.
ഞാനൊരു കുഞ്ഞിന്റെ വിടുതലിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കാൻ പോയത്. ഞാൻ അവിടെ നിന്ന് എനിക്ക് ശരീരത്തിന് എന്ത് പറ്റി എന്നുള്ളതല്ലായിരുന്നു എന്റെ വിഷയം. ഞാൻ പിശാചിനോട് വെല്ലുവിളിച്ചു. ആലുവ മാർത്താണ്ഡവർമ്മ പാലത്തിൽ നിന്ന് ഞാൻ ഇങ്ങനെ പറഞ്ഞു, ദുഷ്ട പിശാചെ, നീ എന്നെ ലേഖ്യാന്റെ വീട്ടിൽ കൊണ്ടുപോയില്ലല്ലേ എന്നാ ഞാൻ പറയുന്നത്. കാരണം ഒരു വിടുതലിന് വേണ്ടി ഒരുങ്ങിപ്പോയി എന്നെ വഴിമത്തി ആ പരുവത്തിലാക്കി എന്നോട് പോരാടി. അവര് നായർ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വിശ്വാസത്തിൽ വന്നവരായിരുന്നു. എങ്കിലും ആ മോന് വേണ്ടി പ്രാർത്ഥിച്ച് അവന് വിടുതലായി. അവനെ ദൈവം ഉയർത്തിയെടുത്തു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് വാഹന അപകടത്തിൽ നിന്ന് ദൈവം വിടുവിച്ചു. ടോംസിനുണ്ടായ വാഹന അപകടത്തെ കുറിച്ച് പാസ്റ്ററിന് അറിയാമല്ലോ. സ്തോത്രം ചെയ്യുന്നു. കേട്ടിട്ടുണ്ടായിരിക്കും. ഭയങ്കര വാഹന അപകടമായിരുന്നു. കഴിഞ്ഞ ഏപ്രിൽ മാസം 28-നാണ് ആ സംഭവം ഉണ്ടായത്. തിരുവനന്തപുരത്ത് നിന്ന് ആറ്റിങ്ങിലേക്ക് പോകുന്ന വഴിക്ക് രാത്രി കാർ ആക്സിഡന്റ് ആയി. ദൈവത്തിന്റെ മഹത്വം. ലോഡ്സനും ടോംസനും കൂടെ പോകുന്ന വഴിയിലാണ് ആക്സിഡന്റ് ആയത്. ഭയങ്കരമായ അപകടം. മരണത്തിൽ നിന്ന് ദൈവം വിടുവിച്ചു. സ്തോത്രം ചെയ്യുന്നു. അവന് ജീവന ദൈവം തിരികെ തന്നു. അവന്റെ കൈയും കാലും ഒടിഞ്ഞു, 5 വാരിയെല്ല് പൊട്ടി, അതുപോലെ ഹിപ്പ് തകർന്നു, ഒരു വിരൽ ഒടിഞ്ഞു. ഇത്ര വലിയ പരിശോധന ഉണ്ടായിട്ടും എന്റെ കുഞ്ഞ് കോയമ്പത്തൂർ പഠിക്കുന്ന സമയത്ത് അവൻ ആത്മാഭിഷേകത്തിന്റെ ആ പുതുക്കം പ്രാപിച്ചവനാണ്. അവൻ ഓർഗം വായിച്ച് വളരെ ഏകാഗ്രതയോടെ ദാവീദ് മരുഭൂമിയിൽ പാടുന്നത് പോലെ പാടുന്നവനാണ്. ഇപ്പോഴും സഭയില് സഹോദരിമാര് പറയും, ആന്റി ടോംസിന്റെ പാട്ട് കേട്ടിട്ടുണ്ടോ? ടോംസിൻ ലയിച്ചു നിന്നാ പാടുന്നത്. ഞങ്ങൾക്കൊരു കേസുണ്ടായ കാര്യം അറിയാമല്ലോ. അതിനോടനുബന്ധിച്ച് അവനെ കോയമ്പത്തൂരാണ് പഠിക്കാനായിട്ട് ചേർത്തത്. അപ്പൊ അവിടെയുള്ള ഒരു പാസ്റ്റർ ഞങ്ങൾ താമസ സൗകര്യത്തിന് വേണ്ടി പല സ്ഥലങ്ങളിൽ ചെന്ന് നോക്കി. അതിനുശേഷം പാസ് തന്നെ പറഞ്ഞു, പാസ്റ്റർ ഒരു 3 കുഞ്ഞുങ്ങൾ ഇവിടെ താമസിക്കുന്നുണ്ട്, അവന്റെ കൂടെ നമുക്ക് ടോംസിനെ ആക്കാന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടെ ചെന്ന് 3 പെന്തക്കോസുകാര് പിള്ളേര്. അവര് കോയമ്പത്തൂർ ചർച്ചിന് ഇവരെല്ലാം പണിതെടുത്തു. ഇവൻ അവിടെ പഠിത്തമല്ലായിരുന്നു, ചർച്ച് പണിയുക എന്നുള്ളതായിരുന്നു. അഭിഷേകം അവന്റെ മേലുണ്ടായിരുന്നു. ആക്സിഡന്റ് ആയി കിടക്കുന്ന സന്ദർഭത്തില് ഒരു ഭയമോ അല്ലെങ്കിൽ ഒരു ഭയത്തിന്റെ വാക്കുകളോ ഒന്നും അവൻ പറയത്തില്ല. അവൻ ഉറക്കമില്ലായിരുന്നു. രാവിലെയാണ് അവൻ ഉറങ്ങുന്നത്. ഇയർഫോൺ വെച്ച് പാട്ട് കേട്ടോണ്ടാണ് അവൻ ഉറങ്ങുന്നത്. ചെവിയിൽ പാട്ട് കേട്ടോണ്ട് അവൻ ഉറങ്ങുവാണ്. ദൈവാത്ഭുതമായിട്ട് ആ വാഹന അപകടത്തിൽ ദൈവം വിട്ടുവെച്ചു. ദൈവം അവനെ അനുഗ്രഹിച്ചു. മാനസികമായി ഞാൻ ചിന്തിച്ചു, റൈറ്റ് ഹിപ്പൊക്കെ തകർന്നു പോയി, എല്ലാം തകർന്നെന്ന് ഞാൻ ചിന്തിച്ചു പാസ്റ്റർ. എങ്കിലും അവനെ സ്നേഹിക്കുന്ന ദൈവം, എന്നെക്കാളുപരി അവന്റെ മേലുള്ള ദൈവത്തിന്റെ ആ റെസ്പോൺസിബിലിറ്റി. അതിനുശേഷം അവന് സുരേഷ് ബാബു എന്ന് പറഞ്ഞ പാസ്റ്റർ സഭയില് അവന് ഓർഗൻ വായിക്കാനുള്ള അവസരം കിട്ടി. ആ ചർച്ചിലുള്ള ഒരു സഹോദരൻ നിമിത്തം കഴിഞ്ഞ ഇടയ്ക്ക് അമേരിക്കയിൽ കോൺഫറൻസിൽ പങ്കുകൊള്ളുവാൻ ദൈവം അവസരം തന്നു. അപ്പൊ ശരീരത്തിന് വയ്യ. അന്നേരം ഞാൻ ഓർത്തു, ദൈവമേ ടോംസ് മോനെ ഇങ്ങനെ പ്ലെയിനിലൊക്കെ കയറി പോകുന്നത്. അതിക്ക് മുൻപായിട്ട് ഞാനിങ്ങനെ, ദൈവമേ ടോംസിന് കിട്ടുമോ, ചെന്നൈയിൽ നിന്ന് കിട്ടണ്ടേ. അപ്പൊ ആ സമയത്ത് പുനലൂർ ഒരു ലേഡീസിന്റെ, അപ്പൊ എനിക്ക് ഈ മേഖലയുടെ ഒരു ചുമതലയുണ്ട്. അപ്പൊ ഞാനും ആ ലേഡീസിന്റെ മീറ്റിങ്ങിന് പോയിട്ടുണ്ട്. അപ്പൊ ഞാൻ ടി ജെ ചമ്മൽ സാറിന്റെ വീട്ടിൽ ചെന്ന് രാത്രി കിടന്നു. അപ്പൊ പിറ്റേ ദിവസമാണ് ടോംസിന്റെ ഇന്റർവ്യൂ. അപ്പൊ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു കിടന്നു, യേശുവേ ടോംസിന് കിട്ടുമല്ലോ എന്ന് എന്നോട് ഇടപെടെ, യേശുവേ എന്നോട് സംസാരിക്കേ, അവിടെ ചോദിക്കുന്ന ചോദ്യം എന്നാന്ന് എന്നോടൊന്ന് കാണിച്ചാട്ടെ എന്ന് പറഞ്ഞെങ്കിൽ ദൈവം ഒന്നും പറഞ്ഞില്ല. മോർണിംഗില് ഓഡിറ്റോറിയത്തിൽ വന്നു, ആരാധന അങ്ങ് തുടങ്ങി. ആരാധന അങ്ങ് വെളിപ്പെട്ടപ്പോൾ എന്റെ ഹൃദയം തളർന്നിട്ട് ടോംസിന്റെ കാര്യം ഓർത്ത് ഞാൻ ദൈവത്തോടൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ എന്റെ ഹൃദയത്തോട് ശക്തമായി എന്റെ ദൈവം ഇടപെടുന്നു. ഹബക്കൂക്ക് പ്രവചനം, കാലുകളെ പേടൻകാലിന് തുല്യമാക്കി ഗിരികളിൽ നിർത്തി ഉന്നതികളിൽ വാഹനമേറ്റി ഓടിക്കുമാറാക്കും. ആ വചനം എന്റെ ദൈവത്തോട് ഇടപെട്ടു. എനിക്ക് സന്തോഷമായി. സ്തോത്രം ചെയ്യുന്നു. അതുപോലെ തന്നെ അവന് തന്നെ ഭയം ഉണ്ടായിരുന്നു പോകാൻ പറ്റുമെന്നൊക്കെ. എങ്കിലും ദൈവം അമേരിക്കയിൽ അവനെ കൊണ്ടുപോയി ഒരു കോൺഫറൻസിൽ പങ്കെടുത്ത് അവിടെയുള്ള ദൈവജനത്തിന്റെ മുൻപാകെ ഓർഗൻ വായിക്കുവാനായിട്ട് ദൈവം അവന് അവസരം കൊടുത്തു. അങ്ങനെ ചില പ്രതികൂലങ്ങളൊക്കെ വന്നെങ്കിലും നന്മയല്ലാതെ ഒരു തിന്മയും ചെയ്യാതെ സർവശക്തനായ ദൈവം ഇന്നയോളം കൊണ്ടുവന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സാംസൺ മോനാണെങ്കിലും അവനെ ന്യൂസിലൻഡിൽ കൊണ്ടുപോയി. അവന് പഠിത്തത്തിലൊന്നും വലിയ ഇതൊന്നും ഇല്ല. എങ്കിലും അവന് അവിടെ ചെന്ന് പഠിച്ച് പാസ്സാകുവാൻ ദൈവമായ കർത്താവ് കൃപ ചെയ്തു. ഞങ്ങളെ കുടുംബമായ ശുശ്രൂഷയിൽ പ്രയോജനപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. സ്തോത്രം ചെയ്യുന്നു. ക്രിസ്ത്യാനി ആയതിന് ഈ പെന്തക്കോസ്ത് അനുഭവത്തിലേക്ക് വന്നതിന് ശേഷം കുറെ പ്രതികൂലങ്ങളൊക്കെ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. എന്റെ മൂത്ത സഹോദരൻ എന്റെ തലയ്ക്ക് അടിച്ചിട്ടുണ്ട്. അതുപോലെ എന്റെ അമ്മച്ചിയുടെ ജീവിതത്തിൽ ഭയങ്കരമായ പ്രതികൂല. അമ്മച്ചി ഓർണമെന്റ്സ് ഒക്കെ ഊരി കഴിഞ്ഞപ്പോൾ മൂത്ത ആങ്ങളെ പ്രതികൂലമായി. ഒരു ദിവസം രാവിലെ എന്റെ മൂത്ത സഹോദരൻ വീട്ടിൽ വന്ന് പറഞ്ഞു, അമ്മച്ചി ആ സമയത്ത് എന്റെ അപ്പച്ചൻ ഇതുപോലെ തണ്ടിയിലേക്ക് മാറി ആഹാരം വെച്ച് കഴിക്കുകയാണ്. മൂത്ത സഹോദരൻ വന്നിട്ട് പറഞ്ഞു, അമ്മേ അപ്പച്ചൻ ഇവിടുന്ന് ആഹാരം കഴിച്ചില്ലെങ്കിൽ ഞാൻ ഇങ്ങനെയാ പറയുന്നത്, ഞാൻ തള്ളെ
എന്തോ ഒരു വേണ്ടാത്തൊരു വാക്ക് പറഞ്ഞു, ഭയങ്കര ഗൗരവത്തിലങ്ങ് പറഞ്ഞു. അപ്പോ അതിനുശേഷം എന്റെ മൂത്ത സഹോദരൻ അങ്ങ് പോയി. ഒരു സന്ധ്യയായപ്പോ എന്റെ മൂത്ത സഹോദരൻ വന്നു. അപ്പോഴും ഇങ്ങനെ ഒന്നും തോന്നുന്നില്ല, എന്തോ സഹോദരൻ ഇങ്ങനെ കോപിച്ച് പറഞ്ഞു എന്ന് മാത്രമേ ഞാൻ ചിന്തിക്കുന്നുള്ളൂ. പെട്ടെന്ന് എന്റെ സഹോദരൻ മുറ്റത്തിറങ്ങി കോടാലി, നമ്മൾ ചക്കയൊക്കെ കിട്ടുന്ന ചെറിയ കോടാലി ഉണ്ടല്ലോ, അതെടുത്ത് എന്റെ അമ്മച്ചി ഇരിക്കുന്ന റൂമിൽ കയറി വെളിയിലോട്ടുള്ള കുറ്റിയിട്ടു, ഞാൻ നിൽക്കുന്ന റൂമിൽ കുറ്റിയും ഇട്ടു. അപ്പോഴും എന്തോ ഒരു ദേഷ്യമാണെന്ന് പറഞ്ഞ് നിൽക്കുക. പെട്ടെന്ന് അലറുന്ന ശബ്ദം കേട്ടുകൊണ്ട് ഞാൻ മുൻവശത്തൂടെ ഇറങ്ങി അമ്മച്ചിരിക്കുന്ന റൂമിന്റെ അവിടെയുള്ള ജനലിന്റെ അവിടെ നോക്കുമ്പോൾ എന്റെ മൂത്ത സഹോദരൻ കൈക്കോടാലിയെ കൊണ്ട് അമ്മച്ചിയെ വെട്ടാൻ തുടങ്ങിയാണ്. ഇങ്ങനെ പറയുക, അമ്മ ഞാൻ ആരംഭത്തിലെ പറഞ്ഞിട്ടില്ലേ ഇത് നമ്മുടെ വീടിന് പറ്റിയതല്ലെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ അമ്മേ എന്ന് ചോദിച്ചു. വെട്ടാൻ തുടങ്ങുകയാണ് അമ്മച്ചി. ആ സമയത്ത് പരിശുദ്ധാത്മാവിന്റെ ശക്തി എന്റെ മേൽ വന്നു. ഞാൻ ആ മുറ്റത്തൂടെ അന്യഭാഷ പറഞ്ഞ് ആത്മാവിലങ്ങ് പോരാടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്റെ അമ്മച്ചി എങ്ങനെയോ കുറ്റിയിട്ടത് വീഴാത്തതാണോ എന്താണോ, പിന്നെ ഞാൻ കാണുന്നത് എന്റെ അമ്മച്ചി ആ പറമ്പിൽ കൂടെ ഓടുന്ന കാണുന്നത്. ഓടി അങ്ങ് പോകുമ്പോൾ മൂത്ത സഹോദരനും പുറകെയുണ്ട്. ഓടി ചെല്ലുന്നത് ഒരു 3 പറമ്പ് തിരിച്ചിട്ടാണ് ഓടി ചെല്ലുന്ന. മതിൽ പൊക്കം കുറവാണ്, പക്ഷെ താഴേക്കുള്ള താഴ്ന്ന ഭൂമിയാണ്. അപ്പുറത്തൊരു മർത്തോമ ഹോസ്പിറ്റലിന്റെ സ്ഥലവും ഇപ്പുറത്ത് ഒരു ചാക്കോച്ചനുടെ അല്ലാച്ചേട്ടന്റെ സ്ഥലവുമാണ്. അമ്മച്ചി ഓടിച്ചെന്ന് വലതുവശത്തേക്കും ചാടി, മൂത്ത സഹോദരൻ ഇടതുവശത്തേക്കും ചാടി. ഞാൻ പറമ്പിൽ മരം വെച്ച് നിൽക്കുകയാണ്. ആ നേരത്തെ എന്റെ ചിന്ത, മൂത്ത സഹോദരൻ അമ്മച്ചിയെ വെട്ടിക്കൊന്നു, ഇനി വിശ്വാസത്തിന് വേണ്ടി നിൽക്കാൻ പറ്റുമോ? ചിന്തയൊന്നും പറയാനില്ല, ദൈവവരങ്ങളെ ഏൽപ്പിച്ചു. അമ്മച്ചി ഓടി ചാക്കോഞ്ഞാന്റെ വീട്ടിലോട്ടും പോയി. മൂത്ത സഹോദരൻ ഇടതുവശത്തേക്ക്, അമ്മച്ചി മുന്നിലുണ്ടെന്നോട് അങ്ങോട്ട് ഓടി. അമ്മച്ചിയെ കാണാതെ മൂത്ത സഹോദരൻ തിരിച്ചു വന്നു. പ്രായമുള്ള എന്റെ അമ്മ അന്ന് മതിൽ ചാടിക്കടന്നു. വാസ്തുവേ, എന്റെ അമ്മച്ചി അഭിഷേകം പ്രാപിച്ചോളായിരുന്നു. ദാവീദ് പറയുന്ന പോലെ ഹോയാൽ ഞാൻ മതിൽ ചാടിക്കടക്കും. എന്റെ ദൈവത്താൽ എന്റെ അമ്മ മതിലെടുത്ത് ചാടി ചാക്കോജാന്റെ വീട്ടിലേക്ക് പോയതുകൊണ്ട് മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്റെ അമ്മച്ചി ഞങ്ങൾക്ക് ആരാധനയ്ക്ക് ഇറങ്ങി തിരിച്ചെങ്കിലും ആരാധനയ്ക്ക് പോകാൻ സമ്മതിക്കത്തില്ല വാസ്റ്റർ. അങ്ങനെ ഞങ്ങൾക്കാണെങ്കിൽ തൊട്ടടുത്ത് കോളുണ്ട്, 2 കോളുണ്ട്, പക്ഷെ ഞങ്ങൾക്ക് പോകാൻ പറ്റത്തില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ എന്റെ അമ്മച്ചി ഒരു വെള്ളിയാഴ്ച അന്ന് വീട്ടിൽ പണിക്കാരുണ്ട്. അപ്പച്ചോട് പുതിയ കിണർ കുഴിക്കുകയാണ്. അപ്പച്ചൻ ആ പണിക്കാരുടെ കൂടെ ഒന്ന് പണിയോ. അമ്മച്ചി ഞാൻ പ്രാർത്ഥനയ്ക്ക് പോകാന്നും പറഞ്ഞു അമ്മച്ചി ആ പ്രാർത്ഥനയ്ക്ക് അങ്ങ് പോയി. ആദ്യമായിട്ട് പെന്തക്കോസ്തുകളിലേക്ക് പോകും അമ്മച്ചി. അച്ഛനെ എപ്പോഴും അമ്മച്ചി ഇങ്ങനെ തിരക്കിക്കൊണ്ടിരിക്കുക. അപ്പച്ചന്റെ സ്വഭാവം അതാണ്, സ്നേഹം വലുതായിട്ടില്ലെങ്കിൽ എപ്പോഴും അമ്മച്ചിയെ കണ്ടുകൊണ്ടിരിക്കണം. അങ്ങനെ അമ്മച്ചി ചർച്ച കൂടും. ഞാൻ പേടിച്ച് വിറച്ച് വീട്ടിനകത്ത്. കുറച്ച് കഴിഞ്ഞപ്പോ അമ്മച്ചിയെ തിരക്കി അപ്പച്ചൻ വന്നു. ഞാൻ അറിയാൻ പാടില്ല എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു. പക്ഷെ അപ്പച്ചനത് മനസ്സിലായി. അപ്പച്ചൻ നേരെ വാക്കത്തിയും ഒരു വടിയുമായിട്ട് ചർച്ച ഹോളിൽ ചെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അമ്മച്ചിയെ വിളിച്ചിറക്കി റോട്ടിലൂടെ കൊണ്ടുവന്ന് ഞാൻ നോക്കുമ്പോൾ അമ്മച്ചിയുടെ അപ്പച്ചൻ പുറകിലും അമ്മച്ചി മുന്നിലുമായിട്ട് നടന്നു വരും. എനിക്ക് മനസ്സിലായി എന്തെങ്കിലും സംഭവിക്കും. അമ്മച്ചി മുറ്റത്തോട് കയറി വന്നപ്പോൾ ഒരു മരം ഇവിടെ വെട്ടിയിട്ടുണ്ട്. ആ മരത്തിൽ വെച്ച് ഈ കവിണി അങ്ങ് വെട്ടി നുറുക്കി അപ്പച്ചൻ. അതൊക്കെ അപ്പച്ചൻ പറയുന്നുണ്ട്. അപ്പോഴത്തേനും അമ്മച്ചി ഭയപ്പെട്ട് പുറകിലൂടെ അടുക്കള വശത്തൂടെ കയറി വരുമ്പോൾ തെങ്ങിന്റെ മട്ടക്കല്ലെടുത്ത് അമ്മച്ചിയുടെ പുറകിൽ നിന്ന് അടിച്ച്, പിന്നെ ഈ ചുണ്ടൊക്കെ പൊട്ടി ചോര വരുന്ന അനുഭവമാണ് ഞാൻ കാണുന്നത്. ദൈവം അവിടെ നിലനിർത്തി, സ്തോത്രം ചെയ്യുന്നു. എങ്കിലും എന്റെ അമ്മച്ചിയുടെ ധൈര്യമൊന്നും കുറഞ്ഞില്ല. എന്റെ അമ്മച്ചി നല്ല ധീരതയുള്ള സ്ത്രീയായിരുന്നു. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ ദൈവം സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ ഒക്കെയും നോക്കുന്നു. എന്റെ അമ്മച്ചിയുടെ കുടുംബത്തിൽ എല്ലാവരും റോമൻ കാത്തലിക്ക ബാക്ക്ഗ്രൗണ്ടില്, ചിലരൊഴികെ ബാക്കി എല്ലാവരും നിലനിൽക്കുന്നു. സ്വർഗം നോക്കുമ്പോൾ എന്റെ അമ്മച്ചി ഒരു വിലപ്പെട്ടവളാണ്. എന്റെ യേശുവിന് വേണ്ടി സ്ട്രോങ് ആയിട്ട് നിന്നൊരു അന്ത്യം പ്രാപിച്ച അമ്മയാണ് എന്റെ അമ്മ. അനേക ദൈവദാസന്മാരെ ഭവനത്തിൽ കൈക്കൊണ്ടുള്ളതുപോലെ ഭക്ഷണം കൊടുത്തു. ഇവിടെ ഡ്രൈപ്പിസിലെ ഹോളിന്റെ പണി നടക്കുമ്പോൾ എന്റെ അമ്മച്ചി ഒരു നല്ല തുണി മേടിച്ചില്ലെങ്കിൽ ആ പൈസ അമ്മച്ചി കളക്ട് ചെയ്ത് ഒരു നല്ല തുക, പെട്ടെന്ന് സംഖ്യ ഞാൻ മറന്നുപോയി, തുക ആലയത്തിന്റെ പണിക്ക് വേണ്ടി കൊടുത്തവളാണ് എന്റെ അമ്മ. തേങ്ങ അപ്പച്ചന്റെ കാണുക പാസ്റ്റേഴ്സിന് കൊടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് അപ്പച്ചൻ ദൂരെയുള്ള പറമ്പിൽ എവിടെയെങ്കിലും ജോലിക്ക് പോകുമ്പോ എന്റെ അമ്മച്ചി തേങ്ങ ചാക്കി കെട്ടി, ഒരു അന്തോണി ചേട്ടന്റെ വീടുണ്ട്, വേറെ വിശ്വാസത്തിന്റെ വീട്, അവിടെ കൊണ്ടുപോയി വെച്ചിട്ട് പാസ്റ്ററിന് കൊണ്ടുപോയി കൊടുക്കാൻ പറയും. ഇത്ര വലിയ ഈ കാഴ്ചപ്പാടുകളൊക്കെ ദൈവത്തിന് വേണ്ടി കൊടുക്കുവാനും ദൈവത്തെ സ്നേഹിക്കുവാനും ഒരു സ്ത്രീക്ക് ലഭിക്കും. ഇതൊക്കെ എവിടെ നിന്ന് കിട്ടി പാസ്റ്റർ? ദൈവത്തിന്റെ മഹാകരുണയാണ്. ഒരു ജ്ഞാനമുള്ള സ്ത്രീ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്റെ മാതാവിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കും. മറ്റൊരു സന്ദർഭത്തിൽ ഇതുപോലെ ഗ്രൗണ്ടിൽ കൺവെൻഷൻ നടക്കുകയാണ്. എടയാൾ ചാക്കോന്റെ വീടിന്റെ കുട്ടിഞ്ഞാന്റെ വീടിന്റെ ഫ്രണ്ടിൽ IPCയുടെ കൺവെൻഷൻ നടക്കുക. ഞങ്ങൾക്ക് പോകാൻ പെർമിഷൻ ഇല്ല. ഒരു ഇച്ചിരി നമ്മുടെ പറമ്പിലൂടെ അങ്ങ് കയറി ആ കൺവെൻഷന് കൂടാ.
എപ്പോ അപ്പൊ വീട്ടിൽ നിന്ന് ജോലിയൊക്കെ ഒതുക്കിയിട്ട് പാട്ട് കേൾക്കാൻ വേണ്ടി ഞാനിങ്ങനെ ഒരു അരിപ്പെട്ടിയുടെ അവിടെ വന്നിങ്ങനെ ഒരു പത്രക്കഷ്ണം എടുത്തിട്ട് അതിൽ നോക്കിയിരിക്കും. ഞാൻ ശ്രദ്ധിക്കുന്ന അവിടെ മൈക്കിന്റെ ശബ്ദം അവിടെ എന്തോ പറയുന്നതെന്ന് ഇങ്ങനെ കേൾക്കാൻ വേണ്ടി ഇങ്ങനെ ശ്വാസം പിടിച്ചിരിക്കുമ്പോ അപ്പച്ചൻ പണിയൊക്കെ കഴിഞ്ഞ് വന്ന് കുളിച്ച് അപ്പച്ചന്റെ മുറിയിലേക്ക് പോയി. അവിടെ ഒരു പ്രശ്നം അവിടെ ഇല്ല. ഓടൻ പാട്ട് തുടങ്ങി. ഈരാറ്റുപേട്ട അപ്പച്ചൻ എന്ന് പറഞ്ഞ പാസ്റ്റാണ് പ്രസംഗിക്കുന്നത്. ഇത് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ കറക്റ്റ് ആയിട്ട് പറയുന്നത്. ആ പാസ്റ്റ് പ്രസംഗിക്കുകയാണ്. എന്റെ ഇങ്ങനെ എന്റെ ദൈവത്തെ അറിഞ്ഞ ജനത്തെ മുൻപോട്ട് കടത്തിവിടാതെ നിൽക്കുന്ന സഹോദര, ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാലെന്നും പറഞ്ഞ് വെളിപ്പാട് പുസ്തകത്തിലെ വാക്യമുണ്ടല്ലോ, അതാണ് അന്ന് ദേവദാസൻ പറയുന്നത്. ഇത് കേട്ടുകൊണ്ട് അപ്പച്ചനും എഴുന്നേറ്റ് വന്നപ്പോ ഞാൻ അരിപ്പെട്ടിയുടെ അവിടെ ഒരു പെട്ടിയുണ്ട്, അവിടെ ഇരുന്ന് പത്രം വായിച്ചുകൊണ്ടിരിക്കുക. അമ്മച്ചിയാണെങ്കിൽ എന്റെ വേറെ ചേച്ചിയുടെ മോൾ ഉറങ്ങാൻ തുടങ്ങും. ആ സൗമ്യ, അവളിന്ന് റോമിലാണ്. അവളെ നല്ല ജീവിതം അവൾക്ക് കൊടുത്തു. അപ്പൊ അവൾക്ക് പ്രാർത്ഥന പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുക. നമ്മൾ കുഞ്ഞുങ്ങൾ ഉറങ്ങാൻ നേരത്തെ പ്രാർത്ഥന പറഞ്ഞു കൊടുക്കൂലേ, യേശുവേ യേശുവേ എന്നൊക്കെ പറഞ്ഞു. ഉടനെ അപ്പച്ചനെ വന്നിട്ട് പറഞ്ഞു, എടി മറിയാമേ നിന്നെ യേശുവേ എന്ന് വിളിക്കാനാണ് എടി പഠിപ്പിച്ചേക്കണെന്ന് ചോദിച്ചു. അപ്പൊ അമ്മച്ചി എന്തോ അങ്ങനെ മറുപടി പറഞ്ഞു. ഏതാ നമ്മൾ കത്തോലിക്കയിൽ ഈശോയെ ഈശോയെ എന്നല്ലേ പറയുള്ളൂ, അമ്മച്ചി യേശുവേ എന്നല്ല പറഞ്ഞേ. ഒറ്റ ചവിട്ട് പാസ്റ്റേ, കാലിന്റെ മുട്ടിയിരട്ട മാറിപ്പോയി, ഇവിടുന്ന് മുട്ടിയിരട്ട മാറിപ്പോയി. അമ്മച്ചി അത് വേദനയോടെ അമ്മച്ചി തന്നെ അന്യഭാഷ പറഞ്ഞോണ്ട് മുട്ടിയിരട്ട മാറ്റിയിട്ടു. മുട്ടിയിരട്ട യഥാസ്ഥാനത്ത് വന്നു. അപ്പൊ പതുക്കെ വന്ന് എന്റെ കൊച്ചു കന്യാസ്ത്രീ, അത് ആരംഭത്തിലെ സമയത്തിലെ കാര്യമാട്ടോ ഞാൻ പറയുന്നത്. മടത്തിന്ന് പോയി വന്ന് നിന്ന സമയം കൊച്ചു കന്യാസ്ത്രീ എഴുന്നേക്കെന്ന് പറയും. എന്റെ മുടിയെപ്പോഴും ഞാൻ എഴുന്നേറ്റ് നിന്നു. ആ അപ്പച്ചൻ അവിടെ പെട്ടിയുടെ അടിയിൽ വാക്കത്തി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതൊന്നും നമ്മൾ അറിയുന്നില്ലല്ലോ. ആപ്പച്ചൻ വാക്കത്തി എടുത്ത് എന്റെ കഴുത്തിന് ചേർത്ത് വെച്ചിട്ടുണ്ട്. വെട്ടു എന്നുള്ളൊരു സംശയമില്ല, കാരണം ആ സമയത്ത് ദൈവാത്മാവൊന്നും അല്ലല്ലോ പ്രവർത്തിക്കുന്നത്. ശക്തമായ ദുരാത്മാവാണല്ലോ വ്യക്തിയിൽ കയറി ഇങ്ങനെയൊക്കെ ചെയ്യിക്കുന്നത്. കൊച്ചു കന്യാസ്ത്രീ ധൈര്യം ഉണ്ടെങ്കിൽ സ്തോത്രം പറയടിയെന്ന് പറഞ്ഞു. അയ്യോ, ഇച്ചിരി നേരം ചിന്തിച്ചിട്ട്, എനിക്കന്ന് വലിയ അറിവൊന്നുമില്ല. അപ്പൊ ഇങ്ങനെ ഒരു കേൾവിയുണ്ട്. അപ്പച്ചൻ എപ്പോഴും പറയല്ലോ അപ്പച്ചന്റെ നേതാവാ പത്രോസ് എന്ന്. പത്രോസിനെ എങ്ങനെയാ ക്രൂശിച്ചതെന്ന് അപ്പച്ചന് അറിയാവോ? നേരെ ക്രൂശിക്കാൻ യോഗ്യതയില്ല, എന്നിട്ട് തലകീഴായിട്ടാ ക്രൂശിച്ചെന്ന് പറഞ്ഞു. ഓട്ടാൻ വാക്കത്തി അങ്ങ് നിലത്തേക്ക് ഇട്ടിട്ട് ഏതാണ്ടൊക്കെ പറഞ്ഞു പോയി കിടന്നുറങ്ങി. മരണത്തിൽ നിന്ന് ദൈവമായ കർത്താവ് അത്ഭുതകരമായിട്ട് വിടിവിച്ചു. സ്തോത്രം ചെയ്തു. ആ കാലത്ത് എന്ത് പ്രതികൂലം വന്നാലും സന്തോഷമാണ്. ആരോടും ഒരു പിണക്കുമല്ല, കൊന്നാലും പിണക്കുമല്ല, നിന്നാലും പിണക്കുമല്ല, എപ്പോഴും സന്തോഷമാണ്. എത്ര പ്രാർത്ഥിച്ചാലും മതി വരത്തില്ല, എത്ര പാട്ട് കേട്ടാലും മതി വരത്തില്ല. കൂട്ടായ്മയൊക്കെ ഉണ്ടെങ്കിൽ വീട്ടിൽ പെർമിഷൻ ഇല്ലാതെ കൂട്ടായ്മയ്ക്ക് പോയതിൻ്റെയൊക്കെ അനുഭവിച്ച ചരിത്രം സമയം പറയാൻ പോരാ. അതുപോലെ പ്രതികൂലം അനുഭവിച്ചു. എങ്കിലും പടിപടിയായി വളർച്ചയ്ക്ക് ആവശ്യമായ ആത്മീയ മന്ന ദൈവദാസന്മാരിലൂടെയും കൂട്ടുപ്രവർത്തകരിലൂടെയൊക്കെ നൽകി തന്ന് ഞാൻ എന്റെ ജീവിതത്തിലെ അനുഭവം, ഞാൻ ദൈവവചനം പഠിക്കുന്ന സമയത്ത് എന്റെ പാസ്റ്റർ ഞാൻ ഒന്നും തന്നെ ഗ്രാസ്പ് ചെയ്യുന്നില്ല. എബ്രഹാം സാറ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും ഞാൻ നോട്ട് കാണാപ്പാടം എഴുതിയ മാർക്ക് മേടിച്ചോണ്ടിരുന്നേ. സത്യം എനിക്കൊന്നും ഗ്രാസ്പ് ചെയ്യുന്നില്ല. ചുരുക്കം കാര്യങ്ങളെ, പെർസിക്യൂഷനെ പറ്റിയൊക്കെ പറഞ്ഞ കാര്യമൊക്കെ ഞാനിങ്ങനെ എനിക്ക് പ്രതികൂലം ആയതുകൊണ്ട് ഇച്ചിരി കുറച്ച് ഗ്രാസ്പ് ചെയ്തിട്ടുണ്ട്, അല്ലാതെ ഒന്നും ഗ്രാസ്പ് ചെയ്തിട്ടില്ല. പിന്നത്തേതിൽ ചർച്ച് മിനിസ്ട്രിയില് നമ്മൾ ഉപവാസ പ്രാർത്ഥന വയ്ക്കുമ്പോൾ ദൈവദാസന്മാരെ നമ്മുടെ അടുക്കൽ അയച്ച്, അതുകൂടാതെ തന്നെ അച്ചാന്റെ പ്രസംഗം ധാരാളം മതിയല്ലോ. അച്ചാന്റെ പ്രസംഗങ്ങളും കേട്ട് കൃപയാൽ ഇപ്പോഴും എനിക്ക് അത്ര അധികമൊന്നും അറിയത്തില്ല എങ്കിൽ പോലും ഈ ദൈവത്തിന്റെ വചനം, തേനിലും തേൻകട്ടയേക്കാളും മാധുര്യമുള്ള ഈ ദൈവത്തിന്റെ വചനം, അത് ഗ്രാസ്പ് ചെയ്യുവാൻ ഏത് പ്രതികൂലങ്ങൾ കഷ്ടതകൾ വരുമ്പോഴും മന്ദമായി തിരുവചനത്തിലൂടെ ഇടപെടുന്ന ഇടപെടലുകൾ, അതൊക്കെ എൻ്റെ ജീവിതത്തിന്റെ വലിയ ധനമാണ്. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. എന്നോട് ബൈബിൾ സ്കൂളിൽ വെച്ച് അർദ്ധരാത്രിയിൽ ദൈവം എന്നോട് ഇടപെട്ടു, ഞാനാകുന്നവൻ ഞാനാകുന്നു. ആ സമയത്ത് അത് തിരുവചനത്തിലുള്ളതാണെന്ന് എനിക്ക് അറിയത്തില്ല പാസ്റ്ററെ. എന്തോ ദൈവം ഇങ്ങനെ ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് പറഞ്ഞു എന്നല്ലാതെ ഇത് തിരുവചനത്തിലുള്ളതാണെന്ന് എനിക്കറിയത്തില്ല. പിന്നീട് പഠിച്ചു വന്നപ്പോഴാണ്, അയ്യോ ഇത് മോശയോട് ദൈവം ഇടപെട്ട വചനമായിരുന്നല്ലോ. അങ്ങനെയാണെങ്കിൽ ആ ഒരൊറ്റ വചനത്തിലൂടെ ഇടപെട്ടെങ്കിൽ ഈ വചനം മുഴുവൻ ദൈവം മനുഷ്യരോട് ഇടപെടുന്ന വചനങ്ങളല്ലേ. സ്തോത്രം ചെയ്യുന്നു, ഹല്ലേലൂയ. എത്ര മാറോട് ചേർത്താലും ഇതാണ് ഞങ്ങളെ ഇത്രത്തോളം കൊണ്ടുവന്നത്, ഞങ്ങളെ ഉയർത്തിയത്. പ്രൈസ് ലോർഡ്. ദൈവദാസന ശുശ്രൂഷ ദൈവം കൊടുത്തില്ലായിരുന്നെങ്കിൽ നമുക്ക് ഒന്നും തന്നെ ഭൂമിയിൽ പ്രാപിക്കാനായിട്ട് പറ്റത്തില്ല. ദൈവവചനം മാറോട് ചേർത്ത് അതിനെ സ്നേഹിക്കുന്ന, അതിനെ ഭയപ്പെടുന്ന
അതിനെക്കുറിച്ച് എഴുതുന്ന, പരമാവധി അത് ലോകത്തോട് അറിയിക്കാൻ ശ്രമിക്കുന്ന ഒരു ഭർത്താവിനെ ദൈവം എനിക്ക് തന്നു. ദാനമായി കുഞ്ഞുങ്ങളെ ദൈവം തന്നു. സ്വന്തമായ ഭവനം ദൈവം തന്നു. ഒരു ഭവനമൊക്കെ കിട്ടുമെന്ന് സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടില്ല ദേവദാസനെ. ദൈവം നല്ല ഭവനം തന്നു. ഞാൻ കരിപ്പുറം ഇരിക്കുമ്പോൾ ദേവദാസന് എന്നോട് ആലോചന പറഞ്ഞതാണ്. സജിമോൻ പുനലൂർ എന്ന് പറഞ്ഞ ദേവദാസൻ, നിങ്ങൾക്ക് സ്വന്തം വസ്തു, സ്വന്തം ഭവനം, സ്വന്തം വാഹനം. അന്ന് വാഹനം തമ്മിട്ട് നമുക്ക് ചിന്തിക്കാൻ പോലും കൂടെ അതെല്ലാം ജീവിതത്തിൽ സംഭവിച്ചു. ഇങ്ങോട്ട് വന്നത് ഒരു ദൈവാലോചനയായിരുന്നു. സ്ഥലം പറഞ്ഞു. അങ്കമാലി, ചാലക്കുടി, തൃശ്ശൂർ ഭാഗം കേന്ദ്രമാക്കിക്കൊണ്ട് ഒരു പുതിയ പ്രവർത്തനവും അതിലൂടെ ഒരു മെഗാ ചർച്ചും ദൈവം തന്റെ ദാസനെ കുറിച്ച് ആഗ്രഹിക്കുന്നു. അതൊക്കെ ദൈവം അതിന്റെ ആ ഫുൾഫിൽമെന്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 18 വർഷം നമ്മൾ ഇവിടെ ആരാധിച്ചു, നമ്മുടെ വീട്ടിൽ ആരാധിച്ചു. അതിനുശേഷം കുഞ്ഞുങ്ങൾക്ക് ഒരു താല്പര്യം, ആരാധന ഇവിടെ നിന്ന് മാറ്റാൻ വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞ് ദേവദാസനോട് പറഞ്ഞു. സ്ഥലം മേടിച്ച് ആലയം വെക്കാതെ നമ്മൾ പ്രാർത്ഥിച്ചെങ്കിലും അതിനൊന്നും നമുക്ക് എന്തോ ഒരു മറുപടി കിട്ടിയില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു മനോജ് എന്ന് പറഞ്ഞൊരു ബ്രദറിന്റെ വീട്ടിൽ ചെന്ന് അവരുടെ വീടിന്റെ അടിയിലുള്ള ഗോഡൗൺ, ഒത്തിരി സ്ഥലമുണ്ട്. അച്ഛൻ ഞാനോട് ചെന്ന് ചോദിച്ചു, മനോജ് ആ ഗോഡൗണിൽ ഞങ്ങൾ ആരാധന തുടങ്ങുന്നതിൽ. അപ്പൊ മനോജ് പറഞ്ഞു, പാസ്റ്റേ അത് പറ്റത്തില്ല, അത് സാധനങ്ങളൊക്കെ ഇടുവാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കുഴപ്പമില്ല, ചോദിച്ചതേ ഉള്ളെന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടുന്ന് ഇവിടെ വന്ന് 2-3 ദിവസം കഴിയുമ്പോൾ മനോജ് ഇവിടെ വന്നേക്കോ, പാസ്റ്റേ നമുക്ക് ഒരു ആലയം നമ്മുടെ വീടിന്റെ മുകളിലേക്ക് അങ്ങ് പണിത് തരാമെന്ന് മനോജ് പറയൂ. മനോഹരമായ ഒരു ആലയം ആ സഹോദരൻ ലക്ഷക്കണക്കിന് രൂപ മുടക്കി നമുക്ക് പണിത് തന്നു. അത് മെയിൻ റോട്ടിൽ, ഇത് റോഡ് വെട്ടിച്ചിട്ട് ഉള്ളിലാണ്. മെയിൻ ആ ഗോഡൻ ക്വാളിറ്റി, എയർപോർട്ട് ക്വാളിറ്റി ഹോട്ടൽ, ഒരു പ്രശസ്തമായ ഹോട്ടലാണ്. ആ ഹോട്ടലിന്റെ എതിർ സൈഡിൽ മനോജിന്റെ വീട്ടിൽ 3-ാമത്തെ നിലയിൽ മനോഹരമായ ആലയം ദൈവം നമുക്ക് തന്നു. തിരുവചനത്തോട് ചേർത്ത് പറഞ്ഞാൽ, ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കില്ല. ആലയത്തിലാണ് ഇപ്പൊ ആരാധന നടന്നുകൊണ്ടിരിക്കുന്നത്. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം. ദേവദാസൻ കുടുംബമായിട്ട് ഞങ്ങളെ ഓർക്കണം. സ്തോത്രം. ഇതുവഴി പോകുമ്പോൾ ഇവിടെ ഇനി വരണം. അന്ന് എനിക്ക് വേണ്ട വിധത്തിലൊന്നും ശുശ്രൂഷിക്കാൻ കഴിഞ്ഞില്ല. ഇനി വരുമ്പോൾ എനിക്ക് നന്നായിട്ടൊന്ന് ശുശ്രൂഷിക്കണമെന്നുണ്ട്. സ്തോത്രം ചെയ്യുന്നു. തിരുവചനത്തോട് ചേർന്ന് പറഞ്ഞാൽ എബ്രായ ലേഖനം അതിന്റെ 12-ാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നു, ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുന്നിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. ഹല്ലേലൂയ. ഞാനൊരു സൂം പ്രോഗ്രാം തുടങ്ങി ലേഡീസിന്റെ. എന്റെ മെയിൻ പ്രോഗ്രാം എന്ന് പറഞ്ഞത് സാക്ഷ്യം പറയിക്കലായിരുന്നു. സ്തോത്രം ചെയ്യുന്നു. എനിക്ക് വചനം പ്രസംഗിക്കുന്ന ഇഷ്ടമാണ്, പക്ഷെ എനിക്ക് സാക്ഷി കേൾക്കാൻ ഭയങ്കര കൊതിയായിരുന്നു. അങ്ങനെ ഒരു നീണ്ട സഹോദരിമാരുടെ സാക്ഷി ഞാൻ കേൾക്കാനിടയായി. അതിനുശേഷം ടോംസിന്റെ മോള് ഹേസിൽ വന്നപ്പോ എനിക്ക് പ്രോഗ്രാം ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി. അങ്ങനെ ഇരിക്കുമ്പോൾ അരോമ TV, രാവിലെ ജോലി ചെയ്യുന്നത് പോലും അരോമ TVയിലെ സാക്ഷ്യം കേട്ടോണ്ടാണ്. ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. സാക്ഷ്യം അല്ലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. പ്രൈസ് ദി ലോർഡ്. സ്വർഗത്തിൽ നിന്ന് പ്രാപിക്കുന്ന അനുഭവങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ആരോഗ്യത്തോടെ ഇരിക്കുമ്പോൾ തന്നെ പ്രാർത്ഥിച്ചത് പ്രാപിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സംശയമുണ്ടെങ്കിൽ സംശയം മാറ്റണം. യേശുവിനോട് തുറന്നു പറയണം, യേശുവേ എനിക്ക് ഇങ്ങനെ സംശയമൊക്കെ വരിക, അന്ന് ജീവനുള്ള ദൈവമാണോ എന്ന് വരെയൊക്കെ. കാരണം ഓരോരോ പ്രതികൂലങ്ങൾ വരുമ്പോൾ പിശാച് നമ്മളെ എങ്ങനെ സംശയിപ്പിക്കും. എന്നാൽ വ്യക്തിപരമായിട്ട് ഭൂമിയിലിരുന്ന് അനുഭവം പ്രാപിച്ച ഒരു ദേവദാസിയെയും സംബന്ധിച്ചിടത്തോളം അവരേത് പ്രതികൂലത്തിലും അവർ കർത്താവിനെ തള്ളി പറയത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വ്യക്തിപരമായ അനുഭവമാണ് നമ്മെ നിലനിർത്തുന്നത്. മറ്റുള്ള സാക്ഷ്യങ്ങളൊക്കെ നമുക്ക് അനുഗ്രഹമാണ്. അപ്പൊ ഞാൻ രോഗശയ്യയിൽ ഞാൻ മരണത്തോട് അടുക്കുമ്പോൾ സ്തോത്രം ചെയ്യുന്നു, യേശുക്രിസ്തു ദൈവപുത്രൻ എന്നുള്ള വെളിപ്പാട് ഭൂമിയിൽ കറക്റ്റായിട്ട് പ്രാപിച്ചില്ലെങ്കിൽ അല്പമല്ലാത്ത സംശയങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. പലരുടെയും അന്ത്യം ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രായമുള്ളവരെയൊക്കെ അന്ത്യമാകുമ്പോൾ അതുവരെ സ്ട്രോങ് ആയിട്ട് നിന്നവരൊക്കെ പതുക്കെ ശബ്ദവും കുറഞ്ഞു. അങ്ങനെയാണോ എന്നിങ്ങനെ ശബ്ദം താഴ്ന്നു. എന്താ കാര്യം? ഭൂമിയിൽ വെച്ച് പ്രാപിക്കണം. മണിക്കൂറുകൾ പ്രാർത്ഥിക്കണം. എപ്പോഴും സ്തോത്രം പറയണം. ഇടവിടാതെ പ്രാർത്ഥിക്കണം. പരമാവധി അന്യഭാഷ പറഞ്ഞ് ജഡത്തിലേക്ക് ആത്മാവിന്റെ ശക്തി പ്രാപിച്ചെടുത്ത് സ്വർഗം പ്രസാദിക്കുന്ന ആത്മീയാരാധന കൂട്ടായ്മകളിൽ അനുഭവിക്കണം. പ്രത്യേകിച്ച് സൺഡേ വർഷിപ്പുകളിൽ ആത്മീയ ആരാധനയ്ക്ക് വേണ്ടി നമ്മുടെ ശരീരത്തെ വിട്ടുകൊടുക്കണം.
മറിയ അതിരാവിലെ ഇരുട്ടുള്ളപ്പോൾ തന്നെ കല്ലറയ്ക്കൽ ചെന്നു എന്നാ വായിക്കുന്നത്. പരമാവധി ആഴ്ചയിൽ തിങ്കളാഴ്ച തൊട്ട് തന്നെ ആരാധനയ്ക്ക് ഒരുങ്ങണം. ശനിയാഴ്ച മസ്റ്റായിട്ടും ശനിയാഴ്ച രാത്രി അല്ലെങ്കിൽ ദൈവത്തിന് സന്നിധിയിൽ താണിരുന്ന് രാത്രിയാമങ്ങൾ ദൈവം എഴുന്നേൽപ്പിക്കുമ്പോൾ ബെഡിന് താഴെ ഇറങ്ങിയിരുന്ന് മുഴങ്കാലം അടക്കി വലിയ രീതിയിൽ പ്രാർത്ഥിക്കാൻ പറ്റിയില്ലെങ്കിലും സ്തോത്രത്തിൽ ജാഗരിക്കുക. ആലയത്തിൽ ചെല്ലുമ്പോൾ പരമാവധി ശരീരത്തെ ഏൽപ്പിച്ചു കൊടുത്ത് സ്വർഗം പ്രസാദിക്കുന്ന ആത്മീയ ആരാധന നമ്മുടെ ശരീരത്തിലേക്ക് ഇറങ്ങേണ്ടതിന്, അത് സ്വർഗത്തിന് പ്രസാദമായി തീരേണ്ടതിന് ഏൽപ്പിച്ചു കൊടുക്കുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ന്യൂ ടെസ്റ്റമെന്റ് ദൈവദാസന്മാരെ കുറിച്ചും ദൈവം ആഗ്രഹിക്കുന്നത് ആത്മീയ ആരാധനയാണ്. അഭിഷേകം പ്രാപിക്കണം. അഭിഷേകത്തെ കുറിച്ചുള്ള തർക്കവും വാദവും ഒക്കെ വിട്ട് കളഞ്ഞിട്ട് ഇത് വളരെ സത്യമായിട്ടുള്ള കാര്യമാണ്. സ്വർഗം നമ്മളിൽ നിന്ന് പ്രസാദിക്കുന്ന അതാണ്. പെന്തക്കോസ്ത് നാളിൽ സ്വർഗം അത് വെളിപ്പെടുത്തിയതാണ്. ശരീരം അറിഞ്ഞുള്ള ആത്മാവിന്റെ പകർച്ച പെന്തക്കോസ്ത് നാളിൽ വെളിപ്പെട്ടതിനെ കുറിച്ച് 2-ാം അധ്യായം 1 മുതൽ നാം വായിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവ ശക്തി ശരീരത്തിൽ അറിഞ്ഞു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ശരീരം അറിയുന്ന ആത്മശക്തി, ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ അതിനെ സാക്ഷിയായിരിക്കണം. അല്ലാതെ അല്പമായിട്ടുള്ള ശക്തിയോ സംശയിച്ചുകൊണ്ടുള്ള അന്യഭാഷയോ പറയാതെ ശക്തമായി നിലവിളിക്കുക ദൈവത്തോട്. ദൈവമേ, എനിക്കിത് പോരാ. അല്ലെ, എലീശ പ്രാർത്ഥിച്ചു, ഏലിയാവിന്റെ ഇരട്ടി പങ്ക് എന്റെ മേൽ വരണം. അവന്റെ പ്രാർത്ഥന സ്വർഗത്തിന് പ്രസാദമായി. ആത്മശക്തിയാലല്ലാതെ നമുക്ക് നിലനിൽക്കുവാൻ കഴിയുകയില്ല. ആദ്യത്തേതിലും അന്ത്യം നന്നായിരിക്കണമെങ്കിൽ ആത്മശക്തി, ആത്മാഭിഷേകം പ്രാപിച്ച ആത്മനിറവുള്ള ഒരു ശരീരം നമ്മൾ പ്രാപിക്കണം. പാപത്തോട് പ്രാണത്യാഗത്തോളം എതിർത്ത് നിൽക്കണം. പാപത്തെ നമ്മൾ ആരും താലോലിക്കരുത്. പാപം ചെയ്തിട്ട് ക്ഷമിക്കണേ എന്ന് പറയരുത്. പാപം ചെയ്യാതിരിക്കുക പരമാവധി. പാപം ചെയ്യുന്നു എന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. ചെറുതും വലുതുമായ പാപ സ്വഭാവങ്ങളോട് വിട പറയണം. നമ്മുടെ കണ്ണിനെ ശുദ്ധീകരിക്കണം, ചെവി ഏൽപ്പിക്കണം, നമ്മുടെ ഹൃദയത്തെ ഏൽപ്പിക്കണം, നമ്മുടെ ശരീരാന്തരങ്ങളെ ഏൽപ്പിക്കണം. പ്രാക്ടിക്കൽ ലൈഫിൽ നാം പോകുന്ന വഴികളിൽ, നടക്കുന്ന വേളകളിൽ, ഭവനത്തിന്റെ ഉളറയിലൊക്കെ ആയിരിക്കുമ്പോൾ പരമാവധി ദൈവത്തെ ഭയപ്പെടുക. നമ്മൾ എതിരേൽക്കേണ്ടതിന് ഒരുവൻ വരുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് തൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ, പ്രൈസ് ദി ലോർഡ്, അങ്ങനെ ഒരു എടുക്കപ്പെടൽ ഉടൻ തന്നെ നടക്കാൻ പോകുന്നു. അതുകൊണ്ട് നമുക്ക് ഒരുങ്ങാം. പ്രൈസ് ദി ലോർഡ്. എനിക്കിങ്ങനെ അരോമ ടിവിയിൽ വന്ന് ദേവദാസനോട് ചേർന്ന് സാക്ഷ്യം പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടുണ്ട്. സ്തോത്രം ചെയ്തു. ഞാൻ ഈ ദിവസങ്ങളിൽ എനിക്ക് ഭയങ്കര എരിവാണ് ഈ സാക്ഷ്യങ്ങൾ കേൾക്കാൻ. ഞാനത് കേട്ടുകൊണ്ടേ ഇരിക്കുകയാണ്. അതിനകത്തൊരു ഭാഗവാക്കാകുവാൻ ദൈവം എനിക്ക് അവസരം തന്നല്ലോ. കേട്ട TV പ്രേക്ഷകരോടെല്ലാം ഞാൻ നന്ദി പറയുന്നു. ഞങ്ങളെ കുടുംബമായി ഓർത്ത് പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിച്ച് എന്റെ സാക്ഷ്യത്തിൽ നിന്നും വിരമിക്കുന്നു. ആമേൻ, ആമേൻ, ആമേൻ. സ്തോത്രം. എനിക്ക് ഒത്തിരി സന്തോഷം തോന്നിയ ചില അനുഭവങ്ങള് കർത്താവിന്റെ ദാസി പ്രിയ ലൂസി അമ്മാമയിൽ കൂടി കേൾക്കാൻ തക്കോടിയായി തീർന്നു. അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു കുടുംബത്തില് 6 മക്കളിൽ 6ാമത്തവളായി ജനിക്കുവാനും വളർത്തപ്പെടുവാനും ഇടയായി തീർന്നു. വളരെ പരിമിതികൾ ഉണ്ടായിരുന്നു, ഞെരുക്കമുണ്ടായിരുന്നു, കഷ്ടപ്പാടുകൾ ഉണ്ടായിരുന്നു, എതിർപ്പുകൾ ഉണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ നടുവിൽ പഠനം എവിടെ കൊണ്ട് എത്തിക്കുമെന്നറിയാത്ത ഒരു സാഹചര്യത്തിൽ ഉള്ള കഴിവുകൾ ഉപയോഗിച്ച് ഒത്തിരി ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. ആ ആഗ്രഹങ്ങൾ സഫലീകരിക്കുവാൻ വേണ്ടിയിട്ട് പലരുടെയും സഹായത്തോടെ, മാധ്യമങ്ങളുടെയൊക്കെ സഹായത്തോടുകൂടി കഴിവുകളെ വെളിപ്പെടുത്തുവാൻ ശ്രമിച്ചു. ഒരു പാട്ടുകാരിയായി, ഒരു കലാകാരിയായി, ഒരു ഡാൻസുകാരിയായി, ഒരു മോണോ ആക്ട് ചെയ്യുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ, ഏതെല്ലാം മേഖലകൾ കൈയടക്കാമോ അല്ലെങ്കിൽ പിടിച്ചെടുക്കാമോ അല്ലെങ്കിൽ പുറത്തു വരാൻ പറ്റുമോ അതൊക്കെ പരിശ്രമിച്ച് മുന്നോട്ട് വരാൻ വേണ്ടി ആഗ്രഹിച്ച് ഇറങ്ങി പുറപ്പെട്ടു. എന്നാൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ആ മേഖലകളിലൊക്കെ പോയിരുന്നെങ്കിൽ ഇന്നിപ്പോ ആ ലെവലിലേക്ക് മാറി എങ്ങും അല്ലാതെ എത്തിച്ചേരുമായിരുന്നു. എന്നാൽ സ്വർഗത്തിലെ ദൈവം മുന്നമേ കണ്ടിരുന്നു. ലോകസ്ഥാപനത്തിന് മുന്നമേ, അമ്മയുടെ ഗർഭത്തിൽ ഉരുവാകുന്നതിന് മുന്നമേ ദൈവം കണ്ടിരുന്നു. ദൈവം തിരഞ്ഞെടുത്തു. ആ ഒരു തിരഞ്ഞെടുപ്പ് നമ്മുടെ ജീവിതത്തിൽ പെട്ടെന്ന് അല്ലെങ്കിൽ ചെറുപ്പത്തിൽ തന്നെ ഒരു പക്ഷേ നമുക്ക് വെളിപ്പെട്ടു വന്നു എന്ന് പറയാൻ പറ്റത്തില്ല. അത് പുറത്തു വരണമെങ്കിൽ, അതിന്റെ പൂർണ്ണതയിലേക്ക് എത്തണമെങ്കിൽ ഒരുപാട് കഷ്ടങ്ങളിലൂടെ, പ്രയാസങ്ങളിലൂടെ നമുക്ക് കടന്നു പോകുന്നു. ഒരു വിത്ത് മണ്ണിനടിയിൽ കുഴിച്ചിടപ്പെടുന്ന ഒരു അനുഭവമുണ്ട്. അത് പൊട്ടിമുളച്ച് പുറത്തു വന്ന് കുറച്ചു നാള് ജീവജാലങ്ങളുടെയും പക്ഷിമൃഗാദികളുടെയും പ്രകൃതിയുടെയും ഒക്കെ മധ്യത്തില് അത് വളർന്നു വരിക എന്ന് പറയുന്നത് ഒത്തിരി പ്രതികൂല സാഹചര്യങ്ങളുടെ നടുവിലൂടെയാണ്.
അത് വളർന്ന് വലുതാകുക. വളർന്ന് വലുതായാലും അതിന് ഒരു പക്ഷെങ്കിൽ ഫലം പുറപ്പെടുവിക്കുവാൻ വേണ്ടതുപോലെ കഴിഞ്ഞു എന്ന് വരികയില്ല. എന്നാൽ അതിനെല്ലാം അതിജീവിച്ച് കാറ്റിനെയും മഴയെയും വെയിലിനെയും സാഹചര്യങ്ങളെയും എല്ലാം അതിജീവിച്ച് അതിൻ്റെ ഫലപ്രാപ്തിയിലേക്ക് എത്തുമ്പോൾ മാത്രമാണ് യഥാർത്ഥത്തിൽ ആ വിത്തിന്റെ ആ ഉദ്ദേശശുദ്ധി പൂർണ്ണമാവുക. ഓരോ മനുഷ്യന്റെയും ജീവിതത്തിൽ ഇതുപോലെയാണ്. ഏതൊരു കുടുംബത്തിൽ നമ്മൾ ജനിച്ചു വളരുമ്പോൾ ഒത്തിരി കഷ്ടതകൾ, പ്രയാസങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവും. എന്നാൽ ആത്യന്തികമായി അതിൻ്റെ ഒടുവിൽ അതിൻ്റെ യഥാർത്ഥ ഫലം വെളിപ്പെട്ട് വരുമ്പോഴാണ് അതിൻ്റെ സൗന്ദര്യം, അതിൻ്റെ സ്വാദ്, അതിൻ്റെ സന്തോഷം നമുക്ക് അനുഭവിച്ചറിയുവാൻ തക്കവണ്ണം കഴിയുന്നത്. കർത്താവിൻ്റെ ദാസൻ ലൂസി ബാബു ഇന്ന് അരോമ ടിവിയിലെ പ്രേക്ഷകരോടൊപ്പം തൻ്റെ ജീവിതാനുഭവങ്ങൾ ബാല്യം മുതൽ ഇന്ന് വരെ നടത്തിയ ആ ദൈവിക അനുഭവങ്ങളെക്കുറിച്ച് പങ്കുവെക്കുകയായിരുന്നു. തൻ്റെ ജീവിതത്തിൽ കടന്നുപോയ തിക്താനുഭവങ്ങൾ, മാതാപിതാക്കന്മാരിൽ നിന്ന് ലഭിച്ചതായ അനുഭവങ്ങൾ, സഹോദരങ്ങളിൽ നിന്ന് ലഭിച്ച അനുഭവങ്ങൾ, സമൂഹത്തിൽ നിന്നും താൻ വിശ്വസിച്ചതായ തൻ്റെ വിശ്വാസ പാരമ്പര്യത്തിൽ നിന്നും ഒക്കെ ലഭിച്ച അനുഭവങ്ങൾ നമ്മൾ കേട്ട് കഴിഞ്ഞു. വാത്സല്യ സഹോദരി സഹോദരന്മാരെ, നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഒരുപക്ഷെങ്കിൽ ഇങ്ങനെയുള്ള വ്യത്യസ്തമായ ജീവിതാനുഭവങ്ങൾ ഉണ്ടായിരിക്കാം. എന്നാൽ അവിടെ ഒന്നും നിങ്ങൾ പതറരുത്, നിങ്ങൾ അവിടെ പിന്മാറരുത്. കർത്താവിൻ്റെ ദാസി തൻ്റെ ജീവിതത്തിൽ ജയിക്കുവാൻ വേണ്ടി ഓരോ വഴികൾ കണ്ടെത്തി, ഓരോ സാഹചര്യങ്ങൾ കണ്ടെത്തി മുന്നോട്ട് തൻ്റെ ജീവിതയാത്ര തുടരുവാൻ ഇടയായി തീർന്നു. ഇന്ന് താൻ സന്തോഷത്തോടെ ആയിരിക്കുന്നു. ഇന്ന് തനിക്കൊരു സംതൃപ്തിയുണ്ട്. കുടുംബത്തിനകത്തും ഒത്തിരി പ്രയാസങ്ങൾ പല സന്ദർഭങ്ങളിൽ കടന്നു വന്നു. എന്നാൽ അതിൻ്റെയൊക്കെ നടുവിലും ദൈവം തകർന്നു പോകുവാൻ ഏൽപ്പിച്ചു കൊടുക്കാതെ അതിൽ നിന്ന് പടിപടിയായി ദൈവം ഉയർത്തിക്കൊണ്ടുവന്ന് ഇന്ന് സന്തോഷത്തോടെ ദൈവം നിർത്തിയിരിക്കുന്നു. ആ സന്തോഷത്തിൻ്റെ നല്ല സദ്വർത്തമാനമാണ്, ആ സാക്ഷ്യമാണ് നമ്മൾ ഇതുവരെ കേട്ടുകൊണ്ടിരുന്നത്. കർത്താവിൻ്റെ ദാസിയുടെ ജീവിത പങ്കാളി കർത്താവിൻ്റെ ദാസ് പാസ്റ്റർ ബാബു ജോർജ് എൻ്റെ സ്നേഹിതനും എനിക്ക് വളരെ പ്രിയപ്പെട്ടവനുമാണ്. സ്വന്തം സഹോദരനെ പോലെ ഞങ്ങൾ കാണുന്ന ഒരു പ്രിയ കർത്താവിൻ്റെ ദാസനാണ് പാസ്റ്റർ ബാബു ജോർജ്. കർത്താവിൻ്റെ ദാസനെ കുറിച്ച് ഒരു വാക്ക് എനിക്ക് പറയുന്നതിന് അഭിമാനമുണ്ട്. ആ മാതാപിതാക്കന്മാര്, അദ്ദേഹത്തിന്റെ സഹോദരങ്ങൾ, അവരൊക്കെ ഞങ്ങളുടെ വീടിന്റെ സമീപത്ത്, അല്ലെങ്കിൽ ഞങ്ങളുടെ അയൽവാസി എന്ന് തന്നെ വേണം പറയാൻ, ആ നിലയിൽ ഞങ്ങളൊക്കെ ആയിരുന്ന ഒരു കാലഘട്ടമുണ്ട്. അവർ കത്തോലിക്ക കുടുംബത്തിലായിരുന്നു. എന്നാൽ ഈ കർത്താവിദാസ് പാസ്റ്റർ ബാബു ജോർജ്, അവരുടെ കുടുംബം ഒക്കെ രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്ന ആ നാളുകളെ കുറിച്ച് ഞാൻ ഓർക്കുന്നുണ്ട്. എൻ്റെ പിതാവ് അതിനൊരു മുഖാന്തരമായിരുന്നു എന്നും എനിക്ക് അഭിമാനത്തോടെ പറയാൻ കഴിയുന്നുണ്ട്. വാത്സല്യ കർത്താവിൻ്റെ ദാസൻ, എൻ്റെ മാതാപിതാക്കന്മാർ, അല്ലെ ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ വീട്ടിൽ വെച്ചാണ് കർത്താവിനെ കണ്ടുമുട്ടുവാൻ ഇടയായി തീർന്നത്. അതൊക്കെ വളരെ നല്ല ഓർമ്മകളാണ്. പിന്നത്തേൽ ബൈബിൾ സ്കൂളിൽ പഠിക്കാൻ പോകുന്നു. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി നല്ല ഓർമ്മകൾ പറയാനുണ്ട്. അതിനൊക്കെ ഇന്ന് സമയമില്ലല്ലോ. കർത്താവ് സഹായിക്കട്ടെ. ഈ വാത്സല്യ കുടുംബത്തെ ദൈവം ശക്തമായി ഒരുപാട് പ്രിയപ്പെട്ടവർക്ക്, ആയിരക്കണക്കിന് ജനങ്ങൾക്ക് കർത്താവിന്റെ ദാസനും കുടുംബവും അവരുടെ ശുശ്രൂഷകളും അനുഗ്രഹമായി തീർന്നുകൊണ്ടിരിക്കുന്നു. ആ കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ടവരും തന്നെ ദൈവനാമ മഹത്വത്തിന് വേണ്ടി നിലകൊള്ളുന്ന കുടുംബങ്ങളാണ്. ആമേൻ. അവരുടെ സഹോദരങ്ങൾ പല പ്രിയപ്പെട്ടവരും കർത്താവിന്റെ വേലയിലായിരിക്കുന്നു. അവരെല്ലാം ഓർത്ത് ഞാൻ അഭിമാനം കൊള്ളുന്നു. ഇന്ന് അരോമ ടിവിയിലെ പ്രേക്ഷകരോടൊപ്പം കർത്താവിന്റെ ദാസി തന്റെ ജീവിതാനുഭവങ്ങൾ പങ്കുവച്ചു. താൻ ഒത്തിരി ചിരിച്ചും ചിന്തിപ്പിച്ചും സന്തോഷത്തോടെയും കണ്ണുനീരോടെയും ഒക്കെയാണ് ഈ സമയം ചെലവഴിച്ചത്. കേൾവിക്കാരെ, നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളുടെയൊക്കെ ഹൃദയത്തിൽ തിങ്ങി നിറഞ്ഞ് നിൽക്കുന്നതായ ഓരോ അനുഭവങ്ങൾ ഒരു പക്ഷേ ഉണ്ടായിരിക്കാം. എന്നാൽ അതിൻ്റെയൊക്കെ അവസാനം എന്ന് പറയുന്നത് മനോഹരമായ ഒരു സന്തോഷത്തിൻ്റെ നിമിഷങ്ങളാണ്. താൽക്കാലികമായ ലോകത്തിന്റെ നൈമിഷ്യങ്ങൾക്ക് വേണ്ടിയിട്ട് പാപത്തിന്റെ പുറകാലെ പോകാതെ കർത്താവായ യേശു ക്രിസ്തുവിന് വേണ്ടി നിങ്ങളുടെ ജീവിതവും നിങ്ങളുടെ സമയവും നിങ്ങൾ സമർപ്പിക്കൂ. യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. കർത്താവ് നിങ്ങളെയും അനുഗ്രഹിക്കും, നിങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കും, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കും. നിങ്ങളായിരിക്കുന്ന പ്രതികൂലങ്ങളുടെ നടുവില് അത്ഭുതകരമായി കർത്താവ് നിങ്ങളെ വിടുവിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. യേശു നിങ്ങളെ സ്നേഹിക്കുന്നു എന്നുള്ള സദ്വർത്തമാനം ഞങ്ങൾ നിങ്ങളോട് ഈ മാധ്യമത്തിലൂടെ അറിയിക്കുവാൻ ആഗ്രഹിക്കും. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നിങ്ങൾ ഏത് സാഹചര്യത്തിലോ നിങ്ങൾ ഏത് സമുദായത്തിലോ ആയിക്കൊള്ളട്ടെ, വിഷയമല്ല. യേശുവിന് നിങ്ങളെയാണ് ആവശ്യം. യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. അതുകൊണ്ടാണ് നിങ്ങൾ ഇത്രത്തോളം സമയം ഞങ്ങളെ ശ്രദ്ധിച്ചു കൊണ്ടിരുന്നത്. നിങ്ങൾ ഒന്നുകൂടി നിങ്ങളുടെ ഹൃദയങ്ങളെ, നിങ്ങളുടെ ജീവിതത്തെ യേശുവിന് മുൻപാകെ ഒന്ന് സമർപ്പിക്കുവാൻ തയ്യാറാകുമോ? ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളെ
ആത്മാവിനും പ്രാണനും ശരീരത്തിനും സൗഖ്യവും സന്തോഷവും സമാധാനവും ആരോഗ്യവും നൽകെത്തുന്നത്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ദൈവസന്നിധിയിൽ ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആമേൻ, നിങ്ങൾ ഇപ്രകാരം നിങ്ങളുടെ ഹൃദയങ്ങളെ ഏകാഗ്രമാക്കി നിങ്ങളുടെ ദൈവമായ കർത്താവിന്റെ മുൻപാകെ നിങ്ങളെ ഒന്ന് സമർപ്പിക്കൂ. യേശുവേ, അടിയനിതായ എന്നെ തന്നെ സമർപ്പിക്കുന്നു. അങ്ങനോട് സംസാരിക്കണമേ. ഈ ഭൂമിയിലെ ജീവിതത്തിലെ സാഹചര്യങ്ങളല്ല അതിനേക്കാൾ ഉപരിയായി ആ നിത്യതയിൽ കർത്താവ് എനിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ആ നിത്യ സന്തോഷം അനുഭവിപ്പാൻ എന്നെ അങ്ങ് സഹായിക്കണമേ. അതിനായി ഞാൻ എൻ്റെ കുടുംബത്തെ സമർപ്പിക്കുന്നു, എൻ്റെ കുഞ്ഞുങ്ങളെ സമർപ്പിക്കുന്നു, എൻ്റെ ബിസിനസ്, എൻ്റെ ജോലി, ആമേൻ, എൻ്റെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം, എൻ്റെ കുഞ്ഞുങ്ങളുടെ വിവാഹം, എൻ്റെ കുഞ്ഞുങ്ങളുടെ ഭാവി, എൻ്റെ കുടുംബം, എൻ്റെ ഭർത്താവ്, എൻ്റെ ഭാര്യ. സ്തോത്രം. യേശു നിങ്ങളെ സ്നേഹിക്കും. യേശു നിങ്ങളെ സഹായിക്കും. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നാം ഒരുമിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിന്റെ ദാസി ലൂസി ആൻറ്റി ആമേനെ ഈ അരോമ ടിവിയിലെ ശ്രോതാക്കൾക്ക് വേണ്ടി ചുരുക്കം വാചകങ്ങൾ പ്രാർത്ഥിക്കുന്നതിന് കർത്താവിന്റെ ദാസിയെ പ്രാർത്ഥനയ്ക്കായി ക്ഷണിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളെ വത്സരമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗീയ നല്ല പിതാവേ, മനോഹരമായ നല്ല പകലിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, അരോമ ടി വി പ്രോഗ്രാമിനെ ദൈവകരങ്ങളെ ഏൽപ്പിച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ ദാസനെ നിന്റെ കരങ്ങളെ ഏൽപ്പിച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇത് നിന്റെ ഹിതമാണ്. കർത്താവേ, ഹല്ലേലൂയ, ശുശ്രൂഷ നിന്റെ ഹിതമാണ്. ഹല്ലേലൂയ, ഇതിനാൽ തിരുകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, അല്പം കൊണ്ടും അധികം കൊണ്ടും വലിയവ പ്രവർത്തിക്കുന്ന സർവ്വശക്തന്റെ കരങ്ങളിലേക്ക് ഈ പ്രോഗ്രാമിനെ ഏൽപ്പിച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കഴിഞ്ഞ ദിവസങ്ങളിൽ കർത്താവെ കടന്നു വന്ന സാക്ഷ്യം പറഞ്ഞ കർത്താവേ, നിന്റെ ദാസന്മാരെല്ലാം ഓർക്കുന്നു. അവരുടെ എല്ലാവരുടെയും ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി തീരുവാൻ, അവരുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടേണ്ടതിന് ദൈവകരങ്ങളെ ഏൽപ്പിച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ, തുടർന്നുള്ള ദിവസങ്ങളിൽ കർത്താവ് സാക്ഷ്യം അറിയുവാൻ തന്നെ ജനത്തെ എഴുന്നേൽപ്പിക്കണമേ. അല്ലെങ്കിൽ സാക്ഷ്യം കർത്താവെ അത് പല സ്റ്റേറ്റുകളിലേക്ക്, പല രാജ്യങ്ങളിലേക്ക് ചെന്നെത്തേണ്ട എല്ലാ മേഖലകളിലേക്കും ചെന്നെത്തട്ടെ കർത്താവേ. കുടുംബത്തിനുള്ളറകളിൽ കർത്താവെ അല്ലെങ്കിൽ നടക്കുവാൻ കഴിയാതെ, സംസാരിക്കുവാൻ കഴിയാതെ രോഗികളായിരിക്കുന്ന ജനം കർത്താവെ സാക്ഷ്യം കേൾക്കട്ടെ കർത്താവേ. ഹല്ലേലൂയ, ഓരോരുത്തർക്കും ആവശ്യമായ കർത്താവെ സാക്ഷ്യങ്ങൾ അവരുടെ സ്ഥലത്ത് എത്തിച്ച് ദൈവമേ ജനത്തെ വിടുവിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദാസനെ കുടുംബമായി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. തലമുറകളെ ഏൽപ്പിച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ യാതൊരുമായ തടസ്സങ്ങൾ ഉണ്ടാകുവാൻ ദൈവമേ അവിടെ നിന്ന് അനുവദിക്കരുതേ കർത്താവേ. ദൈവമേ അനുഗ്രഹിക്കണമേ, അനുഗ്രഹിക്കണമേ. 5.2 മീനും വാഴ്ത്തി അനുഗ്രഹിച്ച് 5000 പോഷിപ്പിച്ച കർത്താവിന്റെ കരങ്ങളിലേക്ക് അരോമ TV പ്രോഗ്രാമിനെ ഏൽപ്പിച്ച് ഞാൻ സ്തോത്രം ചെയ്യുന്നു. തിരുക്കരങ്ങളിലേക്ക് എല്ലാം ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണേ സ്വർഗീയ നല്ല പിതാവേ. സ്തോത്രം. താങ്ക് യു പ്രിയ ലൂസി ആൻറ്റി. ഇത്രത്തോളം സമയം അരോമ ടിവിയിലെ പ്രേക്ഷകരോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ട വിലപ്പെട്ട സാക്ഷ്യവുമായി സമയം വേർതിരിച്ചതിന് കർത്താവിന്റെ ദാസിയുള്ളതായ നന്ദിയും സ്നേഹവും ഇത്തരണത്തിൽ അറിയിക്കുന്നു. കർത്താവിന്റെ ദാസിയെയും കുടുംബത്തെ ശുശ്രൂഷകളെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ ഇത്രത്തോളം സമയം ഞങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന മാന്യ ശ്രോതാക്കൾക്കുള്ളതായ നന്ദി അറിയിക്കുന്നു. ഈ സാക്ഷ്യം നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക്, പ്രിയപ്പെട്ടവർക്ക്, സ്നേഹിതർക്കായ മറ്റുള്ളവർക്കൊക്കെ നിങ്ങളുടെ ഗ്രൂപ്പുകളിലൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അവരും കേൾക്കട്ടെ, അവരും അനുഗ്രഹിക്കപ്പെട്ട ദൈവനാമത്തിലൂടെ മഹിമപ്പെടുവാൻ തക്കോടിയായിത്തീരും. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്ക്രീനിൽ കാണുന്നതായ നമ്പറിൽ ഇന്ന് തന്നെ ഞങ്ങളുമായി ബന്ധപ്പെടുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ വിഷയങ്ങളെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ ചാനൽ സാക്ഷ്യം പറയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞങ്ങളുമായി ബന്ധപ്പെടുക. കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. മേ ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട മൊബൈൽ നമ്പർ: ഇന്ത്യ 8759592020. ഇമെയിൽ aromamatrimony2020@gmail.com.